Hope you are all doing fine. Another new day, new topic. We are beginning. So, the topic for the discussion, income from salary. After discussing basic concepts and residential status, we started income from house property and we completed the topic covering all the areas, discussing so many examples also. So, hope you are clear about the topic income from house property. And then the second head that we are going to discuss is income from salary. This was actually supposed to be discussed in the very beginning because the first head of income is actually salary and house property comes next, and we discussed house property first and we are going to discuss income from salary second. Before beginning this head, I need to give you some instructions. The first one is that this head is very easy, like income from house property, but what is the problem with this head is that this is little bit lengthy. It covers a lot of areas, so you need to be very patient till the end of this lesson. All the things discussed in these chapters are very easy, but the thing is that it is very lengthy, so many things to understand and so many things to study. So please be patient so that you will be able to crack this chapter easily. So moving on, income from salary. അപ്പോൾ ഇൻകം ഫ്രം സാലറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇൻകം ടാക്സിലെ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഹെഡാണ് ഇൻകം ഫ്രം സാലറി. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നമ്മൾ എന്താണ് ടാക്സ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ വി നോ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് വി ആർ ടാക്സിങ് റെൻ്റൽ ഇൻകം. റെൻ്റൽ ഇൻകം ഫ്രം വാട്ട്? റെൻ്റൽ ഇൻകം ഫ്രം പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്യുന്നത്. പ്രോപ്പർട്ടി പറഞ്ഞാൽ ഹൗസ് ആവാം, ബിൽഡിംഗ് ആവാം. അതുപോലെ ഇൻകം ഫ്രം സാലറി, ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് ഈസ് വെരി ഇൻഡിക്കേറ്റീവ് വാട്ട് ഈസ് ദ ഇൻകം ടാക്സ്ഡ് അണ്ടർ ദിസ് ഇൻകം ഫ്രം സാലറി. എന്ത് ഇൻകം നമ്മൾ ടാക്സ് ചെയ്യുക? സാലറി ഇൻകം ഓഫ് പേഴ്സൺ. അപ്പോൾ എന്താണ് സാലറി ഇൻകം? ഒരു എംപ്ലോയി ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതിന് ആ കമ്പനി അയാൾക്ക് കൊടുക്കുന്ന റിവാർഡിനെ പറയുന്ന പേരാണ് സാലറി. ഓക്കെ, ആ സാലറി ആർക്കാണ് ഇൻകം, ആർക്കാണ് എക്സ്പെൻസ്? എംപ്ലോയിക്ക് സാലറി ഇൻകമാണ്, എക്സ്പെൻസ് ആർക്കാണ്? കമ്പനിക്കാണ്. സോ ഇൻകം ടാക്സ് പെർസ്പെക്റ്റീവിൽ എംപ്ലോയിൻ്റെ കയ്യിൽ ഇത് സാലറി ഇൻകമാണ്, എംപ്ലോയിൻ്റെ കയ്യിൽ ഇത് സാലറി ഇൻകമായിട്ട് ടാക്സ് ചെയ്യും. ആ സാലറി ഇൻകമായിട്ട് നമ്മൾ ടാക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സാലറിയുടെ കോമ്പണൻസ്, എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ടാക്സ് ചെയ്യുക, ഏതെങ്കിലും ഇൻകം നമ്മൾ അൺടാക്സ്ഡ് ആയിട്ട് ലീവ് ചെയ്യോ, മറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ ഷാൾ വി മൂവ് ഓൺ? റെഡി? യെസ്, മൂവിങ് ഓൺ. നമ്മൾ പറഞ്ഞു സെക്ഷൻ 22 to 27 വരെയുള്ള ഏരിയാസിലാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി പറയുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 15, 16, 17 ഓൺലി ദീസ് 3 സെക്ഷൻസ് ആർ ഡിസ്കസിങ് ഇൻകം ഫ്രം സാലറി ഇൻ ഇൻകം ടാക്സ്. ഇൻകം ടാക്സിലെ ഈ 3 സെക്ഷൻസ് 15, 16 ആൻഡ് 17 3 സെക്ഷനുള്ളൂ കരുതിയിട്ട് ആരും സമാധാനിക്കാൻ നിൽക്കേണ്ട. കാര്യം 3 സെക്ഷനിൽ കണ്ടമാൻ ഐറ്റംസ് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. യെസ്, ലെറ്റ്സ് മൂവ് ഓൺ. അപ്പോൾ നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു ഇൻകം ടാക്സിലെ ഹെഡ്സ് ഓഫ് ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നതും it will be with a charging session. Like that, income from salary is also starting with a charging section. The charging section is section 15. Section 15 ആണ് ഇൻകം ടാക്സിലെ ചാർജിങ് സെക്ഷൻ. സെക്ഷൻ 15 ഇൻകം ടാക്സിലെ ചാർജിങ് സെക്ഷൻ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട് ഒരു ഇൻകത്തിനെ സാലറി ആയിട്ട് ടാക്സ് ചെയ്യണമെങ്കിൽ. അതിന് മുന്നേ ഞാൻ സാലറി എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞു. ദാറ്റ് ഈസ് എ സിമ്പിൾ മീനിങ് ഓഫ് സാലറി. ദാറ്റ് മീൻസ് സാലറി ഈസ് എ റിവാർഡ് പെയ്ഡ് ബൈ എ കമ്പനി ടു എംപ്ലോയി ഇൻ കൺസിഡറേഷൻ ഓഫ് ദ സർവീസ് പ്രൊവൈഡഡ് ബൈ ഹിം ടു ദ കമ്പനി. കമ്പനിക്ക് വേണ്ടിയിട്ട് അയാൾ നൽകിയ സർവീസിന് റിവാർഡായിട്ട് കമ്പനി തിരിച്ചു കൊടുക്കുന്ന ഒരു പേയ്മെൻറ്റിനെ പറയുന്ന പേരാണ് സാലറി. സിമ്പിൾ വേർഡ്സ്, അത് ഡെഫിനിഷൻ ഒന്നുമല്ല, ജസ്റ്റ് എ മീനിങ്. അപ്പോൾ വി ആർ മൂവിങ് ഓൺ ടു ചാർജിങ് സെക്ഷൻ. ചാർജിങ് സെക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? ഇൻ ഓർഡർ ടു ടാക്സ് ആൻഡ് ഇൻകം അണ്ടർ ദി ഹെഡ് സാലറി ദർ മസ്റ്റ് ബി ആൻ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. What should be there? Employer-employee relationship should be there. In order to tax an income under the head salary, there must be an employer-employee relationship. So the first condition to be satisfied under charging section of income from salary is employer-employee relationship. When can we say there is an employer-employee relationship? Say for example, ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ ആ എംപ്ലോയർ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. എംപ്ലോയർ പറയുന്ന ഇൻസ്ട്രക്ഷൻസിന് ആസ് പെർ ആയിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്, എംപ്ലോയി വർക്ക് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് എൻ എംപ്ലോയർ-employee റിലേഷൻഷിപ്പ്. അതാണ് ആ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അയാളുടെ ഇൻകം ഫ്രം സാലറി ആയിട്ട് നമ്മൾ ടാക്സ് ചെയ്യുക. സേ ഫോർ എക്സാമ്പിൾ യു ബിക്കം എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആവട്ടെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യു വിൽ ബിക്കം, ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആയി കഴിഞ്ഞാൽ യു ഹാവ് 2 ഓപ്ഷൻസ്. യു ക്യാൻ either forgo employment or you can set up what we say your own office, or you can go for teaching, etc. Some there may be another options also. എനിവേ യു വെൻറ്റ് ഫോർ എംപ്ലോയ്മെൻറ്റ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഹയസ്റ്റ് പ്ലേസ്ഡ് ആയിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടി. അപ്പോൾ ജോബ് പോയി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എംപ്ലോയർ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ്, IOC എന്നുള്ള കമ്പനിയാണ്, നിങ്ങൾ അവിടുത്തെ എംപ്ലോയിയാണ്. യു വിൽ വർക്ക് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് യുവർ എംപ്ലോയർ IOC. So in that case there is an employer-employee relationship between you and IOC. So the income that you receive as salary from IOC will be taxed in your hand as income from salary.
അപ്പോൾ അവിടെ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ലതുകൊണ്ടാണ് ഇൻകം ഫ്രം സാലറി ആയിട്ട് ടാക്സ് ചെയ്തത്. ആസ് അഗൈൻസ്റ്റ് ദിസ് യു ഡിസൈഡഡ് ടു സ്റ്റാർട്ട് യുവർ ഓൺ പ്രാക്ടീസ് ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഫോർ എംപ്ലോയ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറെ ആരും തമ്മിൽ ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇല്ല. യു ആർ ഹാവിങ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ ക്ലയൻറ്റ് ഓൺലി. ബട്ട് നിങ്ങൾ ക്ലയൻറ്റിനനുസരിച്ചല്ല, ക്ലയൻറ്റ് പറയുന്ന പോലെയല്ല നിങ്ങൾ പണിയെടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ എന്ത് ഇൻകം അല്ല, സാലറി ഇൻകം അല്ല. പിന്നെ അതെന്ത് ഇൻകം? ദാറ്റ് വി വിൽ ഡിസ്കസ് അണ്ടർ നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ, ദർ മസ്റ്റ് ബി എംപ്ലോയർ റിലേഷൻഷിപ്പ്. Then, let me give an example. I'm working in a company as an employee, and say for example, this is the month of April for the financial year 2020-21. ഫിനാൻഷ്യൽ ഇയർ ആകെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണല്ലേ. എനിവേ, ലീവ് ദാറ്റ്, ഇറ്റ്സ് ഫെയ്റ്റ്. നമുക്ക് തിങ്സ് വിൽ ബി ഓൾ റൈറ്റ്. ഏപ്രിലാണ് നമ്മുടെ മന്ത്. ഞാൻ IOCയിൽ ചാർട്ടർ അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ആക്ച്വലി ഞാൻ ഏപ്രിൽ കംപ്ലീറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവർ സാലറി തരണം. എൻ്റെ സാലറി ആക്ച്വലി ഡ്യൂ ആവുക, എനിക്ക് കിട്ടാനുള്ള ഒരു ടൈം ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത്. ഏപ്രിലെ സാലറി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മന്ത് 15 ഡ്യൂ ആവുക. അപ്പോൾ നെക്സ്റ്റ് മന്ത് 15 ഡ്യൂ ആവുക എന്ന് പറഞ്ഞാൽ മെയ് 15 ഡ്യൂ ആവുക. പക്ഷേ പേയ്മെൻറ്റ് അവർ മെയ് 10 മുമ്പ് എപ്പോൾ വേണമെങ്കിലും കമ്പനീൻ്റെ ക്യാഷ് ബാലൻസിനനുസരിച്ച് അവർ തരാം. അപ്പോൾ ഈ ഏപ്രിലെ ഏപ്രിൽ മന്തിലെ മെയ് ആവുന്നൊക്കെ ഉള്ളൂ കേട്ടോ, എനിക്കറിയാം. പക്ഷേ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഏപ്രിൽ മന്തിലെ സാലറി എനിക്ക് അവർ തന്നത് മെയ് 9 അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ നമുക്ക് എപ്പോഴാണ് ഈ ഇൻകം നമ്മുടെ കയ്യിൽ ടാക്സ് ചെയ്യാന്നില്ലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏപ്രിൽ ഞാൻ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ ഇൻകം ആക്ച്വലി അക്രൂ ആയി. അതുപോലെ 5th മെയിൽ എൻ്റെ ഇൻകം എന്തായി? ഡ്യൂ ആയി. 9th മെയിൽ എൻ്റെ ഇൻകം എന്തായി? ആക്ച്വലി ഞാൻ റിസീവ് ചെയ്തു. അപ്പോൾ അക്രൂ ചെയ്യുമ്പോഴാണോ, ഡ്യൂ ആകുമ്പോഴാണോ, റിസീവ് ചെയ്യുമ്പോഴാണോ നമ്മൾ സാലറി ടാക്സ് ചെയ്യുക ഒരാളുടെ കയ്യിൽ, അല്ലെങ്കിൽ ഞാനെന്ന് പറഞ്ഞ എംപ്ലോയിൻ്റെ കയ്യിൽ? ദ റൂൾ ഈസ് വെരി സിമ്പിൾ. ദ ഇൻകം ടാക്സ് ഹാസ് ക്ലിയർലി ലേ ഡൗൺ. സാലറി ഇൻകം ഈസ് ടാക്സബിൾ ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂ ഓർ റെസിപ്റ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഏതാണോ ആദ്യം, ഡ്യൂ ആണോ റെസിപ്റ്റ് ആണോ ആദ്യം, അപ്പോൾ ആ മൊമെൻറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് ചെയ്യുക. അപ്പോൾ 5th മെയിൽ എൻ്റേത് ഡ്യൂ ആയി. അപ്പോൾ ആ മൊമെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യും, ആ മൊമെൻറ്റിലാണ് നമ്മൾ ഇൻകം ആയിട്ട് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അപ്പോൾ 9th പിന്നെ നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഡ്യൂ ആയപ്പോൾ നമ്മൾ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ റിസീവ് ചെയ്യുമ്പോൾ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടുണ്ടോ? അതില്ല, അത് ഡബിൾ ടാക്സേഷൻ ആവും. അപ്പോൾ സാലറി ഈസ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് ഡ്യൂ ഓർ റെസിപ്റ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടി വരും. അരിയർ സാലറി ഉണ്ട്, അതുപോലെ തന്നെ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവും, സാലറി റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടാവും. സേ ഫോർ എക്സാമ്പിൾ, എൻ്റെ കമ്പനിക്ക് നമ്മൾ പറഞ്ഞ പ്രകാരം സാലറി തരാൻ പറ്റിയില്ല. സാലറി കമ്പനിക്ക് ക്യാഷ് ഷോർട്ടേജ് വന്നുകൊണ്ട് 3-4 മാസത്തൊക്കെ സാലറി എന്താണ് പെൻഡിങ് ആണ്. നമ്മൾ പല കേസിലും നമ്മൾ കാണാറില്ലേ, വാട്ട് വി സേ സാലറി പെൻഡിങ് ആണ് പല കമ്പനിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ കേസിൽ ഈ പ്രൊവിഷൻ നമ്മളെങ്ങനെ അപ്ലിക്കബിൾ ആവുകയെന്നില്ലാണ്. സേ ഫോർ എക്സാമ്പിൾ, എൻ്റെ സിസ്റ്റർ മാരേജ് ആണ്. അപ്പോൾ ഞാൻ അടുത്ത വർഷത്തെ കംപ്ലീറ്റ് സാലറി ഈ വർഷം ഞാൻ അഡ്വാൻസ് ആയിട്ട് വാങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത വർഷത്തെ സാലറികളൊന്നും തന്നെ ഡ്യൂ ആയിട്ടില്ല. കാരണം ഞാൻ ആ അടുത്ത വർഷം യഥാസമയത്തെ അത് ഡ്യൂ ആവുകയുള്ളൂ. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഈ സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു, അത് റിസീവ് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആദ്യം ഏർലിയർ വരുന്നത്, റെസിപ്റ്റ് ആണോ അതോ ഡ്യൂ ആണോ ആദ്യം വരിക? റെസിപ്റ്റ് ആണ് ആദ്യം വരിക. അപ്പോൾ സാലറി നമ്മൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അത് റെസിപ്റ്റ് ബേസിലാണ് എന്ത് ചെയ്യുക, ടാക്സ് ചെയ്യുക. റെസിപ്റ്റ് ആണ് ആദ്യം വരിക, പിന്നെ ഡ്യൂ വരുള്ളൂ. അപ്പോൾ റെസിപ്റ്റ് വരുമ്പോൾ നമ്മൾ ടാക്സ് ചെയ്യും, ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. ഡ്യൂ വരുന്ന സമയത്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, ഇൻകം ആക്കാനൊന്നും നിൽക്കില്ല. ഇനി സാലറി ഔട്ട്സ്റ്റാൻഡിങ് മീൻസ് സാലറി ഈസ് ഡ്യൂ ഫ്രം ദ കമ്പനി, ബട്ട് ഡ്യൂ ടു സം റീസൺസ് യു ആർ അണേബിൾ ടു റിസീവ്. ദ കമ്പനി ഈസ് നോട്ട് മേക്കിംഗ് പേയ്മെൻറ്റ് ടു യു. അപ്പോൾ ഡ്യൂ ആദ്യം സംഭവിച്ചു, പക്ഷേ റെസിപ്റ്റ് എന്ത് ചെയ്തില്ല, വന്നില്ല. ആ കേസിൽ ഏതാണ് ആദ്യം വരുന്നത്? ഡ്യൂ ഫസ്റ്റ്, റെസിപ്റ്റ് സെക്കൻഡ്. അപ്പോൾ ആദ്യം നമ്മൾ എപ്പോഴാണ് ടാക്സ് ചെയ്യുക? ഡ്യൂവിൻ്റെ സമയത്ത്. റെസിപ്റ്റിൻ്റെ സമയത്ത് പിന്നെ ടാക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസിൻ്റെ സമയത്ത് റെസിപ്റ്റ് ഈസ് ഫസ്റ്റ്, ഡ്യൂ ഈസ് സെക്കൻഡ്. അതുപോലെ തന്നെ സാലറി ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ കേസിൽ ഡ്യൂ ഈസ് ഫസ്റ്റ് ആൻഡ് റെസിപ്റ്റ് ഈസ് സെക്കൻഡ്. ഏതാണോ ഫസ്റ്റ് അപ്പം എന്ത് ചെയ്യുക, ടാക്സ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ദെൻ ഫോർഗോയിങ് ഓഫ് സാലറി ഈസ് ട്രീറ്റഡ് ആസ് സാലറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര എന്താ പറയുക, ഒരു ട്രസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. സേ ഫോർ എക്സാമ്പിൾ, അപ്പോൾ നിങ്ങളൊരു മാസത്തെ സാലറി നിങ്ങൾ ഫോർഗോ ചെയ്തു, വേണ്ടെന്ന് വെച്ചു. അപ്പോൾ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും അതും എന്ത് തന്നെയാണ്, നിങ്ങളെ സാലറി ആയിട്ട് ഫോർ എക്സാമ്പിൾ യു ആർ വർക്കിംഗ് ഫോർ എ മന്ത്ലി സാലറി ഓഫ് 50,000. സോ ഇയർലി യു വിൽ ഗെറ്റ് 50,000 ഇൻറ്റു 12, 6 lakh. 1 month salary you foregone as what should I say, charity. അപ്പോൾ നിങ്ങൾ ട്രസ്റ്റിലോട്ട് ഒരു 50,000 റുപ്പീസ് ചാരിറ്റി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ ഇൻകം സാലറി ഇൻകം 5,50,000 അല്ല. ഇൻസ്റ്റെഡ് യുവർ ഇൻകം ഈസ് 6 lakh. ആ 50,000 പഠിപ്പിച്ചേ നിങ്ങൾ എന്തായിട്ട് തന്നെ ടാക്സ് ചെയ്യും, നിങ്ങളുടെ ഇൻകം ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. കാരണം ഫോർഗോയിങ് എന്തല്ല, ഇൻകത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനൊരു റൂട്ടല്ല. സറണ്ടർ ഓഫ് സാലറി പറഞ്ഞാൽ അത് ചുമ്മാ സറണ്ടർ അല്ല, അത് സ്റ്റാറ്റ്യൂട്ട് പ്രകാരം സറണ്ടർ ഓഫ് സാലറി ആക്ട് 1961 ഒക്കെ ഉണ്ട്. ആ സറണ്ടർ പ്രകാരം നിങ്ങൾ ഗവൺമെൻറ്റിലോട്ട് നിങ്ങളുടെ സാലറി നിങ്ങൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും എന്തല്ല, സാലറി അല്ല.
അപ്പോൾ ഇത്രേ ഉള്ളൂ ചാർജിങ് സെക്ഷനിൽ പറഞ്ഞ കാര്യം. ദർ മസ്റ്റ് ബി എംപ്ലോയർ റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ സാലറി ടാക്സബിൾ ഓൺ ഡ്യൂ ഓർ റെസിപ്റ്റ് ബേസിസ് വിച്ച് എവർ ഈസ് ഏർലിയർ. പിന്നെ സറണ്ടർ ഓഫ് സാലറി എന്തല്ല, ഫോർ ഗോയിങ് ഓഫ് സാലറി ഒന്നും എന്തല്ല. സറണ്ടർ ഓഫ് സാലറി ഇൻകമായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല, ഫോർ ഗോയിങ് ഓഫ് സാലറി ഇൻകമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യും. So that's about section 15 charging section. The next thing that we are going to discuss is what are the things to be learned in this chapter. Don't you want to understand? Yes, moving on. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ സാലറിൻ്റെ കോമ്പോണൻറ്റ്, ഇവ ഓരോന്നും നമ്മളെങ്ങനെ ടാക്സ് ചെയ്യും, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സാലറിൻ്റെ കോമ്പോണൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഏതൊരാളെ സാലറിക്കും എപ്പോഴും നമ്മൾ സാലറിൻ്റെ സ്കെയിൽ പറയുന്ന സമയത്ത് ബേസിക് പേ ഉണ്ടാവും. ആ ബേസിക് പേ എന്താണ്, അത് കൂടുതൽ പഠിക്കാനൊന്നുമില്ല. ബേസിക് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് ഒരാൾക്ക് കൊടുക്കുന്ന മിനിമം പേയ്മെൻറ്റ്. പിന്നെ ഒരുപാട് അലവൻസസ് കൊടുക്കും ഒരു എംപ്ലോയിക്ക്. എന്ന് പറഞ്ഞാൽ അലവൻസ് പറഞ്ഞാൽ സ്പെസിഫിക് പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ല, ട്രാവലിംഗ് അലവൻസ്, കമ്മ്യൂണിക്കേഷൻ അലവൻസ്, ഹൗസ് റെൻറ്റ് അലവൻസ്, അതുപോലെ തന്നെ ഹെൽപ്പർ അലവൻസ്, യൂണിഫോം അലവൻസ്, അങ്ങനെ ഒരുപാട് പർപ്പസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റിനെ പറയുന്ന പേരാണ് അലവൻസ്. അലവൻസ് ക്യാഷ് ആയിട്ട് കൊടുക്കുക. ഇനി നെക്സ്റ്റ് വൺ പെർക്വിസിറ്റ്സ്. പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ എംപ്ലോയിക്ക് ഒരുപാട് ഫെസിലിറ്റീസ് കൊടുക്കും. നോൺ മോണിറ്ററി ആണ്, എന്ന് പറഞ്ഞാൽ ക്യാഷ് ആയിട്ടല്ല. എംപ്ലോയിക്ക് കാർ കൊടുക്കും, വീട് കൊടുക്കും, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, TV, AC, അങ്ങനെ കൊടുക്കുന്ന ഐറ്റംസിനെ പറയുന്നത് പെർക്വിസിറ്റ്സ്. പിന്നെ ഒരു എംപ്ലോയി വിടവാങ്ങുന്ന നേരം റിട്ടയർ ആവുന്ന സമയത്ത് ഒരുപാട് പേയ്മെൻറ്റ് കൊടുക്കും. ഏത്, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ, VRS കോമ്പൻസേഷൻ. ഇങ്ങനെ ഈ 4 കോമ്പണൻ്റാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബേസിക് പേ, അലവൻസ്, പെർക്വിസിറ്റ്സ്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഹൗ ടു കമ്പ്യൂട്ട് ദ സാലറി ഇൻകം ഓഫ് എൻ എംപ്ലോയി. ഒരു എംപ്ലോയിൻ്റെ ഒരു ഇയറിലെ സാലറി ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് സിമ്പിൾ ഒരു ഫോർമാറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഐറ്റംസാണ് ക്ലിയർ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ ത്രൂ ഔട്ട് പറയുന്നത്. ഒരു എംപ്ലോയിൻ്റെ സാലറിൻ്റെ കോമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നതിൽ. ആദ്യം ബേസിക് പേ ഉണ്ടാവും, DA, കമ്മീഷൻ, ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ പറയും. അഡ്വാൻസ് സാലറി, അരിയർ സാലറി, അതൊരു ടാക്സബിൾ അലവൻസ്, പിന്നെ റിട്ടയർ ആകുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റുകൾ, ഗ്രാറ്റുവിറ്റി. അപ്പോൾ ഇതെല്ലാവർക്കും എല്ലാ വർഷവും ഗ്രാറ്റുവിറ്റി പെൻഷനൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു എംപ്ലോയി റിട്ടയർ ആവുന്ന ഇയറിൽ മാത്രമേ ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ബട്ട് അതർ തിങ്സ് മോസ്റ്റ് പ്രോബബ്ലി ഒരു എംപ്ലോയിക്ക് ഏതൊക്കെ വർഷം ഉണ്ടോ അതൊക്കെ ഒരേപോലെ യൂണിഫോം ആയിട്ടായിരിക്കും കണ്ടിന്യൂ ആവുക. അപ്പോൾ റിട്ടയർ ആവുന്ന ബെനിഫിറ്റുകൾ ഏതൊക്കെ, ഗ്രാറ്റുവിറ്റി, പെൻഷൻ, ലീവ്, സാലറി, പ്രൊവിഡൻറ്റ് ഫണ്ട്, VRS കോമ്പൻസേഷൻ, റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ. പിന്നെ നമ്മൾ പറഞ്ഞ പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എംപ്ലോയിക്ക് കൊടുക്കുന്ന നോൺ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റുകൾ. അപ്പോൾ അതെന്തുകൊണ്ട് ടാക്സ് ചെയ്യണം, അതെന്താണെന്നില്ലൊക്കെ നമ്മൾ പെർക്വിസിറ്റ്സ് വരുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊരു ഏരിയ തന്നെ കവർ ചെയ്യാണ്ട്. ദെൻ ഈ എമൗണ്ടുകളൊക്കെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടിന് ഫിഗറിനെ പറയുന്ന പേരാണ് ഗ്രോസ് സാലറി. ഗ്രോസ് സാലറിയിൽ നിന്നും നമ്മൾ ഇൻകം ടാക്സിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ 2 ഡിഡക്ഷൻ പറയില്ലേ സെക്ഷൻ 24-ൽ. ഏതൊക്കെ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30%, ഇൻട്രസ്റ്റിൻ്റെ കേസിൽ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിലും DLOP ആണെങ്കിലും ലിമിറ്റ് ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് ഒക്യുപൈഡ് പ്രോപ്പർട്ടിക്ക് ലിമിറ്റ് ഉണ്ട്. ആ കേസൊക്കെ നമ്മൾ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ. അതേപോലെ ഇവിടെ 3 ഡിഡക്ഷൻസ് അല്ലേ സെക്ഷൻ 16-ൽ. ഒന്ന് പ്രൊഫഷണൽ ടാക്സ്, സെക്കൻഡ് വൺ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, തേർഡ് വൺ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഈ 3 ഐറ്റംസും കുറച്ച് കഴിഞ്ഞാൽ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എവിടെ ഉണ്ട്, നമ്മുടെ സാലറിയിലും ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടിയിലും ഉണ്ട് കേട്ടോ. രണ്ടും തമ്മിൽ മാറരുത്. ദെൻ ഇത് 3 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് സാലറി കിട്ടും. ഈ നെറ്റ് സാലറിയാണ് ആ എംപ്ലോയിൻ്റെ ഇൻകം ഫ്രം സാലറി. ഇത് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിലോട്ട് എടുക്കും, പിന്നെ ഡിഡക്ഷൻസ് കുറക്കും. അപ്പോൾ ടോട്ടൽ ഇൻകം, ആ ടോട്ടൽ ഇൻകത്തിൽ നമ്മൾ ടാക്സ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ആ എംപ്ലോയിൻ്റെ എന്ത് ചെയ്യുക, ടാക്സ് ലാബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ, അപ്പോൾ യു ഗോട്ട് ആൻ ഐഡിയ റിഗാർഡിങ് നമ്മൾ ഏതൊക്കെ ഇൻകമാണ് സെക്ഷൻ 15 പ്രകാരം ഇൻകം ഫ്രം സാലറിയിൽ ടാക്സ് ചെയ്യാന്നുള്ളത് നമുക്ക് കിട്ടി. ഒരു എംപ്ലോയിൻ്റെ സാലറി, ടാക്സബിൾ സാലറി നമ്മളെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറി ഇൻകം, ആ കേസിൽ, ആ ഫോർമാറ്റിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു. അതുപോലെ സാലറി എന്താണെന്നുള്ളത് നമ്മൾ ഇവിടെ ടാബിൽ പറഞ്ഞു. ബേസിക് പേ, അലവൻസസ്, പെർക്വിസിറ്റ്സ്, അതുപോലെ തന്നെ അതർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. നൗ വി ആർ ഗോയിങ് ടു ഡീപ്പ്. എങ്ങോട്ടാണ് ഡീപ്പിലോട്ട് പോകുന്നത്, ഓരോ കൺസെപ്റ്റും എന്താണ്, ഏതാണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഫൈൻ. അപ്പോൾ മൂവിങ് ഓൺ. ഫസ്റ്റ് വൺ ബേസിക് സാലറി. ബേസിക് സാലറി പറഞ്ഞാൽ ഏതൊരു എംപ്ലോയിക്കും ബേസിക് ആയിട്ട് കൊടുക്കുന്ന ഒരു പേയ്മെൻറ്റ്. സിമ്പിളായിട്ട് പറഞ്ഞത്, അതിന് ഡെഫിനിഷനൊന്നുമില്ല. എല്ലാ എംപ്ലോയീസിനും ഉള്ളൊരു സാധനമാണ് ഉറപ്പായിട്ട് എന്ത്, ബേസിക് പേ. ബേസിക് പേ ഫുള്ളി ടാക്സബിൾ ആണ്. എന്ന് പറഞ്ഞാൽ ബേസിക് പേ കിട്ടിയോ അത് ഇൻകമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. ഒരു എക്സംഷനോ ഡിഡക്ഷനോ ഒന്നും തന്നെ ഇല്ല. ദാറ്റ്സ് അബൌട്ട് ബേസിക് സാലറി, നത്തിങ് മോർ. സെക്കൻഡ് വൺ ഡിയർനെസ് അലവൻസ്, DA ഈസ് ആക്ച്വലി, നമ്മൾ മലയാളത്തിൽ പറയും ക്ഷാമബത്ത എന്നൊക്കെ പറയും. അതുപോലെ തന്നെ what we say, നമ്മൾ DA ഈസ് പ്രൊവൈഡഡ് ബൈ ആൻ എംപ്ലോയർ ടു എംപ്ലോയി ഫോർ മീറ്റിംഗ് ദ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ലിവിങ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലേഷനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ പർച്ചേസിങ് പവർ കുറയും, സാധനങ്ങളുടെ പ്രൈസുകളൊക്കെ കൂടുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ലിവിങ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DA നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ DAൻ്റെ ഡെഫിനിഷനൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ഇൻകം ടാക്സിൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ DAനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. DA ഇൻ ടേംസും അതുപോലെ തന്നെ DA നോട്ട് ഇൻ ടേംസും. what we say, DA ഇൻ ടേംസും DA നോട്ട് ഇൻ ടേംസും. അപ്പോൾ എന്താണ് DA ഇൻ ടേംസും DA നോട്ട് ഇൻ ടേംസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, DA ഇൻ ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ എംപ്ലോയി
റിട്ടയർ ചെയ്യുന്ന സമയത്ത് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുകൾ നമ്മൾ കൊടുക്കുമല്ലോ, ഗ്രാറ്റുവിറ്റി, അതുപോലെ തന്നെ റിട്രെഞ്ച്മെൻറ്റ്, കോമ്പൻസേഷൻ, അങ്ങനെ ഐറ്റംസ് ഒക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ അത് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡി എനെയും കൂടെ കൺസിഡർ ചെയ്യുമെങ്കിൽ ആ ഡി എനെ പറയുന്ന പേരാണ് ഡി എ ഇൻ ടേംസ്. ഇനി ഇയാൾ റിട്ടയർ ആവുന്ന സമയത്ത് അയാളുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡി എനെ ഇൻക്ലൂഡ് ചെയ്യൂല, എക്സ്ക്ലൂഡാണ് ചെയ്യുന്നതെങ്കിൽ ആ ഡി എനെ പറയുന്ന പേരാണ് ഡി എ നോട്ട് ഇൻ ടേംസ്. I repeat once again, DA can be classified into two: DA forming part of retirement benefit, that means DA in terms. DA not in terms means DA not forming part of retirement benefit. DA forming part of retirement benefit means DA will be taken into consideration while computing the retirement benefits at the time of retirement. If the DA is not forming part of retirement benefits, then the DA will not be considered for computing the retirement benefit of an employee. That's about DA. Next one, commission. കമ്മീഷൻ ഈസ് ഈസി. കമ്മീഷനിലൊന്നുമില്ല. എന്താണ് കേസ്? കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നല്ലെങ്കിൽ വാട്ട് വീസ് യൂഷ്വലി സെയിൽസിൻ്റെ പെർസെൻറ്റേജ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെർസെൻറ്റേജ് ആയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഷോറൂമൊക്കെ ആണെങ്കിൽ ഷോറൂമിലൊക്കെ എംപ്ലോയീസിന് ഒരുപാട് കമ്മീഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസിൻ്റെ പെർസെൻറ്റേജ് ആയിട്ടോ മറ്റോ ഒരു എംപ്ലോയിക്ക് എംപ്ലോയർ കൊടുക്കുന്ന ഒരു പേയ്മെൻറ്റാണ് ആക്ച്വലി എന്ത് കമ്മീഷൻ. ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. ദെൻ ബോണസ് കമ്പനീൻ്റെ പ്രോഫിറ്റ് ഈ വർഷം കൂടുതലാണെങ്കിൽ എംപ്ലോയി കൊടുക്കുന്ന പേയ്മെൻറ്റാണ് ബോണസ്. ദിസ് ഈസ് ആൾസോ ഫുള്ളി ടാക്സബിൾ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ബേസിക് പേ, ഡി എ, കമ്മീഷൻ, ബോണസ് എല്ലാം ഫുള്ളി ടാക്സബിൾ ആണ്. ദെൻ അഡ്വാൻസ് സാലറി, അരിയർ സാലറി. അഡ്വാൻസ് സാലറി നമ്മൾ എപ്പോഴാണ് ടാക്സ് ചെയ്യുക? റെസിപ്റ്റ് ബേസിലാണ് ടാക്സ് ചെയ്യുക. കാരണം നമുക്കറിയാം സെക്ഷൻ 15 പ്രകാരം സാലറി ഈസ് ടാക്സബിൾ ഡ്യൂ ഓർ റെസിപ്റ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ ആണ്. അപ്പോൾ ഏതാണ് ഏർലിയർ? അഡ്വാൻസ് സാലറിൻ്റെ കേസിൽ റെസിപ്റ്റാണ് ഏർലിയർ. അപ്പോൾ റെസിപ്റ്റിൻ്റെ സമയത്താണ് സാലറി ടാക്സ് ചെയ്യുക. ഇനി അരിയർ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്യൂട്ടിലുള്ള സാലറി, അല്ലെങ്കിൽ നമ്മൾ സാലറി ഇപ്പോൾ ഒരു ഐ എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. ഒരു എംപ്ലോയി 2015 മുതൽ സാലറി ഇൻക്രീസ് വേണമെന്ന് പറഞ്ഞിട്ട് എംപ്ലോയർക്കെതിരെ കേസിന് പോയി ഹൈക്കോർട്ടിൽ. അപ്പോൾ ഹൈക്കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നത് 2020 2020 വന്ന സമയത്ത് റൂളിംഗ് പറഞ്ഞ ഇതാണ്: 2015 മുതൽ ഉള്ള റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ, മുൻകാല പ്രാബല്യത്തിൽ ഇയാൾക്ക് സാലറി കൂട്ടി കൊടുക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി വിധി വന്നത്. അപ്പോൾ 2015 മുതൽ 2020 വരെ എത്ര പെൻഡിങ് ഉണ്ടായിരുന്നോ ആ കംപ്ലീറ്റ് എമൗണ്ട് ഇപ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ സാലറി അണ്ടർ ഡിസ്പ്യൂട്ടാണ്. അത് പണ്ട് ഡ്യൂ ആയിട്ട് ഇപ്പോൾ കിട്ടിയൊന്നുമല്ല, ഇപ്പോഴാണ് ആ സംഭവം വന്നത്. അങ്ങനത്തെ പേയ്മെൻറ്റുകളെ പറയുന്ന പേരാണ് എന്ത്? സാലറി ഇൻ അരിയർ. അപ്പോൾ സാലറി ഇൻ അരിയറും എന്ന് പറഞ്ഞാൽ അരിയർ നമ്മൾ കിട്ടുന്ന സമയത്താണ് ടാക്സ് ചെയ്യുക. അതുപോലെ തന്നെ റെസിപ്റ്റ് ആണ് ഏർലിയർ ഏതിൻ്റെ കേസിൽ? നമ്മുടെ അഡ്വാൻസിൻ്റെ കേസിൽ. അതുകൊണ്ട് അത് റെസിപ്റ്റ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുക? ടാക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സാലറിൻ്റെ ഓരോ കോമ്പണൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക് പേ, ഡി എ, അതുപോലെ തന്നെ വാട്ട് വീസ് കമ്മീഷൻ, ബോണസ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി സെക്കൻഡ് പാർട്ടാണ് അലവൻസസ്. അപ്പോൾ ഡി എ ഒരു അലവൻസ് ആണ് കേട്ടോ. ഡി എ അല്ലാത്ത മറ്റ് അലവൻസസുകളാണ് നമ്മൾ പറയാൻ പോണത്. അലവൻസസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ വാട്ട് യു മീൻ ബൈ അലവൻസ് പറഞ്ഞാൽ അലവൻസ് ഈസ് എ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ എംപ്ലോയർ ടു എംപ്ലോയി ഫോർ മീറ്റിംഗ് എ പെർട്ടിക്കുലർ എക്സ്പെൻസ്. ഫോർ എക്സാമ്പിൾ ഐ ഗിവ് യു ആൻ എക്സാമ്പിൾ: മെഡിക്കൽ അലവൻസ്. Medical allowance is an allowance provided by or an amount in cash paid by the employer to employee for meeting the medical expenditures of the employee and his family. എംപ്ലോയിൻ്റെയും ഫാമിലിൻ്റെയും മെഡിക്കൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയി കൊടുക്കുന്ന പേയ്മെൻ്റ് ആണ് ആക്ച്വലി എന്ത്? മെഡിക്കൽ അലവൻസസ്. അപ്പോൾ അലവൻസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ എംപ്ലോയർ ടു എംപ്ലോയി ഫോർ മീറ്റിംഗ് എ പെർട്ടിക്കുലർ പർപ്പസ്. ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ ക്യാഷിലാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഐ ക്യാൻ ക്ലാസിഫൈ ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാ അലവൻസിനെയും എനിക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ എക്സാക്ട് ക്ലാസിഫിക്കേഷൻ ഒന്നും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റില്ല. ബട്ട് ടു മേക്ക് യുവർ സ്റ്റഡി ഈസിയർ ഐ ആം ജസ്റ്റ് മേക്കിംഗ് ദിസ് ക്ലാസിഫിക്കേഷൻ. ദ എൻറ്റയർ അലവൻസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. ഫസ്റ്റ് വൺ, fully exempted allowances, partially exempted allowances, fully taxable allowances. So to begin with, I should explain what do you mean by exempt. ഇൻകം ടാക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന 2 ബെനിഫിറ്റുകളാണ് ആക്ച്വലി എക്സംഷനും ഡിഡക്ഷനും. എക്സംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സിൽ ഒരു ഇൻകം എക്സംപ്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ആൻ ഇൻകം, അത് ഇൻകം അല്ല. ഇൻകം ടാക്സിൽ ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു ഇൻകം എക്സംപ്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഇൻകം. അതുപോലെ തന്നെ ഇൻകം ടാക്സിൽ ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകത്തിൽ നിന്നും റെഡ്യൂസ് ചെയ്യാൻ അനുവദിക്കുന്നതിന് പറഞ്ഞ പേരാണ് എന്ത്? ഡിഡക്ഷൻ. അപ്പോൾ എക്സംപ്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ അത് ഇൻകം ടാക്സിൽ ഇൻകം അല്ല. അതുകൊണ്ട് നമ്മളത് ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് ദ കേസ്. അപ്പോൾ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്, ഈ അലവൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലവൻസ് കംപ്ലീറ്റ് ആയിട്ട് എന്താണ്? എക്സംപ്റ്റ് ആണ്. അപ്പോൾ ഈ അലവൻസ് ഒരു എംപ്ലോയി കിട്ടുന്നത് ബെനിഫിറ്റ് ആണോ? ബെനിഫിറ്റ് അല്ലേ? അബ്സല്യൂട്ട്ലി ഇറ്റ്സ് ബെനിഫിറ്റ്. ഇറ്റ് ഈസ് ടാക്സ് ഫ്രീ. യു നീഡ് നോട്ട് പേ എനിത്തിങ് ഓൺ ദിസ് അലവൻസ് ബിക്കോസ് ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് അല്ലേ? അപ്പോൾ കംപ്ലീറ്റ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ ഇതിന് എന്ത് വരില്ല? ടാക്സ് വരില്ല. ടാക്സബിളിങ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവും? ഇല്ല. അപ്പോൾ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ഏതെങ്കിലും ഒരു എംപ്ലോയിക്ക് കിട്ടിക്കഴിഞ്ഞാൽ യു ഷുഡ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദീസ് അലവൻസസ് വൈൽ കമ്പ്യൂട്ടിംഗ് ദ ടോട്ടൽ ഗ്രോസ് സാലറി because you need not pay any tax on this. This is exempted. We are going to discuss what are the fully exempted allowances. Allowances to high court judges കൊടുക്കുന്ന allowance. Then allowances received from UNO. If an employee is working as a member of UNO, United Nations organizations, any allowances provided by UNO to that employee is exempt.
Then sumptuary allowances given to High Court judges. This is also an allowance specifically to judges. Compensatory allowance received by judge. ഇതൊക്കെ ആക്ച്വലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ജഡ്ജസിനും ഹൈക്കോടതി ജഡ്ജസ് സുപ്രീം കോടതി ജഡ്ജിനൊക്കെ കൊടുക്കുന്ന അലവൻസ്. കാരണം ദേ ആർ ഹാവിങ്, ഇതിനാണ് ഈ ജഡ്ജസിനൊക്കെ ഒരുപാട് അലവൻസിന് എക്സംഷൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഷുഡ് ഹാവ് ഓൾ ദ വാട്ട് ഷുഡ് ഐ സേ പ്രിവിലേജസ് ബീങ് ആൻ എംപ്ലോയി ഓഫ് ദ ഗവൺമെൻറ്. അപ്പോൾ നമ്മുടെ ജഡ്ജിന് സാലറി വളരെ കുറവാണ്, ഒരു സൗകര്യമില്ല എങ്കിൽ നമ്മുടെ ജഡ്ജിനൊക്കെ ആർക്കും എത്രയും പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ജുഡീഷ്യറിൻ്റെ ഒരു ഫെയിലിയർ ആയിരിക്കും. അതുകൊണ്ടാണ് ജഡ്ജസിനൊക്കെ ഒരുപാട് ഇൻകം ടാക്സ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഫൈൻ. അപ്പോൾ ജഡ്ജസിനുള്ള 3 അലവൻസ്, എനി അലവൻസ്, പിന്നെ സംച്വറി അലവൻസ്, കോമ്പൻസേറ്ററി അലവൻസ്, പിന്നെ UNOൻ്റെ മെമ്പേഴ്സിനുള്ള അലവൻസ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അലവൻസസ് ഓർ പെർക്വിസിറ്റ്സ് പെയ്ഡ് ഓർ അലൗഡ് ആസ് സച്ച് ഔട്ട്സൈഡ് ഇന്ത്യ ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഫോർ സർവീസ് ഇൻട്രോഡ്യൂഷൻ. അങ്ങനെയൊന്നുമില്ലടോ. നമ്മുടെ അംബാസഡേഴ്സ് അതുപോലെ തന്നെ ഫോറിൻ എംബസീസിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അലവൻസസ് ടു എംപ്ലോയീസ് വർക്കിംഗ് ഔട്ട്സൈഡ് ഇന്ത്യ പെയ്ഡ് ബൈ ദ ഗവൺമെൻറ്, ദേ ആർ വർക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് അവർ ഗവൺമെൻറ്. നമ്മുടെ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട്, നമ്മുടെ വിദേശത്തിലെ ചേട്ടന്മാരും അമ്മമാരും അങ്കിൾമാരും എന്നല്ല കേട്ടോ, നമ്മുടെ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് എംബസീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അലവൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ അലവൻസ് കംപ്ലീറ്റ് എന്താണ്, എക്സംപ്റ്റ് ആണ്. അപ്പോൾ അവർക്ക് അവരുടെ ബേസിക് പേ മാത്രമേ സാലറി, പിന്നെ നമ്മൾ അവർക്ക് എന്ന് പറഞ്ഞാൽ ഫോറിൻ എംബസീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ ടാക്സ് ഉണ്ടോയെന്നില്ലാതെ നമ്മൾ ഇൻകം ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ സെക്ഷൻ 9 നമ്മൾ പറഞ്ഞതാണ്. ഹോപ്പ് യു റിമെമ്പർ ദാറ്റ്. ഫൈൻ. അപ്പോൾ ഈ 6 ഇൻകംസാണ് എന്ത്, ഇൻകം കംപ്ലീറ്റ്ലി എക്സംപ്റ്റ്. ഹൈക്കോടതി ജഡ്ജസിൻ്റെ 3 കേസ്, അതുപോലെ തന്നെ UNOൻ്റെ മെമ്പർ, അതുപോലെ തന്നെ എംബസീസിലും അതുപോലെ തന്നെ അംബാസഡേഴ്സിനും ഒക്കെ കൊടുക്കുന്ന പേയ്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇനി അലവൻസസ് വിച്ച് ആർ പാർഷ്യലി ടാക്സബിൾ. പാർഷ്യലി ടാക്സബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യലി എക്സംപ്റ്റ് ആണല്ലോ. ഒരു ഭാഗം ടാക്സബിൾ ആണെന്ന് പറഞ്ഞാൽ അനദർ പോർഷൻ എന്താണ്, എക്സംപ്റ്റ് ആണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ പാർഷ്യലി ടാക്സബിൾ ഓർ പാർഷ്യലി എക്സംപ്റ്റ്. സോ ഈ അലവൻസസ് പാർഷ്യലി ടാക്സബിളിനെ ഐ ക്യാൻ ക്ലാസിഫൈ ഇൻ ടു 2. അത് നമ്മൾ ഒരു ഇങ്ങനെ സെക്ഷൻ 10(14) ഈ അലവൻസിൻ്റെ എക്സംപ്ഷൻ പറയുന്നത്. അതിൽ അലവൻസസ് എക്സംപ്റ്റ് അപ് ടു എക്സ്പെൻഡിച്ചർ ഇൻകേർഡ്. അലവൻസ് എക്സംപ്റ്റ് അപ് ടു എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ ഐ വിൽ ഗിവ് ആൻ എക്സാമ്പിൾ. യൂണിഫോം അലവൻസ്. യൂണിഫോം അലവൻസ് എല്ലാ ആർമി ഓഫീസേഴ്സിനും പോലീസ് ഓഫീസേഴ്സിനും ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു അലവൻസാണ്. സേ ഫോർ എക്സാമ്പിൾ ഐ ആം ആൻ IPS ഓഫീസർ ആൻഡ് ഐ ആം റിസീവിംഗ് എ യൂണിഫോം അലവൻസ് ഓഫ് 21,000 rupees per year. അപ്പോൾ ഈ അലവൻസ് ആക്ച്വലി ഒരു ഇൻകമാണ്, എനിക്ക് ഇത് ടാക്സ് ചെയ്യണം. പക്ഷേ ഈ യൂണിഫോം അലവൻസ് എനിക്ക് തരുന്നത് യൂണിഫോം മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 21,000 rupees യൂണിഫോം അലവൻസ് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഐ സ്പെൻഡ് ഓൺലി 15,000 ഫോർ ദ പർപ്പസ് ഓഫ് യൂണിഫോം. അങ്ങനെ ഞാൻ എത്രയാണോ ചിലവാക്കിയത് ആ 15,000 നിനക്ക് എക്സംഷൻ കിട്ടും. ചിലവാക്കാത്ത പോർഷൻ എന്താണ്, ടാക്സബിൾ ആണ്. അങ്ങനത്തെ അലവൻസുകളിൽ പറഞ്ഞ പേരാണ് എന്ത്, അലവൻസ് എക്സംപ്റ്റ് അപ് ടു എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് എന്ന് പറഞ്ഞാൽ യൂണിഫോം അടിക്കാൻ വേണ്ടി അലവൻസ് തന്നു, ഒരു പെർട്ടിക്കുലർ എക്സ്പെൻസിന് വേണ്ടി അലവൻസ് തന്നു. ആ പെർട്ടിക്കുലർ എക്സ്പെൻസിന് എക്സ്പെൻസ് എത്രയാണോ ഞാൻ ചിലവാക്കിയത് ആ ചിലവാക്കിയ പോർഷൻ എക്സംപ്റ്റ് ആണ്, ചിലവാക്കാത്ത പോർഷൻ എന്താണ്, ടാക്സബിൾ ആണ്. ദി സെക്കൻഡ് വൺ, അലവൻസ് എക്സംപ്റ്റ് അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ്. അലവൻസ് തന്നത് എന്തോ പർപ്പസിന് വേണ്ടിയിട്ടാണ്, പക്ഷേ ആ പർപ്പസിന് വേണ്ടി എത്ര പൈസ ചിലവാക്കിയെന്നൊന്നും ഈ കേസിൽ നമ്മൾ നോക്കില്ല. ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് ഇൻകം ടാക്സ് പറയുന്നുണ്ട്, ആ ലിമിറ്റ് വരെ ഇതെന്താണ്, എക്സംപ്റ്റ് ആണ്, ബാക്കി എന്താണ്, ടാക്സബിൾ ആണ്. അപ്പോൾ പാർഷ്യലി ടാക്സബിൾ അലവൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് വി ഡിസ്കസ്ഡ് ഫുള്ളി ടാക്സബിൾ അലവൻസസ്. അപ്പോൾ പാർഷ്യലി ടാക്സബിൾ അലവൻസിൻ്റെ ഫസ്റ്റ് കാറ്റഗറി അലവൻസ് എക്സംപ്റ്റ് അപ് ടു എക്സ്പെൻഡിച്ചർ ഇൻകേർഡ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 14(1) പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ട്രാവലിംഗ് അലവൻസ്. ട്രാവലിംഗ് അലവൻസ് പറഞ്ഞാൽ വീട്ടിൽ ടൂറോ വല്ല അലവൻസ് അല്ല, നമ്മുടെ ബിസിനസ് ടൂർസോ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫറൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വന്ന ട്രാവൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രാൻസ്ഫർ ഓർ ടൂർ, ബിസിനസ് ടൂർ കേട്ടോ, ഇതുമായി ബന്ധപ്പെട്ട് വന്ന ട്രാവലുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അലവൻസ് തന്നു കഴിഞ്ഞാൽ ആക്ച്വലി എത്രയാണോ എക്സ്പെൻസ് ഇൻകർ ചെയ്തത് ആ എക്സ്പെൻസ് ഇൻകർ ചെയ്ത പോർഷൻ വരെ എക്സംപ്റ്റ് ആണ്, ബാക്കിയാണ് ടാക്സബിൾ. അതുപോലെ തന്നെ ടൂറോ അതുപോലെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ജേണിയോ മറ്റുമായി ബന്ധപ്പെട്ട് എനിക്ക് ഡെയിലി അലവൻസ് തന്നു എൻ്റെ കമ്പനി എങ്കിൽ ആ ഡെയിലി അലവൻസിൽ നിന്നും ഞാൻ ആക്ച്വലി എത്രയാണോ സ്പെൻഡ് ചെയ്തത് ആ സ്പെൻഡ് ചെയ്ത പോർഷൻ വരെ എക്സംപ്റ്റ് ആണ്, ബാക്കി ടാക്സബിൾ ആണ്. നെക്സ്റ്റ് വൺ കൺവെയൻസ് അലവൻസ്. കൺവെയൻസ് അലവൻസ് ഈസ് ലൈക്ക് ട്രാവൽ അലവൻസ്. പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് അലവൻസ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി എത്രയാണോ സ്പെൻഡ് ചെയ്തത് ആ എമൗണ്ട് വരെ എൻ്റെ ഇൻകം എന്താണ്, എക്സംപ്റ്റ് ആണ്, ബാക്കി ടാക്സബിൾ ആണ്. ഹെൽപ്പർ അലവൻസ് പറഞ്ഞാൽ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് വീട്ടിലെ അടുക്കള ജോലിക്കോ സെർവൻറ്റോ ഡ്രൈവറോ എന്നല്ല, പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടിക്ക് വേണ്ടി ഞാനൊരു ഒഫീഷ്യൽ അസിസ്റ്റൻറ്റിനെ ഞാൻ എന്ത് ചെയ്തു, അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സാലറി കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കമ്പനി സേ ഫോർ എക്സാമ്പിൾ ഗേവ് മീ 20,000 rupees per month. So this is the helper allowance I received from my company and I actually paid him a salary of 15,000 only. So the helper allowance received 20,000, ഹെൽപ്പർ പേയ്മെൻറ്റ് ഓർ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ഹെൽപ്പർ ഈസ് ഓൺലി 15,000. അപ്പോൾ ബാക്കി ആ 15,000 എക്സംപ്റ്റ് ആണ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ്, ബാക്കി 5,000 എന്താണ്, ടാക്സബിൾ ആണ്. ദെൻ റിസർച്ച് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയിക്ക്
അക്കാഡമിക് ആയിട്ടുള്ള റിസർച്ച് ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അലവൻസ് ആണ്. ഈ അലവൻസിനും കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി എത്രയാണോ ഈ റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മുടെ എംപ്ലോയി സ്പെൻഡ് ചെയ്തത്, ആ സ്പെൻഡ് ചെയ്ത പോർഷൻ വരെ ടാക്സബിൾ എക്സെപ്റ്റ് ആണ്. അൺസ്പെൻഡ് പോർഷൻസ് എന്താണ്, ടാക്സബിൾ ആണ്. യൂണിഫോം അലവൻസ് ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ ഇൻ ദ കേസ് ഓഫ് IPS ഓഫീസർ. അപ്പോൾ ഈ അലവൻസുകളുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പർപ്പസിന് മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അലവൻസ് തന്നതാണ്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ആ പർപ്പസിന് വേണ്ടി ഞാൻ എത്ര എമൗണ്ട് ആണോ സ്പെൻഡ് ചെയ്തത്, ആ സ്പെൻഡ് ചെയ്ത പോർഷൻ എക്സെപ്റ്റ് ആണ്. അൺസ്പെൻഡ് പോർഷൻ എന്താണ്, ടാക്സബിൾ ആണ്. ഇതിന് എക്സാമ്പിൾസ് ആണ് ട്രാവലിംഗ് അലവൻസ്, കൺവെയൻസ് അലവൻസ്, യൂണിഫോം അലവൻസ്, റിസർച്ച് അലവൻസ്, ഹെൽപ്പർ അലവൻസ് ആൻഡ് വൺ മോർ ഡെയിലി അലവൻസ്. ഇതാണപ്പോൾ അലവൻസ് എക്സെപ്റ്റ് അപ് ടു എക്സ്പെൻഡിച്ചർ ഇൻകേർഡിൻ്റെ കാറ്റഗറി. ആൻഡ് സെക്കൻഡ് കാറ്റഗറി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അലവൻസ് ആണ്. അലവൻസിൽ ഫുള്ളി ടാക്സബിൾ അലവൻസ് പറഞ്ഞു. ഇനി പാർഷ്യലി ടാക്സബിൾ അലവൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർഷ്യലി ടാക്സബിൾ അലവൻസിൽ രണ്ട് കാറ്റഗറി, അലവൻസ് എക്സെപ്റ്റ് അപ് ടു എക്സ്പെൻഡിച്ചർ ഇൻകേർഡ്, സെക്കൻഡ് വൺ അലവൻസ് എക്സെപ്റ്റ് അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ്. ഓക്കെ, അപ്പോൾ അലവൻസ് എക്സെപ്റ്റ് അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദർ ഇസ് എ കറക്ഷൻ, അലവൻസ് എക്സെപ്റ്റ് അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ്. അപ്പോൾ ഇതിൽ ആക്ച്വലി ഇതും നമുക്ക് ഒരു എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടി തന്നാണ്. ബട്ട് ഹിയർ വി ഡോണ്ട് കൺസിഡർ ദ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ്. ഒരു ഫിക്സ്ഡ് എമൗണ്ട്, അത് ഇൻകം ടാക്സ് പറയുന്നുണ്ട്, ആ എമൗണ്ട് എന്താണ്, എക്സെപ്റ്റ് ആണ്. ബാക്കി എമൗണ്ട് എന്താണ്, ടാക്സബിൾ ആണ്. സേ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ ഓരോ അലവൻസ് ആണ്. സ്പെഷ്യൽ കോമ്പൻസേറ്ററി ഒരു ട്രൈബൽ ഏരിയ അലവൻസ്, ഒരു എംപ്ലോയിക്ക് ട്രൈബൽ ഏരിയ അലവൻസ് കിട്ടി കഴിഞ്ഞാൽ 200 പെർ മന്ത് എന്താണ്, എക്സെപ്റ്റ് ആണ്. സെക്കൻഡ് വൺ അലവൻസ് ടു എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം. സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ KSRTC എംപ്ലോയീസ്, അല്ലെങ്കിൽ നമ്മുടെ ഈ പാസഞ്ചർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഗുഡ്സ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യുന്ന ഡ്രൈവർ, അതുപോലെ തന്നെ കണ്ടക്ടർ, ഇവർക്ക് കൊടുക്കുന്ന അലവൻസാണ് അലവൻസസ് ടു എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അങ്ങനെ അവർക്ക് കൊടുത്ത അലവൻസിൽ ആക്ച്വൽ 70% ഓഫ് അലവൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എത്ര അലവൻസ് കിട്ടിയത് അതിൻ്റെ 70% or 10,000 വിച്ച് ഈസ് ഹയർ. സേ ഫോർ എക്സാമ്പിൾ ഐ എം എ KSRTC ബസ് കണ്ടക്ടർ, ഐ ഗോട്ട് എ ട്രാൻസ്പോർട്ട് അലവൻസ് ഓഫ് what we say 20,000. അങ്ങനെയെങ്കിൽ rupees 10,000 അല്ലെങ്കിൽ 70% ഓഫ് what we say, so 70% of such allowance. Say for example 20,000 into 70%, 14,000 or 10,000 whichever is lower. അപ്പോൾ ഇവിടെ 10,000 ആണ് ലോവർ. അപ്പോൾ 20,000 കിട്ടി കഴിഞ്ഞാൽ 10,000 മാക്സിമം എക്സംഷൻ കിട്ടുള്ളൂ. ബാക്കി 10,000 എന്താണ്, ടാക്സബിൾ ആണ്. അപ്പോൾ അലവൻസസ് ടു എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഈ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഫോർ ദ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിൻ്റെ എക്സംഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 per month per child up to a maximum of 2 children. Say for example I am having 2 children, എനിക്ക് 200 per month ഒരു മന്ത് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 100 into 2 എനിക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചൈൽഡിന് 200, അങ്ങനെ ടോട്ടൽ 2 ചൈൽഡിന്, അപ്പോൾ 200 into 2 400 ആണ് എനിക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട്. ബട്ട് എക്സംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കിട്ടത്തുള്ളൂ പെർ മന്ത് എക്സംഷൻ. അപ്പോൾ എനിക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് 200 into 4 ആണ്. മൈനസ് എക്സംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പെർ മന്ത് പെർ ചൈൽഡ് ഇൻറ്റു 2 ചിൽഡ്രന് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ എൻ്റെ എക്സംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ആണ്. അപ്പോൾ പെർ മന്ത് ടാക്സബിൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ആയിരിക്കും. ഇനി സേ ഫോർ എക്സാമ്പിൾ ഐ ഹാവ് 5 children and I am getting a children education allowance of rupees 100 per month. No, 100 അല്ല, 200 per month കിട്ടുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് റിസീവ്ഡ് വിൽ ബി, ടോട്ടൽ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് റിസീവ്ഡ് വിൽ ബി 500 into 200, 5 into 200 is equal to 1000 less exempted children education allowance is equal to, exempted is equal to 100 into 2 ചിൽഡ്രന് 100 rupees പെർ മന്ത് വെച്ചേ കിട്ടത്തുള്ളൂ. സോ ടാക്സിബിൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് പെർ മന്ത് എന്ന് പറഞ്ഞാൽ 1000 മൈനസ് 200 ഈസ് ഈക്വൽ ടു 800. ടോട്ടൽ ടാക്സിബിൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ഡ്യൂറിംഗ് ദ ഇയർ ഈസ് ഈക്വൽ ടു 800 into 12 ഈസ് ഈക്വൽ ടു 9,600. ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടിംഗ് ടാക്സിബിൾ ആൻഡ് എക്സംപ്റ്റഡ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. 2 പേർക്കേ കിട്ടത്തുള്ളൂ, 2 ചിൽഡ്രനെ കിട്ടും. എത്ര കുട്ടികളുണ്ടെങ്കിലും എത്ര കുട്ടികൾക്ക് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടിയാലും എക്സംഷൻ 2 കുട്ടികൾക്ക് കിട്ടുള്ളൂ, 100 per month. സിമിലർ ദാറ്റ് ഓഫ് എഡ്യൂക്കേഷൻ അലവൻസ്. നെക്സ്റ്റ് അലവൻസ് ആണ് ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ്. 2 സ്റ്റുഡൻസിനെ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ 2 ചിൽഡ്രനെ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ 100 rupeesന് പകരം 300 per month ആണെന്ത്, എക്സംഷൻ. സോ കീപ്പ് ഇൻ മൈൻഡ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് 100 per month പെർ ചൈൽഡ് 2 ചിൽഡ്രൻ ആണ്. ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് 300 per month പെർ ചൈൽഡ് അപ് ടു എ മാക്സിമം ഓഫ് 2 ചിൽഡ്രൻ. ഈ ട്രാൻസ്പോർട്ട് അലവൻസ് ഗ്രാൻഡഡ് ടു ആൻ എംപ്ലോയി വിത്ത് ഡിസബിലിറ്റി. ഇത് ശ്രദ്ധിക്കണം, ട്രാൻസ്പോർട്ട് അലവൻസ് എക്സംഷൻ ഉള്ളത് എംപ്ലോയി വിത്ത് ഡിസബിലിറ്റി മാത്രമാണ്. കാരണം ആസ് ഫാർ ആസ് ആൻ എംപ്ലോയി ഈസ് കൺസേൺഡ് ഹാവിംഗ് ഡിസബിലിറ്റി, ഹി വിൽ ഹാവ് ടു ഇൻകർ എക്സ്ട്രാ ചാർജസ് ഫോർ വാട്ട് വി സേ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ട്രാവലിംഗ്. ഇപ്പോൾ ഒരു ബ്ലൈൻഡ് ആയ ഡെഫ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ
ട്രാവൽ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. നോട്ട് ലൈക്ക് യൂഷ്വൽ ഹ്യൂമൻ ബീയിങ്, നോർമൽ ഹ്യൂമൻ ബീയിങ്. സോ ടു പ്രൊവൈഡ് എ റിലീഫ് ടു ദം, ഇൻകം ടാക്സ് ഈസ് അലവിങ് എക്സംഷൻ ടു ട്രാൻസ്പോർട്ട് അലവൻസ് റിസീവ്ഡ് ബൈ എംപ്ലോയി ഹാവിങ് ഡിസബിലിറ്റി. അവർക്ക് 3,200 പെർ മന്ത് എക്സംഷൻ ഉണ്ട്. ദെൻ അണ്ടർഗ്രൗണ്ട് അലവൻസ് 800 പെർ മന്ത്. അപ്പോൾ ട്രാൻസ്പോർട്ട് അലവൻസ് ഡിസബിലിറ്റിയിലെ എംപ്ലോയി ആണെന്ന് പറഞ്ഞാൽ മാത്രമേ ട്രാൻസ്പോർട്ട് അലവൻസിന് എക്സംഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതർവൈസ് ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. Then another important allowance, that is house rent allowance. House rent allowance is very important. House rent allowance പറഞ്ഞു കഴിഞ്ഞാൽ this is an allowance provided by employer to employee for meeting the rental expenses. എംപ്ലോയിൻ്റെ റെൻ്റൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർ കൊടുക്കുന്ന അലവൻസിനെ പറയുന്ന പേരാണ് ഹൗസ് റെൻ്റ് അലവൻസ്. ഹൗസ് റെൻ്റ് അലവൻസിൻ്റെ ഒരു പെർട്ടിക്കുലർ പോർഷൻ എക്സെംപ്റ്റ് ആണ്. സോ ഏത് പോർഷനാണ് എക്സെംപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 10(13)(a) ആ ഹൗസ് റെൻ്റ് അലവൻസിൻ്റെ എക്സെംഷനെ കുറിച്ച് പറയുന്നത്. സോ ആസ് യു ഓൾ നോ, എക്സെംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും സെക്ഷൻ 10 ഓവറോൾ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട എല്ലാ എക്സെംഷൻസും പറയുന്നത്. ഇതിൽ സെക്ഷൻ 10(13)(a) HR-ൻ്റെ എക്സെംഷൻ പറയുന്നത്. HR-ൻ്റെ എക്സെംഷൻ പറയുന്നതെന്ന് വെച്ചാൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സെംപ്റ്റ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു എംപ്ലോയിക്ക് HR റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഹി നീഡ് ടു മേക്ക് എ കാൽക്കുലേഷൻ റിഗാർഡിംഗ് വാട്ട് ഈസ് ദ എമൗണ്ട് എക്സെംപ്റ്റഡ്, വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് എക്സെംപ്റ്റഡ് HR. അപ്പോൾ ആ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 കാൽക്കുലേഷൻ ചെയ്യണം. ആ കാൽക്കുലേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആക്ച്വൽ HR റിസീവ്ഡ്, സെക്കൻഡ് വൺ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി ആൻഡ് 40% ഓർ 50% ഓഫ് സാലറി. ഈ 3 വർക്കിങ്സ് ചെയ്തിട്ട് ഇതിൽ ഏതാണോ ഏറ്റവും ചെറുത് ദാറ്റ് പോർഷൻ വിൽ ബി എക്സെംപ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എംപ്ലോയിൻ്റെ സാലറി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ സാലറി ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ പല സ്ഥലത്തും സാലറി എന്ന് പറയും. ഈ ഓരോ സ്ഥലത്തും സാലറിൻ്റെ മീനിങ് ഓരോ സ്ഥലത്തും ഓരോന്നാണ്. അപ്പോൾ ഇവിടെ HR-ൻ്റെ കമ്പ്യൂട്ടേഷനിൽ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് പേയും പിന്നെ DA ഫോമിങ് പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. DA ഇൻ ടേംസ് എന്ന് പറഞ്ഞാൽ DA ഫോമിങ് പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. DA എന്താണെന്നുള്ളതും ഫോമിങ് പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ലാസ്റ്റ് ക്ലാസ്സിൽ, ഈ ക്ലാസ് തന്നെ. ദെൻ കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ. എന്തിനെങ്കിലും ബേസിലുള്ള കമ്മീഷനല്ല, കമ്മീഷൻ ടേൺ ഓവറിൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ ആ കമ്മീഷൻ നമ്മൾ എടുക്കും. അങ്ങനെ ആ എമൗണ്ടിനെ പറഞ്ഞ പേരാണ് എന്ത്, സാലറി. അപ്പോൾ ഈ സാലറി നമ്മൾ കണ്ടിട്ട് ആക്ച്വൽ HR റിസീവ്ഡ് എടുക്കുക, റെൻറ്റ് പെയ്ഡിൽ നിന്ന് 10% ഓഫ് സാലറി കുറക്കുക, 40% ഓഫ് സാലറി, അതുപോലെ തന്നെ 50% ഓഫ് സാലറിയാണ് നിങ്ങൾ എടുക്കേണ്ടത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയിക്ക് കൊടുത്ത സ്റ്റേ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ ഇതുപോലത്തെ മെട്രോ സിറ്റീസിലാണ് സ്റ്റേ കൊടുത്തതെന്നുണ്ടെങ്കിൽ നമ്മൾ 50% ഓഫ് സാലറി എടുക്കാറുണ്ട്. അതല്ലാത്ത എനി അതർ ഏരിയ ദ അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ്, ദെൻ യു ഷുഡ് ടേക്ക് 50% ഓഫ് സാലറി. ലെറ്റ്സ് ഡു ആൻ എക്സാമ്പിൾ ഓൺ HR. So let's do an example. Mr. Rajkumar has the following receipts from his employer. Basic pay ഉണ്ട് 3,000 per month. Dearness allowance ഉണ്ട്. DA forming part ആണോന്ന് പറഞ്ഞിട്ടില്ല. If it is forming part then only will be take for computation of HRA. Then commission ഉണ്ട്. Motor car for personal use. House rent allowance 900 per month. So the total house rent allowance received by the employee from employer is 900 per month into 12. 900 per month into 12, 10,800. Then you need to compute exemption available under section 10(13)(a). അപ്പോൾ എക്സംഷൻ എന്താ നമുക്കറിയാം. ആക്ച്വൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആണ്. ആക്ച്വൽ HR റിസീവ്ഡ്, റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി, 40% ഓർ 50% ഓഫ് സാലറി. അപ്പോൾ നമുക്കിവിടെ 40%, 50% അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കറിയാം വാട്ട് മീൻസ് നമ്മുടെ ഈ ഫിഗർ എടുക്കാൻ വേണ്ടിയിട്ട് വി ഷുഡ് നോ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് സാലറി. സാലറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബേസിക് പേ പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് പ്ലസ് കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ. സോ ആദ്യം നമ്മൾ കാണേണ്ടത് ഇവിടെ നമ്മൾ കാണേണ്ടത് സാലറിയാണ്. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് സാലറി. അപ്പോൾ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫൈൻഡ് ഔട്ട് ദ ക്വസ്റ്റ്യൻ ലാസ്റ്റ് പറയുന്നുണ്ട്, ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ഓഫ് HR എലിജിബിൾ ഫോർ എക്സംഷൻ ടു മിസ്റ്റർ രാജ്കുമാർ അസ്യൂമിംഗ് ദാറ്റ് ഹി പെയ്ഡ് എ റെൻറ്റ് ഓഫ് 100,000 per month ഫോർ ഹിസ് അക്കോമഡേഷൻ അറ്റ് കാൺപൂർ. DA ഫോം പാർട്ട് ഓഫ് സാലറി ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. DA ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ആണ്. യു നീഡ് ടു വറി അറ്റ് ഓൾ. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് സാലറി. സാലറി എന്ന് പറഞ്ഞാൽ വി നോ നമ്മുടെ ബേസിക് പേ ഉണ്ട് 3,000 per month. പിന്നെ വാട്ട് എൽസ്, പിന്നെ DA ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ആണെന്ന് ക്ലിയർലി ക്വസ്റ്റ്യനിൽ പറഞ്ഞുകൊണ്ട് വി ഷുഡ് ടേക്ക് DA ആൾസോ.
ഇനി കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ ആണോ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. സോ വി ആർ അസ്യൂമിങ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ടേൺ ഓവർ. കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കമ്മീഷൻ ടോട്ടലായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. സോ വി ഗോട്ട് ദ സാലറി ആസ് 43,200. ഇനി നമ്മൾ വർക്കിങ്സ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ HR റിസീവ്ഡ്. ആക്ച്വൽ HR റിസീവ്ഡ് ഈസ് ഈക്വൽ ടു 10,800. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. ക്വസ്റ്റ്യൻ ക്ലിയർലി സേസ് ദാറ്റ് നമ്മൾ 1,000 പെർ മന്ത് ആണ് റെൻറ്റ് കൊടുക്കുന്നത്. സോ ടോട്ടൽ റെൻറ്റ് വിൽ ബി 12,000 മൈനസ് 10% of salary you have computed into 10%. then last one 40 or 50% of salary. സ്റ്റേ എവിടെ, നമ്മുടെ ഡൽഹി അതുപോലെ തന്നെ ചെന്നൈ, മുംബൈ, കൽക്കത്ത എന്നുള്ള ഏരിയയിലാണോ സ്റ്റേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് നമ്മൾ എത്ര പെർസെൻറ്റേജ് ഓഫ് സാലറി എടുക്കേണ്ടത്? 40% ഓഫ് സാലറിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. 40% ഓഫ് സാലറി, 40% ഓഫ് സാലറി ദാറ്റ് കംസ് ടു 17,280. So out of this the least amount is 7,680. 7,680 will be provided as deduction. So not deduction, exemption. So the balance HRA taxable will be 3,120. HRA taxable 3,120. So this is the way of doing HRA problems. HRA വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. It will be surely asked for the examination. So നിങ്ങൾ ഈ കണ്ടീഷൻസ് പഠിക്കുക, കണ്ടീഷൻസ് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് പഠിക്കുക. Hope you are clear. Moving on to next problem. Next we are going to have a problem regarding allowances. Srikanth has 2 sons. He is in receipt of children education allowance of 150 per month for his elder son and 70 per month for his younger son. So he is having 2 sons. അപ്പോൾ ഫസ്റ്റ് സണ്ണിന് 150 പെർ മന്താണ് എഡ്യൂക്കേഷൻ അലവൻസ്, സെക്കൻഡ് സണ്ണിന് 70 പെർ മന്താണ്. സെക്ഷൻ 10(14)(2) പ്രകാരം അലവൻസസ് എക്സെപ്റ്റ് അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റിൽ നമുക്കറിയാം. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ഈസ് എക്സെപ്റ്റ് അപ് ടു ₹100 പെർ മന്ത് പെർ 2 ചിൽഡ്രൻ എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഫസ്റ്റ് ചിൽഡ്രന് എൽഡർ സണ്ണിന് 150 ആണ് അലവൻസ് റിസീവ് ചെയ്തത്. സോ ഔട്ട് ഓഫ് ദിസ് 100 വിൽ ബി എക്സെപ്റ്റ്. അപ്പോൾ 150 100 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ടാക്സ് ചെയ്യുക? 50 ആണ് നമ്മൾ ടാക്സ് ചെയ്യുക. 50 വിൽ ബി ടാക്സ്ഡ് ഇൻറ്റു 12. സോ 600. ദെൻ നെക്സ്റ്റ് യങ്ങർ സണ്ണിന് 70 ആണ്. അപ്പോൾ 70 ബിലോ നമുക്കറിയാം 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ 100 ആണ്. ഫുൾ എമൗണ്ട് എന്തായിരിക്കും? അപ്പോൾ എക്സെപ്റ്റ് ആയിരിക്കും. പിന്നെ ബോത്ത് ഈ സൺസ് ആർ ഗോയിങ് സ്കൂൾ, ഓക്കെ ഫൈൻ. ട്രാൻസ്പോർട്ട് അലവൻസ് 1,800 പെർ മന്ത്. നമുക്കറിയാം ട്രാൻസ്പോർട്ട് അലവൻസിന് എക്സംഷൻ ഉള്ളത്. ഇറ്റ് ഈസ് ഓൺലി അവൈലബിൾ ടു വിച്ച് ടൈപ്പ് ഓഫ് എംപ്ലോയി? വാട്ട് വി സേ, നമ്മുടെ എംപ്ലോയി ഹാവിങ് ഡിസബിലിറ്റി ഓൺലി. ഡിസബിലിറ്റി ഇല്ലാത്ത എംപ്ലോയിക്ക് ട്രാൻസ്പോർട്ട് അലവൻസിന് യാതൊരു എക്സംഷൻ തന്നെ ഇല്ല. സോ ട്രാൻസ്പോർട്ട് അലവൻസ് ഫുള്ളി ടാക്സിബിൾ ആയിരിക്കും. ട്രൈബൽ ഏരിയ അലവൻസ് ഈസ് 500 പെർ മന്ത്. നമുക്കറിയാം ട്രൈബൽ ഏരിയ അലവൻസ് 200 പെർ മന്ത് എക്സംഷൻ ഉണ്ട്. സോ 300 പെർ മന്ത് എന്തായിരിക്കും? ടാക്സിബിൾ ആയിരിക്കും. 300 ഇൻറ്റു 12, 3,600. സോ ടോട്ടൽ എമൗണ്ട് 25,800 will be the total allowances taxable. So we are discussing now components of salary. Salary in the components ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ അലവൻസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി ക്ലാസിഫൈഡ് എൻറ്റയർ അലവൻസസ് ഇൻ ടു 3: ഫുള്ളി എക്സെപ്റ്റഡ് അലവൻസസ്, partially taxable allowances and fully taxable allowances. And we had an idea regarding ഏതൊക്കെയാണ് ഫുള്ളി എക്സെപ്റ്റഡ് അലവൻസ് എന്ന് നമ്മൾ പറഞ്ഞു. ഒരു 6 or 5 അലവൻസ് കംപ്ലീറ്റ് എക്സെപ്റ്റ് ആണ്. പിന്നെ പാർഷ്യലി ടാക്സിബിൾ അലവൻസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അലവൻസസ് എക്സെപ്റ്റ് അപ് ടു എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡും അതുപോലെ തന്നെ അലവൻസ് എക്സെപ്റ്റ് അപ് ടു വട്ട് വി സേ സ്പെസിഫൈഡ് ലിമിറ്റും. അതിന് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. അതിൽ മേജർ അലവൻസസിൻ്റെ 2 പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് ഫുള്ളി ടാക്സിബിൾ അലവൻസസ്. ഫുള്ളി ടാക്സിബിൾ അലവൻസസ് മീൻസ് all the allowance other than the previous discussed allowances are known as fully taxable allowances. ഏതൊക്കെയാണ് ഫുള്ളി എക്സെപ്റ്റഡ് അലവൻസ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് പാർഷ്യലി ടാക്സിബിൾ? പാർഷ്യലി ടാക്സിബിൾ എന്ന് പറഞ്ഞാൽ ഒരു പോർഷൻ ടാക്സിബിൾ, അപ്പോൾ അനദർ പോർഷൻ എന്താണ്, അല്ലെങ്കിൽ അതർ പോർഷൻ എന്താണ്, എക്സെപ്റ്റ് ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫുള്ളി ടാക്സിബിൾ അലവൻസും പാർഷ്യലി ടാക്സിബിൾ അലവൻസും അല്ലാത്ത എല്ലാ അലവൻസുകളും ഇൻകം ടാക്സിൽ എന്താണ്, ഫുള്ളി ടാക്സിബിൾ അലവൻസസ് ആണ്. അപ്പോൾ എക്സംഷൻ ഇല്ലാത്ത എല്ലാ അലവൻസും ഫുള്ളി ടാക്സിബിൾ അലവൻസ് ആണ്. ലെറ്റ് മീ ഗിവ് യു ആൻ എക്സാമ്പിൾ. സേ ഫോർ എക്സാമ്പിൾ മെഡിക്കൽ അലവൻസ്. മെഡിക്കൽ അലവൻസ് എന്ന് പറഞ്ഞൊരു അലവൻസിന് പാർഷ്യലി എക്സംഷൻ ഉണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ ഫുള്ളി എക്സെപ്റ്റഡ് ആണ് എന്നുള്ളതോ നമ്മളിവിടെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് മെഡിക്കൽ അലവൻസ് എന്താണ്, ഫുള്ളി ടാക്സിബിൾ അലവൻസ് ആണ്.
അപ്പോൾ ഇതുവരെ നമ്മൾ പറയാത്ത ഫുള്ളി ടാക്സബിളോ ഫുള്ളി എക്സംപ്റ്റഡോ അല്ലാത്ത എല്ലാ അലവൻസും ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. അപ്പോൾ മെഡിക്കലിനൊക്കെ കേൾക്കുമ്പോൾ അയ്യോ മെഡിക്കലല്ലേ അപ്പോൾ എക്സംഷൻ എടോ അങ്ങനെയല്ല. എക്സംഷൻ നിങ്ങൾ ഉണ്ടാക്കുന്നതല്ല, ഇറ്റ്സ് ഓൾറെഡി ഗിവൺ ഇൻ ഇൻകം ടാക്സ്. ഇൻകം ടാക്സിൽ അലവൻസിന് ഏതൊക്കെ അലവൻസിനാണോ എക്സംഷൻ കൊടുത്തത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ അലവൻസുകളല്ലാത്ത ബാക്കി എല്ലാ അലവൻസും എന്താണ് ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പോൾ അത് ഓരോന്നും നമ്മൾ സ്പെസിഫിക്കലി പറയേണ്ട ആവശ്യമില്ല. ബട്ട് നമ്മൾ സിമ്പിളായിട്ട് ഓരോ അലവൻസിന് മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, എൻ്റർടൈൻമെൻറ്റ്. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് പറഞ്ഞാൽ സിറ്റിയിൽ ലീവ് ചെയ്യുന്ന സമയത്ത്, റിസൈഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ലിവിങ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോയിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും പോയിട്ട് സിനിമ തിയേറ്ററിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തോ പോയിട്ട് എൻ്റർടൈൻ ചെയ്യാൻ കൊടുക്കുന്ന അലവൻസ് അല്ല. ആക്ച്വലി എൻ്റർടൈൻമെൻറ്റ് അലവൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട നമ്മുടെ കസ്റ്റമേഴ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ സീനിയേഴ്സിനെയൊക്കെ റിസീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യുന്ന ഹോസ്പിറ്റാലിറ്റിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ഒരു ബോസ് വരുന്ന സമയത്ത് പുള്ളിക്ക് വേണ്ട ഹോസ്പിറ്റാലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അക്കോമഡേഷൻ മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസീവ് ചെയ്യുന്ന അലവൻസാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. ദെൻ ട്രാൻസ്പോർട്ട് അലവൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കണം നിങ്ങൾ. ട്രാൻസ്പോർട്ട് അലവൻസ് നമ്മൾ ഡിസബിലിറ്റി ഉള്ള എംപ്ലോയിക്ക് ട്രാൻസ്പോർട്ട് അലവൻസിൽ സെക്ഷൻ 10(14)(1)(2) എക്സംഷൻ ഉണ്ടായിരുന്നു 3200 പെർ മന്ത്. അത് ഏത് എംപ്ലോയിക്കാണ്? ഡിസബിലിറ്റി ഉള്ള എംപ്ലോയിക്കാണ്. ഡിസബിലിറ്റി ഇല്ലാത്ത എംപ്ലോയിക്ക് ട്രാൻസ്പോർട്ട് അലവൻസ് എന്താണ്? ഫുള്ളി ടാക്സബിൾ ആണ്. സോ ദാറ്റ്സ് ആൻ ഐഡിയ റിഗാർഡിങ് അലവൻസസ്. അപ്പോൾ നമ്മൾ സാലറി എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ ഹെഡിലോട്ട് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു വാട്ട് ഈസ് ബേസിക് പേ. നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞു അലവൻസസ്, പിന്നെ നമ്മൾ പറഞ്ഞു പെർക്വിസിറ്റ്സ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് വാട്ട് വി സേ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. അപ്പോൾ അലവൻസസ് എന്നുള്ള പോർഷനും ബേസിക് പേ എന്നുള്ള പോർഷനും ഇറ്റ്സ് ഓൾറെഡി ഡൺ, ദാറ്റ് ഈസ് കംപ്ലീറ്റ്. ഇനി നമുക്ക് അതിലൊന്നും പഠിക്കാനില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് പെൻഡിങ് പോർഷൻസ് പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സും അതുപോലെ തന്നെ നെക്സ്റ്റ് വരാനുള്ളത് പെർക്വിസിറ്റ്സും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യാണ്, വി ആർ മൂവിങ് ഓൺ ടു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. സോ എന്താണ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്? വെൻ an employee is resigning or when an employee is leaving his job after providing service to that company or that employer for a particular period of time, he will get a lot of benefits as a part of his retirement. അയാൾ നമ്മുടെ കമ്പനിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത സർവീസ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് അയാൾക്ക് നമ്മൾ ഒരുപാട് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സേ ഫോർ എക്സാമ്പിൾ പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ലീവ്, സാലറി, പ്രൊവിഡൻറ്റ് ഫണ്ട് എന്നുപോലെ. അപ്പോൾ ഈ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുകളൊക്കെ ഇൻകം ടാക്സ് ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റൊക്കെ സാധാരണ ഒരു എംപ്ലോയിക്ക് ത്രൂ ഔട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല. വൺസ് ഓർ ട്വൈസ് അല്ലെങ്കിൽ ഒക്കേഷണലി റിട്ടയർമെൻറ്റിന് ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച അലവൻസ് ബേസിക് പേ ഒക്കെ കിട്ടുന്നത് ഏത് സമയത്താണ്? ഡ്യൂറിങ് സർവീസ് ആണോ ആഫ്റ്റർ സർവീസ് ആണോ? ഡ്യൂറിങ് സർവീസ് ആണ്. ബട്ട് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എപ്പോഴാണ് കിട്ടുക? ആഫ്റ്റർ സർവീസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇനി ഓരോ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെയും ട്രീറ്റ്മെൻറ്റ് എന്താണ് എങ്ങനെയാണെന്നില്ലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, റെഡി? ഷാൾ വി മൂവ്? ഫസ്റ്റ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റാണ് പെൻഷൻ. സോ പെൻഷൻ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അൺകമ്മ്യൂട്ടഡ് പെൻഷനും കമ്മ്യൂട്ടഡ് പെൻഷനും. സോ ഒരു എംപ്ലോയി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹി വിൽ ഗെറ്റ് പെൻഷൻ. അപ്പോൾ വാട്ട് ഈസ് പെൻഷൻ? പെൻഷൻ സിമ്പിൾ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കിയ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക്കായിട്ട് ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് മണി, ദാറ്റ് ഈസ് വാട്ട് വി കോൾ പെൻഷൻ അല്ലേ. ആ പെൻഷനെ നമ്മൾ പറയുന്ന പേരാണ് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ. സോ ഇങ്ങനെ റെഗുലറായിട്ട് നമുക്ക് കിട്ടുന്ന പെൻഷന് പറയുന്ന പേരാണ് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ. ദെൻ വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് വാട്ട് ഈസ് കമ്മ്യൂട്ടഡ് പെൻഷൻ. കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് എങ്ങനെയാണ് പെൻഷൻ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എംപ്ലോയ്മെൻറ്റിൻ്റെ സമയത്ത് നമ്മുടെ സാലറിയിൽ നിന്ന് ഒരു ഫിക്സ്ഡ് എമൗണ്ട് നമ്മുടെ എംപ്ലോയർ കളക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു ഫണ്ട് ഉണ്ടാവും. ആ ഫണ്ടാണ് ആക്ച്വലി നിങ്ങൾക്ക് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് നിങ്ങളുടെ പെൻഷനായിട്ട് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫണ്ട് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഫണ്ടിൻ്റെ ഒരു പോർഷൻ നമ്മളങ്ങ് വിഡ്രോ ചെയ്താൽ നമുക്ക് എന്താ ഉണ്ടാവുക? സേ ഫോർ എക്സാമ്പിൾ ഞാനൊരു എംപ്ലോയി ആണ്, എനിക്ക് കിട്ടുന്ന മന്ത്ലി പെൻഷൻ എന്ന് പറഞ്ഞാൽ 10,000 ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫണ്ട് അവിടെ ഉള്ളത് സേ ഫോർ എക്സാമ്പിൾ ഒരു 10 lakh ആണെങ്കിൽ ഞാൻ ആ ഫണ്ടിൽ ഒരു 6 lakh അങ്ങ് വിഡ്രോ ചെയ്തു. അപ്പോൾ എനിക്ക് ആദ്യം 10 lakh ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ എമൗണ്ട് 10,000 ആണ് പെൻഷൻ കിട്ടിയതെങ്കിൽ ഞാൻ ആ ഫണ്ട് 10 lakhൽ 6 lakh ഞാൻ എന്ത് ചെയ്തു, വിഡ്രോ ചെയ്തു. നൗ ഐ ആം ഹാവിങ് ബാലൻസ് ഓൺലി 4 lakh rupees. അപ്പോൾ എനിക്ക് പണ്ട് കിട്ടിയ പോലെ 10,000 വീണ്ടും ഇപ്പോഴും കിട്ടുമോ? ഇല്ല. ഇപ്പോൾ ചിലപ്പോൾ എനിക്കൊരു മന്ത്ലി 4,000 ഒക്കെ കിട്ടത്തുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ പെൻഷൻ ഫണ്ട് ടോട്ടലായിട്ടോ അല്ലെങ്കിൽ പാർഷ്യലായിട്ടോ ഞാൻ വിഡ്രോ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് കമ്മ്യൂട്ടഡ് പെൻഷൻ. അപ്പോൾ ഇതിൽ ഈ രണ്ട് ടൈപ്പ് പെൻഷൻ മനസ്സിലാക്കുക. പീരിയോഡിക്കായിട്ട് കിട്ടുന്ന എമൗണ്ട്,
നമ്മുടെ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറഞ്ഞാൽ പെൻഷൻ എമൗണ്ട് സിമ്പിൾ നമ്മൾ മനസ്സിലാക്കിയ പെൻഷൻ. കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറഞ്ഞാൽ പെൻഷൻ ഫണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വിഡ്രോ ചെയ്യുക, പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ. അപ്പോൾ കമ്മ്യൂട്ടഡ് പെൻഷൻ നമുക്ക് എപ്പോഴൊന്നും ഉണ്ടാവില്ല, എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ റെഗുലറാണ്, എല്ലാ വർഷവും എന്തുണ്ടാവും നമുക്ക്, അല്ലെങ്കിൽ എല്ലാ ഇയറിലും എല്ലാ മന്തിലും നമുക്ക് ഉണ്ടാവും. അപ്പോൾ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ, ഇതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ്റെയും അതുപോലെ തന്നെ കമ്മ്യൂട്ടഡ് പെൻഷൻ്റെയും. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് നമുക്ക് പീരിയോഡിക്കായിട്ട് കിട്ടുന്ന എമൗണ്ടാണ്. ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ ടു ഓൾ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ്റെ നമുക്ക് എക്സംഷനും കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും ഫുള്ളി ടാക്സബിൾ, എല്ലാ എംപ്ലോയീസിനും എന്താണ് ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പോൾ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ്റെ ഒരു പോർഷൻ എക്സെംപ്റ്റ് ആണ്. അപ്പോൾ ഈ എക്സംഷൻ ഡിസ്കസ് ചെയ്ത സെക്ഷൻ 10(10)(a)ലാണ്. അപ്പോൾ സെക്ഷൻ 10(10)(a)ൽ അൺകമ്പ്യൂട്ടർ അല്ല, കമ്പ്യൂട്ടർ പെൻഷൻ. അൺകമ്പ്യൂട്ടർ പെൻഷൻ കംപ്ലീറ്റ്ലി ഫുള്ളി ടാക്സബിൾ ആണ്. കമ്പ്യൂട്ടർ പെൻഷൻ്റെ ഒരു പോർഷൻ എക്സെംപ്റ്റ് ആണ്. നമ്മൾ ആ എത്ര പോർഷനാണ്, എത്രയാണ് എക്സെംപ്റ്റ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ് ചെയ്യുന്നത് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അത് ഫുള്ളി എന്താണ് എക്സെംപ്റ്റ് ആണ്. ഗവൺമെൻറ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ എംപ്ലോയി ഓഫ് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റി, സ്റ്റാറ്റുട്ടറി കോർപ്പറേഷൻ, ഇവരൊക്കെയാണ് നമ്മൾ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങിക്കഴിഞ്ഞാൽ ദാറ്റ് എമൗണ്ട് ഈസ് ഫുള്ളി എക്സെംപ്റ്റ്. അതുപോലെ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണ് എന്ത് ചെയ്യുന്നത്, ഈ പെൻഷൻ കമ്പ്യൂട്ട് ചെയ്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ചെക്ക് 2 സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ എംപ്ലോയിക്ക്, നോൺ ഗവൺമെൻറ് എംപ്ലോയി, അവൻ എന്ത് വാങ്ങുന്നുണ്ട്, കമ്മ്യൂട്ടർ പെൻഷൻ വാങ്ങുന്നുണ്ട് എങ്കിൽ അവൻ ഗ്രാറ്റുവിറ്റിയും പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങുന്ന സമയത്ത് അവൻ ഗ്രാറ്റുവിറ്റിയും കൂടെ വാങ്ങുന്ന ആളാണെങ്കിൽ, അവൻ വാങ്ങുന്ന പെൻഷൻ ഉണ്ടല്ലോ, അവൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവൻ കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങുന്നത് 6 ലാക്കാണ്. അവൻ്റെ ടോട്ടൽ പെൻഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പെൻഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ 10 ലാക്കാണ്. അപ്പോൾ ആ ടോട്ടൽ പെൻഷൻ ഫണ്ടിൻ്റെ 1/3 അവൻ എന്ത് കിട്ടും, എക്സംഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മുടെ പെൻഷൻ ഫണ്ട് ഒരു 9 ലാക്കാണ്, അവൻ വാങ്ങുന്നത് 6 ലാക്കാണ്. അപ്പോൾ ടോട്ടൽ പെൻഷൻ്റെ വാങ്ങുന്നതിൻ്റെ അല്ല, ടോട്ടൽ പെൻഷൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ 9 ലാക്ക് ഇൻറ്റു 1/3 പറഞ്ഞാൽ 3 ലാക്ക്. അവൻ വാങ്ങിയ കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ലാക്ക്. അപ്പോൾ 6 ലാക്കിൽ നിന്നും ഈ 1/3 ഓഫ് ടോട്ടൽ പെൻഷനായ 3 ലാക്ക് അവൻ എക്സംഷൻ കിട്ടും. ബാക്കി 3 ലാക്ക് ആയിരിക്കും എന്ത് ചെയ്യുക, ടാക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി നോട്ട് റിസീവ്ഡ്. സെക്കൻഡ് കണ്ടീഷൻ, അവൻ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത സമയത്ത്, വാങ്ങുന്ന സമയത്ത് അവന് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാത്ത എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അവന് കുറച്ചും കൂടെ കൂടുതൽ എക്സംഷൻ കിട്ടും. കാരണം അവന് ഗ്രാറ്റുവിറ്റി ഇല്ലാത്ത ആളല്ലേ. മുൻപത്തെ കേസിൽ അവന് ഗ്രാറ്റുവിറ്റി പ്ലസ് പെൻഷൻ ഉണ്ട്, സെക്കൻഡ് കേസിൽ അവന് ഗ്രാറ്റുവിറ്റി ഇല്ല, ഹീസ് ഹാവിങ് ഓൺലി കമ്മ്യൂട്ടർ പെൻഷൻ. അപ്പോൾ ഒന്നും കൂടെ കൂടുതൽ എക്സംഷൻ കിട്ടും. ആ എക്സംഷൻ എന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ടോട്ടൽ പെൻഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം വെച്ചാൽ, തെറ്റി പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ 1/2 അല്ലെങ്കിൽ 1/3 എടുക്കുക, എമൗണ്ട് റിസീവ്ഡിൻ്റെ 1/3 1/2 ആണ്, അതല്ല നമ്മൾ എടുക്കേണ്ടത്. മറിച്ച് നമ്മൾ എടുക്കേണ്ട 1/3 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പെൻഷൻ്റെ 1/3 1/2 ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ പെൻഷൻ നമുക്ക് പറഞ്ഞ പ്രീവിയസ് എക്സാമ്പിൾ തന്നെ കോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ പെൻഷൻ 9 ലാക്കാണ്. ആ 9 ലാക്കിൻ്റെ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.5 ആണ് നമുക്ക് എന്ത് കിട്ടുക, എക്സംഷൻ കിട്ടുക. അപ്പോൾ നമ്മൾ 6 ലാക്കിൽ നിന്ന് 4.5 എക്സംഷൻ കിട്ടി കഴിഞ്ഞാൽ ബാക്കി 1.5 will be taxable. Let's do an example on to clarify the pension. Mr. Sagar retired on 1/10/2019. 1/10/2019 ആണ് നമ്മുടെ റിട്ടയർമെൻറ്റ് ഡേറ്റ്. അപ്പോൾ റിട്ടയർമെൻറ്റ് ഡേറ്റ് നമ്മൾ എന്തിനാണ് ശ്രദ്ധിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, റിട്ടയർമെൻറ്റ് ഡേറ്റിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, പെൻഷൻ കിട്ടത്തുള്ളൂ. സോ 1/10/2019. അപ്പോൾ ഏത് മന്ത് മുതലാണ് നമുക്ക് പെൻഷൻ കിട്ടി തുടങ്ങുക, ഒക്ടോബർ ലാസ്റ്റ് മുതൽ കിട്ടി തുടങ്ങും. സോ ഹൗ മെനി പെൻഷൻസ്, അല്ലെങ്കിൽ എത്ര മന്ത് നമുക്ക് പെൻഷൻ ഉണ്ടാവും, 10, 11, 12, 1, 2, 3, 6 മന്ത്സ് ആയിരിക്കും ഈ വർഷം നമുക്ക് എന്തുണ്ടാവുക, പെൻഷൻ ഉണ്ടാവുക. അല്ലാതെ റിട്ടയർ ആവുന്നതിന് മുന്നേ പെൻഷൻ ഉണ്ടാവുമോ, ഫുൾ ഇയർ പെൻഷൻ ഉണ്ടാവുമോ, ഉണ്ടാവില്ല. അപ്പോൾ റിസീവിങ് 5,000 per month as pension on 1/2/2020 he commuted 60% of his pension and received 3 lakh. അപ്പോൾ 3 ലാക്കാണ് അവന് കിട്ടിയത്, അവൻ 60% ഓഫ് പെൻഷൻ എന്ത് ചെയ്തു, ടോട്ടലായിട്ട് എടുത്ത്. അപ്പോൾ അങ്ങനെ ടോട്ടൽ പെൻഷൻ്റെ ഒരു പോർഷൻ എടുക്കുന്നതിന് പറയുന്ന പേരാണ് നമ്മൾ എന്ത്, കമ്മ്യൂട്ട് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ കമ്മ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 3 ലാക്ക് അവന് കിട്ടി 60% കമ്മ്യൂട്ട് ചെയ്തപ്പോൾ. അപ്പോൾ ടോട്ടൽ എത്രയാണ് പെൻഷൻ ഫണ്ട് നമ്മളെങ്ങനെ കാണുക, 3 ലാക്ക് 60% ആണെങ്കിൽ അതിൻ്റെ 100% എത്രയെന്ന് കാണുക, 3 ലാക്ക് ഡിവൈഡ് ബൈ 60% ഇൻറ്റു 100. അപ്പോൾ എത്ര, 3 ലാക്ക് ഡിവൈഡ് ബൈ 60% ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലാക്ക് വിൽ ബി ദ ടോട്ടൽ പെൻഷൻ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. You are required to compute the taxable pension assuming he is a government employee. അപ്പോൾ അവൻ ഗവൺമെൻറ് എംപ്ലോയി ആണ് എന്നുണ്ടെങ്കിൽ അവൻ്റെ ടോട്ടൽ പെൻഷൻ എത്രയാണ് ടാക്സബിൾ എന്നില്ലാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ ഇവിടെ നമുക്കറിയാം, ഹി ഹാസ് റിട്ടയർഡ് ഓൺ 1/10/2019. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയറിൽ 1/10 ഒക്ടോബർ 1 ഇയാൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഹൗ മെനി മന്ത്സ്, റിട്ടയർമെൻറ്റിന് ശേഷം മാത്രമല്ലേ പെൻഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ പുള്ളിക്ക് എന്ത് കിട്ടും, ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് എന്ത് കിട്ടും, യൂഷ്വൽ പെൻഷൻ കിട്ടും. അപ്പോൾ യൂഷ്വൽ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10/2019 മുതൽ നമുക്ക് എത്ര മന്ത്സ് കിട്ടും, 10 ഒക്ടോബർ മുതൽ 31 മാർച്ച് വരെ. 31 മാർച്ച് ഈസ് ദ
ഇയർ എൻഡ് അല്ലേ, പ്രീവിയസ് ഇയർ എൻഡ്. സോ ഹി വിൽ ഗെറ്റ് പെൻഷൻ ഫോർ 6 months. ഈ 6 monthsൽ നമ്മൾ ഫെബ്രുവരിയിൽ ലാസ്റ്റ് 2 monthsൽ നമ്മൾ കമ്മ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ കമ്മ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ പെൻഷൻ ഫണ്ട് കുറഞ്ഞു പോയി. അപ്പോൾ നമുക്ക് ഇനി എത്ര ഫുൾ പെൻഷൻ കിട്ടുമോ? ഇല്ല. അപ്പോൾ നമുക്കിവിടെ ഇയാൾ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ലുക്ക് അറ്റ് ദ ആൻസർ ഗിവൺ ദർ. ഞാൻ ഈ സെപ്പറേറ്റ് ആയിട്ട് ആൻസർ എഴുതാൻ പോകുന്നില്ല. വി ആർ ജസ്റ്റ് ഡിസ്കസിങ് ദ ആൻസർ. 5,000 പെൻഷൻ കിട്ടും ഏതുവരെ? കമ്മ്യൂട്ട് ചെയ്തത് വരെ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി. കാരണം ഫെബ്രുവരി 1 നമ്മൾ കമ്മ്യൂട്ട് ചെയ്തത്. അപ്പോൾ 5,000 ആണ് ഇയാളുടെ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ, ദാറ്റ് മീൻ യൂഷ്വൽ പെൻഷൻ, ദാറ്റ് ഇൻറ്റു 4 months. പ്ലസ് ഇയാൾ കമ്മ്യൂട്ട് ചെയ്ത് മേടിച്ചു എത്ര പെർസെൻറ്റേജ്? 60%. അപ്പോൾ 5,000 ആണ് ഇയാളുടെ ടോട്ടൽ പെൻഷൻ എങ്കിൽ അയാൾ 60% കമ്മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇനി അയാൾ എത്ര റിസീവ് ചെയ്യുള്ളൂ? 5,000ൻ്റെ 40% ഇനി ത്രൂ ഔട്ട് ഇയാളുടെ ഡെത്ത് വരെ അല്ലെങ്കിൽ പെൻഷൻ അവസാനിക്കുന്നത് വരെ ഇയാൾ റിസീവ് ചെയ്യുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 40% ഓഫ് 5,000 ഈസ് ഈക്വൽ ടു 2,000. അപ്പോൾ 2,000 ഇൻറ്റു 2 months. അപ്പോൾ 2,000 ഇൻറ്റു 2 months പറയുമ്പോൾ 2 മാസം പിന്നെ അതേ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് 4,000 വരും. പിന്നെ 5,000 ഇൻറ്റു 4 months പറയുമ്പോൾ 20,000. അങ്ങനെ ടോട്ടൽ ഇയാളുടെ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ 24,000 ആണ്. ഇനി കമ്മ്യൂട്ട് ചെയ്ത് മേടിച്ചു 3 lakh. അപ്പോൾ കമ്മ്യൂട്ട് ചെയ്ത് മേടിക്കുമ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നില്ല നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. ഗവൺമെൻറ് എംപ്ലോയിക്ക് ഫുള്ളി എക്സെപ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി ഓൾസോ റിസീവ് ചെയ്യുന്ന ആളാണെങ്കിൽ 1/3 ആണ് എക്സെപ്റ്റ് ടോട്ടൽ പെൻഷൻ്റെ. ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാത്ത ആളാണെങ്കിൽ 1/2 ആണ് എക്സെപ്റ്റ് ടോട്ടൽ പെൻഷൻ്റെ. ദാറ്റ് ഓൾ ദീസ് തിങ്സ് യു നോ. സോ ഇയാൾ ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ടാക്സിബിൾ ആണ് എല്ലാവർക്കും. അതുപോലെ തന്നെ കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മേടിച്ച ഈ 3 lakh ടോട്ടൽ 3 lakh ഉണ്ടോ അത് ടാക്സിബിൾ ആണോ എക്സെപ്റ്റ് ആണോ? ഫുള്ളി എക്സെപ്റ്റ് ആണ് അണ്ടർ സെക്ഷൻ 10(10)(a) പ്രകാരം. അപ്പോൾ ഇയാൾക്ക് ടാക്സിബിൾ ആയിട്ടുള്ള പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ മാത്രമേ ഉള്ളൂ. കമ്മ്യൂട്ടഡ് പെൻഷൻ ഫുള്ളി എന്താണ്? എക്സെപ്റ്റ് ആണ്. സെക്കൻഡ് കേസ്, ഹീ ഈസ് എ പ്രൈവറ്റ് സെക്ടർ എംപ്ലോയി റിസീവിംഗ് ഗ്രാറ്റുവിറ്റി 5 lakh അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. അപ്പോൾ ഹീസ് ആൾസോ റിസീവിംഗ് വാട്ട്? ഗ്രാറ്റുവിറ്റിയും റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, അൺകമ്മ്യൂട്ടഡ് പെൻഷനിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ 5,000 4 മാസം, അതുപോലെ തന്നെ 2,000 2 മാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ 24,000. ഇനി ഏതിലാണ് എക്സംഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? ഗവൺമെൻറ് എംപ്ലോയിൻ്റെ കേസ് ആയ സമയത്ത് ഫുള്ളി എക്സംഷൻ ആയിരുന്നു. പക്ഷേ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആകുമ്പോൾ നമ്മളത് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കണം. ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് ക്ലിയർലി ഗിവൺ ദാറ്റ് ഗ്രാറ്റുവിറ്റി ഈസ് ആൾസോ റിസീവ്ഡ്. സോ അങ്ങനെ റിസീവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ 1/3 ഓഫ് ടോട്ടൽ പെൻഷൻ്റെ 1/3 ആണ്. അപ്പോൾ 3 lakh ആണ് നമ്മൾ കമ്മ്യൂട്ട് ചെയ്ത് മേടിച്ചത്. 3 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60% ആണ്. അപ്പോൾ ടോട്ടൽ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 lakh ഡിവൈഡ് ബൈ 60% എന്ന് പറയുമ്പോൾ 5 lakh. ആ 5 lakhൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ 1,66,667 നമുക്ക് എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. അപ്പോൾ ടോട്ടൽ commuted pension received 3 lakh minus exemption 1,66,667. So the balance commuted pension taxable will be 1,33,333 plus commuted uncommuted pension 24,000. അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ ടാക്സിബിൾ പെൻഷൻ എന്ന് പറഞ്ഞാൽ 1,57,333 ആവും. ഇനി ലാസ്റ്റ് കേസ്, ഈസ് എ പ്രൈവറ്റ് സെക്ടർ എംപ്ലോയി ആൻഡ് നോട്ട് ഇൻ റെസിപ്റ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. നോട്ട് ഇൻ റെസിപ്റ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി. അപ്പോൾ നോട്ട് ഇൻ റെസിപ്റ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആകുമ്പോൾ നമുക്കറിയാം 1/2 ഓഫ് ടോട്ടൽ പെൻഷൻ ആണ്. 1/2 ഓഫ് ടോട്ടൽ പെൻഷൻ. അപ്പോൾ അൺകമ്മ്യൂട്ടഡ് പെൻഷനിൽ മാറ്റമൊന്നുമില്ല, 24,000 കറക്റ്റ് എമൗണ്ട്. പിന്നെ കമ്മ്യൂട്ടഡ് പെൻഷൻ 3 lakh. അതിൽ ടോട്ടൽ പെൻഷൻ നമ്മൾ കണ്ടു 3 lakh 60% ആണെങ്കിൽ ടോട്ടൽ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 lakh ഡിവൈഡ് ബൈ 60% 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 lakh. അപ്പോൾ 5 lakhൻ്റെ 1/2 എന്ന് പറഞ്ഞാൽ 5 lakh ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ 2,50,000. അപ്പോൾ ബാക്കി ടാക്സിബിൾ പെൻഷൻ വിൽ ബി ഈക്വൽ ടു 50,000. അപ്പോൾ ടോട്ടൽ ടാക്സിബിൾ പെൻഷൻ ഇൻക്ലൂഡിംഗ് കമ്മ്യൂട്ടഡ് ആൻഡ് അൺകമ്മ്യൂട്ടഡ് ഇൻ കേസ് ഓഫ് എൻ എംപ്ലോയി ഹു ഈസ് നോട്ട് ഇൻ റെസിപ്റ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ഈസ് ഈക്വൽ ടു 74,000. സോ ദിസ് ഈസ് ഹൗ ദ കാൽക്കുലേഷൻ റിഗാർഡിംഗ് പെൻഷൻ ഹാസ് ടു ബി ഡൺ. പെൻഷൻ ആകുമ്പോൾ യൂഷ്വൽ പെൻഷൻ എന്ന് പറഞ്ഞാൽ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ പീരിയോഡിക് ആയിട്ടുള്ള പേയ്മെൻറ്റ് ഫുള്ളി ടാക്സിബിൾ. കമ്മ്യൂട്ടഡ് പെൻഷൻ്റെ കേസിൽ നമ്മൾ ഗവൺമെൻറ് എംപ്ലോയിക്ക് ഫുള്ളി എക്സംഷൻ ഉണ്ട്. പിന്നെ നോൺ ഗവൺമെൻറ് എംപ്ലോയിൻ്റെ എക്സംഷൻ സെക്ഷൻ 10(10)(a) പ്രകാരം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നില്ല നോക്കണം. അതിൻ്റെ ബേസിലായിരിക്കും എക്സംഷൻ. നെക്സ്റ്റ് മൂവിങ് ഓൺ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ദ ഫസ്റ്റ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, ദാറ്റ് ഈസ് പെൻഷൻ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ആണ്. അതിൽ പെൻഷൻ നമ്മൾ കവർ ചെയ്തു. സെക്കൻഡ് ആണ് ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു വോളണ്ടറി പേയ്മെൻ്റ് ആണ് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്നത്. പെൻഷൻ എന്ന് പറഞ്ഞാൽ റെഗുലർ പേയ്മെൻ്റ് ആണ്. പക്ഷേ അതുപോലെയല്ല ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റി വിൽ ബി റിസീവ്ഡ് ഓൺലി വൺസ് ഇൻ ദ ലൈഫ് ടൈം ഓഫ് എൻ എംപ്ലോയി. അല്ലെങ്കിൽ ഒരു എംപ്ലോയറെ കയ്യിൽ നിന്ന് അടുത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു തവണ നമുക്ക് ആ എംപ്ലോയറെ കയ്യിൽ നിന്ന് കിട്ടുള്ളൂ ഗ്രാറ്റുവിറ്റി കിട്ടുള്ളൂ. നമ്മൾ ഇനി അവിടുന്ന് റിസൈൻ ചെയ്ത് വേറെ കമ്പനിയിൽ പോകുമ്പോൾ നമുക്ക് അവിടുന്ന് ഗ്രാറ്റുവിറ്റി കിട്ടാം. ബട്ട് ഒരു എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് നമ്മൾ റിസൈൻ ചെയ്യുന്ന സമയത്ത് വൺസേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഗ്രാറ്റുവിറ്റി കിട്ടുള്ളൂ. അപ്പോൾ ഗ്രാറ്റുവിറ്റി നമുക്ക് നോർമലി ഏതിൻ്റെ സമയത്തൊക്കെ റിസീവ് ചെയ്യാം? റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് റിസീവ് ചെയ്യുക. അപ്പോൾ ഗ്രാറ്റുവിറ്റിക്കും എന്തുണ്ട്? ഇൻകം ടാക്സിൽ എക്സംഷൻ ഉണ്ട് സെക്ഷൻ 10(10) പ്രകാരം. ആ എക്സംഷനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫൈൻ. അപ്പോൾ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ബൈ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ, ആസ് വി ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് കേസ്, ഗവൺമെൻറ് എംപ്ലോയി ആണ് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റ്. ഗവൺമെൻറ് എംപ്ലോയി ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളി എക്സംപ്റ്റ് ആണ്. സോ ഗവൺമെൻറ് എംപ്ലോയി ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 10(10)(a).
ദെൻ if it is received by നോൺ ഗവൺമെൻറ് എംപ്ലോയിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കറിയാം ഗ്രാറ്റുവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഒരു സ്റ്റാറ്റ്യൂട്ട് പ്രകാരമാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ഐ തിങ്ക്. സോ ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം ഗ്രാറ്റുവിറ്റി ആക്ട് അപ്ലിക്കബിൾ ആവുന്ന ചില എൻറ്റിറ്റീസിനാണ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ലിമിറ്റൊക്കെ പറയുന്നുണ്ട്. ഐ ഹോപ്പ് യു വിൽ ഹാവ് ടു സ്റ്റഡി ദിസ് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ഇൻ യുവർ ലോ പേപ്പർ. എനിവേ ലീവ് ദാറ്റ്. നമ്മൾ ഇത്ര പറയുന്നുള്ളൂ, ഗ്രാറ്റുവിറ്റി കവർ ചെയ്യുന്ന എംപ്ലോയിക്കും ഗ്രാറ്റുവിറ്റി കവർ ചെയ്യാത്ത എംപ്ലോയിക്കും എക്സംഷൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡിഫറൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഗ്രാറ്റുവിറ്റി കവർ ചെയ്ത എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി കവർ ചെയ്യാത്ത എംപ്ലോയിക്ക് ഇല്ല എക്സംഷൻ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫൈൻ. അപ്പോൾ ആദ്യമായിട്ട് കവേർഡ് ബൈ പി എഫ് ആക്ട് കവർ ചെയ്ത എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എംപ്ലോയി ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഗ്രാറ്റുവിറ്റി എന്താണ്, എപ്പോഴാണ് റിസീവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഗ്രാറ്റുവിറ്റി ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്ന ഒരു എംപ്ലോയി ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റ്. നമ്മുടെ HR-ൻ്റെ കേസിൽ പറഞ്ഞില്ലേ, ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എക്സംപ്റ്റ് എന്ന് പറഞ്ഞിട്ട് 3 കണ്ടീഷൻ പറഞ്ഞില്ലേ, അതുപോലെ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റ്. അപ്പോൾ ഏതൊക്കെയാണ് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഇതിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ HR റിസീവ്ഡ് പറഞ്ഞ പോലെ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. സെക്കൻഡ് വൺ, an amount of rupees 20 lakh, ഒരു എമൗണ്ടിൻ്റെ ലിമിറ്റ്. തേർഡ് വൺ, ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, 15/26. ചിലപ്പോൾ നമ്മൾ ആക്റ്റിൽ പറയുമ്പോൾ ഹാഫ് മന്ത് സാലറി എന്നൊക്കെ പറയും. അപ്പോൾ ഹാഫ് മന്ത് സാലറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 15/30. പക്ഷേ ആക്ട് ഈസ് വെരി സ്പെസിഫിക് അബൌട്ട് വാട്ട് ഈസ് മെൻറ്റ് ബൈ ഹാഫ് മന്ത് സാലറി. ഹാഫ് മന്ത് സാലറി എന്ന് പറഞ്ഞാൽ ആക്ട് പറയുന്നത് 15/26 ആണ്. 15/26 ഇൻറ്റു സാലറി ഓഫ് ലാസ്റ്റ് മന്ത്. സാലറി ഓഫ് ലാസ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടയർ ആവുന്ന ലാസ്റ്റ് മന്ത്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യു റിട്ടയർഡ് ഓൺ March 31st. അപ്പോൾ മാർച്ചിലെ അതാണ് നിങ്ങളുടെ ലാസ്റ്റ് മന്ത് സാലറി. അപ്പോൾ 15/26 ഇൻറ്റു സാലറി ഓഫ് ലാസ്റ്റ് മന്ത് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് കംപ്ലീറ്റഡ് സർവീസ്. Say for example, you entered into police department and you worked for what we say 37 years and 37 years. അപ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് എത്രയാണ്, 37 ഇയേഴ്സ് ആണ്. അപ്പോൾ 37 ഇയേഴ്സ് ഇൻറ്റു ലാസ്റ്റ് മന്ത് സാലറി ഇൻറ്റു 15/26. അതാണ് ഫസ്റ്റ് ഫിഗർ. ഇനി ദർ ഈസ് വൺ തിങ് കോൾഡ് ആസ് റൗണ്ടിങ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വർക്ക് ചെയ്ത് ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാക്റ്റ് ഹോൾ നമ്പർ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ ആ കേസിൽ ആ കേസിൽ നമ്മൾ വർക്ക് ചെയ്തത് നമുക്ക് വർക്ക് ചെയ്ത ഇയർ ഓഫ് കംപ്ലീഷൻ നമുക്ക് റൗണ്ട് ചെയ്യാൻ ഇവിടെ അലോ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്ത് 37 ഇയേഴ്സ് ആൻഡ് 7 months ആണ്. അപ്പോൾ 6 above അല്ലേ, അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് റൗണ്ട് ചെയ്യുക, അപ്പുറത്തേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ റൗണ്ട് ചെയ്യുന്ന സമയത്ത് 37 ഇയേഴ്സ് ആൻഡ് 7 months പറയുമ്പോൾ 38 ഇയേഴ്സ് പറയാം. ഇനി നിങ്ങൾ വർക്ക് ചെയ്ത് 37 ഇയേഴ്സ് ആൻഡ് 4 months ആണെങ്കിലോ അങ്ങനത്തെ റൗണ്ട് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അത് വെറും 37. അപ്പോൾ റൗണ്ടിങ് അലൗഡ് ആണ് കവേർഡ് ബൈ ഗ്രാറ്റുവിറ്റി ആക്ട് ആണെങ്കിൽ. അപ്പോൾ കവേർഡ് ബൈ ഗ്രാറ്റുവിറ്റി ആക്ട് ആവുന്ന സമയത്ത് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റ്. എന്താണ് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എക്സംപ്റ്റ് എന്ന് പറഞ്ഞാൽ 15/26 ഇൻറ്റു ലാസ്റ്റ് മന്ത് സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്, റൗണ്ടിങ് ഓഫ് അലൗഡ്. സെക്കൻഡ് വൺ, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. തേർഡ് വൺ, മാക്സിമം എമൗണ്ട് ഓഫ് 20 lakh. പിന്നെ HR ഡിസ്കസ് ചെയ്ത സമയത്ത് ഐ ഹാഡ് മെൻഷൻഡ് യു ദാറ്റ് നമ്മൾ എവിടെ സാലറി എന്ന് ഇൻകം ടാക്സിൽ പറഞ്ഞു കഴിഞ്ഞാലും സാലറി വിൽ ഹാവ് എ മീനിങ്. അപ്പോൾ HR-ൻ്റെ കേസിൽ സാലറി എന്ന് പറഞ്ഞാൽ സാലറി ഈസ് ഈക്വൽ ടു ബേസിക് പേ പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് പ്ലസ് കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ ഗ്രാറ്റുവിറ്റി കവർ ചെയ്യുന്ന എംപ്ലോയിൻ്റെ കേസിൽ സാലറി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മന്ത് സാലറി എന്ന് പറഞ്ഞാൽ വാട്ട് യു ഷുഡ് ടേക്ക് ബേസിക് പേ ആൻഡ് DA ഫുൾ. ബേസിക് പേയും DA ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെദർ ഇറ്റ് മേ ബി ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി ഓർ നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി. ഫോമിംഗ് പാർട്ട് ആയിക്കോട്ടെ നോട്ട് ഫോമിംഗ് പാർട്ട് ആയിക്കോട്ടെ, കംപ്ലീറ്റ് ഫുൾ DA. അപ്പോൾ ബേസിക് പേ ഫുൾ DAയും കൂട്ടി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് പറയുക, സാലറി എന്ന് പറയാം. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് എംപ്ലോയി കവേർഡ് അണ്ടർ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. അപ്പോൾ ഐ വിൽ മേക്ക് എ കമ്പാരിസൺ ബിറ്റ്വീൻ കവേർഡ് ആൻഡ് നോൺ കവേർഡ്. ഇനി നമ്മൾ എംപ്ലോയി പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യാത്തൊരു എംപ്ലോയി ആണെങ്കിൽ അവൻ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ എത്ര ഗ്രാറ്റുവിറ്റി എക്സംപ്റ്റ് ആണെന്നുള്ളത് നമ്മൾ ഇതേ കണ്ടീഷൻ തന്നെയാണ് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റ്. അപ്പോൾ എന്താണ് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എക്സംപ്റ്റ്? ഇവിടെ പറഞ്ഞ പോലെ തന്നെ മോറോർലെസ് സെയിം ആണ്. ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്, ഇവിടെ ഉണ്ട് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. പിന്നെ ഇവിടെ 20 lakhൻ്റെ ഒരു എമൗണ്ട് ലിമിറ്റ് പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ ഒരു എമൗണ്ട് ലിമിറ്റ് ഉണ്ട്. പക്ഷേ ദാറ്റ് എമൗണ്ട് ലിമിറ്റ് ഈസ് 10 lakh ഓൺലി, നോട്ട് 20ൻ്റെ അത്ര അല്ല. അപ്പോൾ കവേർഡ് ആകുമ്പോൾ 20, കവേർഡ് അല്ലാത്തുമ്പോൾ 10, അങ്ങനെ വിളിച്ചാൽ മതി. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇനി ഫസ്റ്റ് കണ്ടീഷൻ നമ്മളിവിടെ നേരത്തെ ഹാഫ് മന്ത് സാലറിക്ക് പകരം നമ്മൾ 15/26 എടുത്ത് ഇവിടെ എക്സാക്റ്റ് ഹാഫ് മന്ത് സാലറിയാണ് 1/2. ഹാഫ് മന്ത് സാലറി ഇൻറ്റു ആവറേജ് സാലറി പെർ മന്ത്. യു ഷുഡ് നോട്ട് ദാറ്റ് വേർഡ്. ലാസ്റ്റ് മന്ത് സാലറി എന്നല്ല പറഞ്ഞത്, ആവറേജ് സാലറി പെർ മന്ത് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് കംപ്ലീറ്റഡ് സർവീസ്, യൂഷ്വൽ, നോ റൗണ്ടിങ് ഓഫ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ 37 ഇയേഴ്സ് ആൻഡ് 11 months വർക്ക് ചെയ്താലും 37 അത്ര എടുക്കുള്ളൂ. പക്ഷേ ഇവിടെ കവേർഡ് ആയിരുന്നെങ്കിൽ അത് എത്ര എടുക്കും, 37 + 1 ഉണ്ട്. 11 months ആണെങ്കിൽ നിങ്ങൾ 38 ആയിട്ട് എടുക്കും. അപ്പോൾ റൗണ്ടിങ് ഓഫ് അലൗഡ് അല്ല ഇവിടെ, നോട്ട് കവേർഡ് ബൈ ഗ്രാറ്റുവിറ്റി ആക്ട് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ഹാഫ് മന്ത് സാലറി ഇൻറ്റു ആവറേജ് സാലറി പെർ മന്ത് ഇൻറ്റു
നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് കംപ്ലീറ്റഡ് സർവീസ്. അപ്പോൾ ഇത് ഡിഫറൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ ആവറേജ് സാലറി എന്നില്ല നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം സാലറി എന്താണെന്നല്ലേ പറഞ്ഞാൽ, നേരത്തെ കേസിൽ കവേർഡ് ആയിരുന്ന സമയത്ത് സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് പേ പ്ലസ് DA ഫുള്ളായിരുന്നു. ഇവിടെ നോട്ട് കവേർഡ് ആണെങ്കിൽ ബേസിക് പേ പ്ലസ് DA ബേസ് ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ DA ഇൻ ടേംസ് പ്ലസ് ടേൺ ഓവർ ബേസ്ഡ് ഓൺ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആസ് HR-ൻ്റെ അടുത്ത് നമ്മൾ എടുക്കില്ല സാലറി, അതേ സാലറിയാണ് ഇവിടെ എടുക്കുക നോൺ കവേർഡ് ആകുന്ന സമയത്ത് നമ്മൾ എടുക്കുക. ഇനി ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ അയാൾ റിട്ടയർ ആവുന്നതിന് മുമ്പത്തെ അവസാനത്തെ 10 മന്ത്സിൻ്റെ സാലറി എടുത്തിട്ടാണ് ആവറേജ് സാലറി നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ആവറേജ് സാലറി നിങ്ങൾ എങ്ങനെ കാണേണ്ടത് വെച്ചാൽ 10 മന്ത്സിൻ്റെ ബേസിക് പേ DA ബേസ്ഡ് ഓൺ ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവറാണ് ആഡ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡ് ബൈ 10 എടുക്കുക. അതാണ് ആവറേജ് സാലറി. അത് ഇൻറ്റു ഹാഫ് അടിക്കുക, ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് കംപ്ലീറ്റഡ് സർവീസ് അടിക്കുക. ദാറ്റ് വിൽ ബി ദ ഫസ്റ്റ് എമൗണ്ട്. ഇതായിരിക്കും ഇതിൻ്റെ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആണ് എന്ത് എക്സംപ്റ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നോട്ട് HR, ഇത്രേ ഉള്ളൂ ഗ്രാറ്റുവിറ്റി. സോ ഗവൺമെൻറ് എംപ്ലോയിക്ക് ഫുള്ളി എക്സംപ്റ്റ് ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയിക്ക് കവേർഡ് ആണോ നോൺ കവേർഡ് ആണോ നോക്കണം. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എക്സംപ്റ്റ് ആണ്. രണ്ട് കേസിലും സാലറിൻ്റെ മീനിങ് ഡിഫറൻ്റ് ആണ്. ഒരു കേസിൽ നമ്മൾ എടുക്കുന്ന കവേർഡ് ആവുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ലാസ്റ്റ് മന്ത് സാലറിയാണ്. നോട്ട് കവേർഡ് ആവുന്ന സമയത്ത് നമ്മൾ എടുക്കുന്നത് എന്താണ് ആവറേജ് സാലറി ഓഫ് ലാസ്റ്റ് 10 മന്ത്സ് ആണ്. അതുപോലെ തന്നെ കവേർഡിൻ്റെ കേസിലാവുന്ന സമയത്ത് സാലറി ഈസ് ഈക്വൽ ടു ബേസിക് പേ പ്ലസ് DA ഫുള്ള്. അതുപോലെ തന്നെ നോൺ കവേർഡ് ആവുന്ന സമയത്ത് സാലറി ഈസ് ഈക്വൽ ടു ബേസിക് പേ പ്ലസ് DA ഇൻ ടേംസ് പ്ലസ് കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ. അതുപോലെ തന്നെ റൗണ്ടിങ് ഓഫ് അലൗഡ് ആണ് ഇതിൻ്റെ കേസിൽ. കവേർഡിൻ്റെ കേസിൽ റൗണ്ടിങ് ഓഫ് ഈസ് നോട്ട് അലൗഡ് ഇൻ കേസ് ഓഫ് not covered and covered. Let's have a look at an example. Mr. Ravi retired on 15th June 2019 after completion of 26 years and 8 months of service and received a gratuity of 6 lakh at the time of retirement. His salary was basic salary 5,000 per month, dearness allowance 3,000, 60% of which is for retirement benefit. അപ്പോൾ 3,000 into 60% 1,800 ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ആണ്. 1,800 റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ ഫോം ഇൻ ടേംസ് ആണ്. 1,200 നോട്ട് ഇൻ ടേംസ് ആണ്. കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ ഇൻ ദ ലാസ്റ്റ് 12 months വാസ് 12 lakh. അപ്പോൾ ലാസ്റ്റ് 12 months 12 lakh എന്ന് പറയുമ്പോൾ ലാസ്റ്റ് മന്ത് എത്ര ആയിരിക്കും 10 lakh ആയിരിക്കും. അപ്പോൾ 10 lakhൻ്റെ 1% ആയിരിക്കും നമ്മുടെ കമ്മീഷനൊക്കെ വരിക. ബോണസ് ഒക്കെ ഉണ്ട്. കമ്പ്യൂട്ട് ഈസ് ടാക്സബിൾ സാലറി. കമ്പ്യൂട്ട് ഈസ് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി അസ്യൂമിങ് ഈസ് എ പ്രൈവറ്റ് സെക്ടർ എംപ്ലോയി ആൻഡ് കവേർഡ് ബൈ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. പ്രൈവറ്റ് സെക്ടർ എംപ്ലോയി കവേർഡ് ബൈ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്കുന്ന സമയത്ത് നമുക്കറിയാം ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 6 lakh. ഇനി ഏതാണ് എക്സംഷൻ? ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റ്. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് കവേർഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് കേസ് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ നമുക്കറിയാം an amount of actual gratuity received 6 lakh, amount statutory limit 20 lakh. പിന്നെ നമുക്കറിയാം 15/26 ഇൻറ്റു സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവേർഡ് ആവുന്ന സമയത്ത് നമ്മൾ സാലറി എടുക്കേണ്ടത് ബേസിക് പേ പ്ലസ് DA ഫുള്ള് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് മന്ത് സാലറി ഇപ്പോൾ 8,000 വരും. 8,000 ഇൻറ്റു 15/26 ഇൻറ്റു 8,000 ഇൻറ്റു 15/26 ഇൻറ്റു 26 years and 8 months അല്ലേ. അപ്പോൾ കവേർഡിൻ്റെ കേസിൽ നമുക്ക് എന്താ അറിയാം റൗണ്ടിങ് ഓഫ് അലൗഡ് ആണെന്ന് അറിയാം. അപ്പോൾ ഇൻറ്റു 27. അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്ലസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടുക 1,24,615 ആണ്. അപ്പോൾ നമ്മൾ ആക്ട് പ്രകാരം ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ഈ 3 ഫിഗർ പറഞ്ഞായിരുന്നു. ആ 3 ഫിഗറിലെ ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ 1,24,615 ആണ്. അപ്പോൾ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 6 lakh. അതിന് എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 10(10) 1,24,615. ദെൻ ബാലൻസ് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി വിൽ ബി 4,75,385. കേസ് എ. ദെൻ കേസ് ബി, ഹി ഈസ് എ പ്രൈവറ്റ് സെക്ടർ എംപ്ലോയി ആൻഡ് നോട്ട് കവേർഡ് ബൈ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. നോട്ട് കവേർഡ് ബൈ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 72 ആണെങ്കിൽ നമുക്കറിയാം കേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഈസി. ഏതായിരുന്നു കേസ്? നമ്മുടെ വാട്ട് വി സേ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഹാഫ് ഇൻറ്റു ആവറേജ് സാലറി പെർ മന്ത്, നമ്പർ ഓഫ് കംപ്ലീറ്റ് സർവീസ്, പിന്നെ റൗണ്ടിങ് ഓഫ് അലോ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ സാലറി എന്ന് പറഞ്ഞാൽ HR-ൻ്റെ സെയിം കേസാണ്. ബേസിക് പേ പ്ലസ് DA ഇൻ ടേംസ് പ്ലസ് കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ. സോ അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ നമ്മൾ ആദ്യം കാണേണ്ടത് സാലറി മീൻസ് എമൗണ്ട് ഓഫ് 10 lakh ഉണ്ട്. അതുപോലെ ആക്ച്വൽ റിസീവ് ചെയ്ത 6 lakh ഉണ്ട്. നോ ഇഷ്യൂ. ദെൻ നമ്മളിനി കാണേണ്ടത് ഫസ്റ്റ് ഫിഗർ ആവറേജ് സാലറി ഓഫ് 10 months. അപ്പോൾ സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് പേ ഉണ്ട്. അപ്പോൾ ബേസിക് പേ 5,000 പെർ മന്ത് ആണ്. അപ്പോൾ ടോട്ടലി 10 monthsക്ക് 50,000 ഉണ്ടാവും. പിന്നെ അതുപോലെ ഡിയർനെസ് അലവൻസ് ഫോമിംഗ് കാർഡ് ഓഫ് റിട്ടയർമെൻറ്റ് വേണ്ടി എടുക്കേണ്ടത്. അപ്പോൾ 3,000 ഇൻറ്റു 60% 1,800 ഇൻറ്റു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18,000. ദെൻ കമ്മീഷൻ ബേസ്ഡ് ടേൺ ഓവർ എടുക്കണം. അപ്പോൾ 12 lakh ആണ് കമ്മീഷൻ ടേൺ ഓവർ 12 monthsൻ്റെ. അപ്പോൾ 10 monthsൻ്റെ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വി സേ 12 lakh ഡിവൈഡ് ബൈ 12 ഇൻറ്റു 10. അപ്പോൾ എത്ര 10 lakh. അപ്പോൾ 10 lakh ഇൻറ്റു 1% എന്ന് പറയുമ്പോൾ 10,000. അപ്പോൾ ടോട്ടൽ നമ്മുടെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 month സാലറി പറഞ്ഞാൽ 78,000 ആണ്. അപ്പോൾ ആ 78,000 നമ്മൾ ആവറേജ് സാലറി എടുക്കണമെങ്കിൽ 78,000 ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 7,800 ഇൻറ്റു 1/2 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ സർവീസ്. റൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ ഫിഗർ എന്ന് പറഞ്ഞാൽ 1,01,400 കിട്ടും. യെസ്, വെരി ദാറ്റ് 1,01,400 1,01,400. അപ്പോൾ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ 6 lakh അല്ലെങ്കിൽ വാട്ട് വി സേ 6 lakh 6 lakh
and 6 lakh, then statutory limit 20 lakh, and then 1,24,615. Sorry, ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. That is thing that has been amended, that I did not. നമ്മുടെ മാക്സിമം എമൗണ്ട് 20 lakh പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ 10 lakh ആയിരുന്നു പറഞ്ഞത്. അത് ഓൾഡ് പ്രൊവിഷൻ ആയിരുന്നു. ആക്ച്വലി ഈ കേസും നമ്മൾ അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നോട്ട് കവേർഡിൻ്റെ കേസിലും മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 20 lakh തന്നെയാണ്. ദാറ്റ് ഈസ് മിസ്റ്റേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ 10 lakh ആണ് പറഞ്ഞത്. അപ്പോൾ ആ കേസിൽ ഇവിടെ 6 lakh, 20 lakh, 1,24,615. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,24,615 ആണ്. അപ്പോൾ ടാക്സബിൾ 1,24,000 അല്ല, സോറി, നമ്മുടെ കവേർഡ് നോട്ട് കവേർഡ് എംപ്ലോയിൻ്റെ കേസിൽ 1,01,400 ആണ്. അപ്പോൾ ടാക്സബിൾ gratuity is equal to actual gratuity received minus exemption 1,01,400. Taxable gratuity will be 4,98,600. Then last case is he is a government employee. Government employee ആണെങ്കിൽ fully exempt ആണ്. There is no need of any taxing gratuity. So that's all about gratuity. Government employee fully exemption. അതുപോലെ തന്നെ പിന്നെ നോൺ കവേർഡും കവേർഡിൻ്റെ കേസിൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ 3 കണ്ടീഷൻസ് ഉണ്ട്. ആ 3 കണ്ടീഷൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുക. ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് യു വൺ എക്സാമ്പിൾ ആൾസോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 10 lakh മാറ്റിയിട്ട് 20 lakh, രണ്ട് കേസിലും എമൗണ്ട് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 20 lakh ആണ്. പ്ലീസ് കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. സോ വി ആർ നൗ ഡിസ്കസിങ് retirement benefit, and we have discussed the main 2 retirement benefits, section 1010A pension and section 1010 gratuity. Hope you understood. Moving on to next retirement benefit. Encashment of earned leave or leave encashment, both are same. Encashment of earned leave എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ whenever an employee works in an organization, he will be eligible to take a minimum number of leave. സേ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്തപ്പോൾ ഒരു മന്തിൽ ആ എംപ്ലോയിക്ക് ഒരു 50 ലീവ് അലോട്ടറാണ്. അങ്ങനെയെങ്കിൽ അയാൾ ആ 50 ലീവ് എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അയാൾ അതിനേക്കാൾ കൂടുതൽ ലീവ് എടുത്തു കഴിഞ്ഞാലോ ദാറ്റ് ഈസ് ക്വൈറ്റ് യൂഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ലീവ് അയാൾ എടുത്തു. പക്ഷേ അയാൾ ആ കംപ്ലീറ്റ് ലീവ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ അയാൾ ലീവ് എടുത്തത് ഓൺലി 20 days ആണ്. അപ്പോൾ 50 days ലീവ് അലൗഡ് ആണ് ഇൻ എ ഇയർ. അയാൾ 20 days ലീവ് എടുത്തുള്ളൂ. അപ്പോൾ അയാൾ ഇനിയും എടുക്കാത്ത ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 - 20 ഹൗ മച്ച് 30 ബാലൻസ് ഉണ്ട്. ഇങ്ങനെ എടുക്കാത്ത ലീവിനെ പറയുന്ന പേരാണ് ഏൺഡ് ലീവ്. ഈ ഏൺഡ് ലീവ് സാധാരണ കമ്പനീൻ്റെ പോളിസി അനുസരിച്ച് ചിലപ്പോൾ കമ്പനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ആയിട്ട് എൻക്യാഷ് ചെയ്യാൻ അലോ ചെയ്യും കമ്പനി എംപ്ലോയിനെ. അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ക്യാരി ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇയർക്ക് ഈ 30 ലീവ് ക്യാരി ഫോർവേഡ് ആവും. അങ്ങനെ ആവുകയാണെങ്കിൽ ഈ ലീവ് നെക്സ്റ്റ് ഇയറിൽ ആർക്ക് എടുക്കാൻ പറ്റും? നമ്മുടെ എംപ്ലോയിക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ ആ ഇയറിലൊരു 50 ലീവും നമ്മുടെ എംപ്ലോയിക്ക് ഉണ്ടാവും. അതുപോലെ കഴിഞ്ഞ ഇയറിൽ എടുക്കാത്ത ക്യാരി ഫോർവേഡായി വന്ന ഒരു 30 days ലീവും അവിടെ ഉണ്ടാവും. അതേപോലെ ക്യാരി ഫോർവേഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ കേസിൽ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. എംപ്ലോയി ഇങ്ങനെ കിട്ടിയ ലീവ്, ഏൺഡായിട്ട് കിട്ടിയ ലീവ്, ഏൺഡ് ലീവ് എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞു, നമ്മൾ എടുക്കാതെ സേവ് ചെയ്ത് വെച്ച ലീവ്. ഈ ലീവ് എൻക്യാഷ് ചെയ്യുമ്പോൾ കിട്ടുന്ന പേയ്മെൻറ്റിന് പറയുന്ന പേരാണ് എൻക്യാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ്. വാട്ട് ഈസ് ദ ടാക്സ് ട്രീറ്റ്മെൻറ്റ് ഓഫ് എൻക്യാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ്? ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. എൻക്യാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ് ഡ്യൂറിങ് സർവീസ് ആണെങ്കിൽ, ദാറ്റ് മീൻസ് ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പീരീഡിലാണ് നമുക്ക് ഏൺഡ് ലീവ് നമ്മൾ എൻക്യാഷ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ ടു ഓൾ ദ എംപ്ലോയീസ്. ഇറ്റ് ഹാസ് ടു ബി സ്ട്രെസ്ഡ്. നമ്മൾ ഇതുവരെ ഒരു ഗവൺമെൻറ് എംപ്ലോയിൻ്റെ ക്ലാസിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ആ ക്ലാസിഫിക്കേഷനൊന്നുമില്ല. ഫുള്ളി ടാക്സബിൾ ടു ഓൾ ദ എംപ്ലോയീസ്. ഡ്യൂറിങ് സർവീസ് ആണെങ്കിൽ ഫുള്ളി ടാക്സബിൾ ടു ഓൾ ദ എംപ്ലോയീസ്. ഇനി ഇഫ് ദ ലീവ് എൻക്യാഷ്മെൻറ്റ് ഈസ് റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് സമയത്താണ് നമ്മൾ ലീവ് എൻക്യാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഈസ് എൻ എക്സാംഷൻ. ആ എക്സാംഷൻ അണ്ടർ സെക്ഷൻ 1010A പറയുന്നത്. ആ എക്സാംഷൻ എന്തൊക്കെയാണെന്നില്ലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിൽ ആദ്യം ഗവൺമെൻറ് എംപ്ലോയിക്ക് ഇതുപോലെ തന്നെ നമ്മളെ പഠിപ്പിച്ച ഫുള്ളി എക്സെപ്റ്റ് ആണ്. 1010A പ്രകാരം ഗവൺമെൻറ് എംപ്ലോയിക്ക് ഫുള്ളി എക്സെപ്റ്റ് ആണ്. ഇനി അതർ എംപ്ലോയിക്ക് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആയിട്ട് 4 കണ്ടീഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ദർ ആർ 4 കണ്ടീഷൻസ്. അപ്പോൾ ഈ 4 എമൗണ്ടുകളിൽ ഏതാണോ ലീസ്റ്റ് അതിലും എന്ത് കിട്ടും, എക്സെപ്ഷൻ കിട്ടും. അപ്പോൾ അതർ എംപ്ലോയിൻ്റെ കേസിൽ നമുക്ക് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എമൗണ്ട് ഓഫ് 3 lakh. എമൗണ്ട് ഓഫ് 3 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എമൗണ്ട് ലിമിറ്റ് 3 lakh ലിമിറ്റ്. പിന്നെ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്, ദാറ്റ്സ് ആൾസോ ഫൈൻ. ആക്ച്വൽ എൻക്യാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ് റിസീവ്ഡ്. ഇതെപ്പോഴാണ് ഈ എക്സംഷൻ? വെൻ ഇറ്റ് ഈസ് റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. ഓക്കെ, ഡ്യൂറിങ് സർവീസ് ആണെങ്കിൽ ഫുള്ളി ടാക്സിബിൾ ആണ്. ഇനി 10 months ഇൻറ്റു ആവറേജ് സാലറി പെർ മന്ത് എന്ന് പറഞ്ഞാൽ 10 months 10 ഇൻറ്റു ആവറേജ് സാലറി പെർ മന്ത്. അപ്പോൾ എന്താണ് ആവറേജ് സാലറി പെർ മന്ത് നമ്മൾ നോക്കണം. പിന്നെ സാലറിന്ന് നമ്മുടെ ഇൻകം ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ സാലറിന്ന് എവിടെ പറഞ്ഞു കഴിഞ്ഞാലും ഇറ്റ് വിൽ ഹാവ് എ മീനിങ് ആൻഡ് വി നീഡ് ടു ചെക്ക് ദ മീനിങ് ഓഫ് സാലറി ആൾസോ. ദെൻ
ആവറേജ് സാലറി പെർ മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് പേ പ്ലസ് DA ബേസ്ഡ് ഓൺ ടേൺ ഓവർ, കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ ഓഫ് ലാസ്റ്റ് 10 months എന്ന് പറഞ്ഞാൽ ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് കേസിലൊക്കെ നമ്മൾ കണ്ട പോലെ തന്നെ ബേസിക് പേയും അതുപോലെ തന്നെ DA ഫോമിംഗ് പാർട്ടും കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവറും. ഇത് എത്ര മന്ത്സിൻ്റെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്? 10 monthsൻ്റെ ആവറേജ് എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ഇനി ഫസ്റ്റ് വൺ ലീവ് ക്രെഡിറ്റ് ഇൻറ്റു ആവറേജ് സാലറി പെർ മന്ത്. ലീവ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 50 ലീവ്സ് അലൗഡ് ആണ്, 20 ലീവ്സ് എടുത്തുള്ളൂ, 30 ലീവ് അപ്പോൾ എന്തുണ്ട് നമുക്ക് ലീവ് ക്രെഡിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏൺഡ് ലീവ് ഉണ്ട്. എടുക്കാത്ത ലീവിനെ പറയുന്ന പേരാണ് ലീവ് ക്രെഡിറ്റ്. അപ്പോൾ ലീവ് ക്രെഡിറ്റ് ഇൻറ്റു ആവറേജ് സാലറി പെർ മന്ത്. അപ്പോൾ ഫസ്റ്റ് ഇയർത്തെ എൻ്റെ ലീവ് ക്രെഡിറ്റ് എത്രയാണ്? ഫസ്റ്റ് മന്തിലെ ആ 1 month ലീവാണ്, 30 days ആണ് 1 month ലീവ്. അപ്പോൾ ലീവ് ക്രെഡിറ്റ് ഇൻറ്റു അത് മന്ത്സിൽ എടുക്കണം, കാരണം ഇവിടെ ആവറേജ് സാലറി പെർ മന്തിനോട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ലീവ് ക്രെഡിറ്റ് ഇൻ മന്ത്സ് ഇൻറ്റു ആവറേജ് സാലറി പെർ മന്ത്. ആവറേജ് സാലറി പെർ മന്ത് പറഞ്ഞാൽ സാലറി ഫോർ 10 months പീരീഡിൻ്റെ ആവറേജ് ആണെന്ന് നമുക്കറിയാം. പിന്നെ ലീവ് ക്രെഡിറ്റ് എങ്ങനെ കാണാമെന്നില്ല താഴെ കൊടുത്തിട്ടുണ്ട്. ലീവ് ക്രെഡിറ്റ് മൈനസ് ലീവ് അലൗഡ് മൈനസ് ലീവ് ടേക്കൺ. പിന്നെ എന്താ വെച്ചാൽ ഒരു ഇയറിൽ നമ്മൾ മാക്സിമം 30 days മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ലീവ് ക്രെഡിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഒരു കമ്പനി അലോ ചെയ്ത ലീവ് 60 ആണ്, എംപ്ലോയി എടുത്ത് 20 ആണ്. അപ്പോൾ അയാൾക്ക് ലീവ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 40 ഉണ്ട്. 60 - 20 40 ഉണ്ട്. പക്ഷേ മാക്സിമം അലോ ചെയ്യുന്ന ലീവ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 60 - 20 40 അലോ ചെയ്യൂല, ബട്ട് 30 ഓൺലി വിൽ ബി അലൗഡ്. സോ ദിസ് ഈസ് ഹൗ ദ എക്സംഷൻ ഫോർ എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ് ഈസ് കമ്പ്യൂട്ടഡ്. ഗവൺമെൻറ് എംപ്ലോയിക്കും അതർ എംപ്ലോയിക്കും സെപ്പറേറ്റ് ആണ്. Mr. Gupta retired on 1/12/2019 after 20 years and 10 months of service, receiving leave salary of 5 lakh. അപ്പോൾ ലീവ് സാലറി റിസീവ് ചെയ്ത് ഇവിടെ 5 lakh ആണ്. അതർ ഡീറ്റെയിൽസ് ഓഫ് ഈ സാലറി ഇൻകംസ് ആർ: ബേസിക് സാലറി 5,000 ആണ്, ഇൻക്രീസ് വിത്ത് എഫക്ട് ഫ്രം 1/4/2019. 1/4/2019 ആണ് 5,000 ആയിട്ട് കൂടിയത്. ദെൻ ഡിയർനെസ് അലവൻസ് 3,000 പെർ മന്ത്, 60% ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെൻ്റ് ആണ്. അപ്പോൾ ബേസിക് DA ഇൻ ടേംസ് പറഞ്ഞാൽ 3,000 60%. പിന്നെ കമ്മീഷൻ തന്നിട്ടുണ്ട്, ടേൺ ഓവർ ബേസ്ഡ് ആണോ എന്നുള്ളത് ഇൻഫർമേഷൻ ഇതുവരെ തന്നിട്ടില്ല. ബോണസ് ഉണ്ട്. ലീവ് അവൈൽഡ് ഡ്യൂറിങ് സർവീസ്. ലീവ് അവൈൽഡ് ഡ്യൂറിങ് സർവീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലീവ് എന്ന് പറഞ്ഞാൽ 480 ആണ്. യു ആർ എൻറ്റൈറ്റിൽഡ് ടു 30 days എവറി ഇയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ വർഷവും നമുക്ക് 30 days ആയിരുന്നു നമുക്ക് അലോ ചെയ്ത ലീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റഡ് ഇയറിൻ്റെ ബേസിലാണ് നമ്മൾ ലീവ് അലൗഡ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. കാരണം ഇയാൾ ഈ വർഷം കംപ്ലീറ്റ് ചെയ്താലേ ഈ വർഷത്തേക്കുള്ള ലീവ് കംപ്ലീറ്റ് ചെയ്യാൻ കിട്ടത്തുള്ളൂ. അപ്പോൾ പ്രൊപ്പോർഷനേറ്റ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 30 days ലീവ് കിട്ടും ഓരോ വർഷവും. അപ്പോൾ ഇയാൾ 20 days കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 21 കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് 30 × 20 ഹൗ മച്ച്? 600 ആണ് ഇയാൾക്ക് അലോ ആയ ലീവ്. പക്ഷേ ഇയാൾ 480 എടുത്തിട്ടുള്ളൂ. അപ്പോൾ എത്ര ലീവ് പെൻഡിങ് ഉണ്ട്? ലീവ് ക്രെഡിറ്റ് ഉണ്ട്. 600 - 480 120. 120 ഡിവൈഡ് ബൈ 30 ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ആക്ച്വലി ഇയാൾക്ക് 4 month ലീവ് ക്രെഡിറ്റ് ഉണ്ട്. ആ 4 month ലീവ് ക്രെഡിറ്റ് എൻകാഷ് ചെയ്തപ്പോഴാണ് ഇയാൾക്ക് 5 lakh rupees കിട്ടിയത്. അപ്പോൾ 5 lakh rupees കിട്ടിയപ്പോൾ ആ ലീവ് എൻകാഷ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇൻ കേസ് ഫസ്റ്റ് ഹീസ് എ ഗവൺമെൻറ് എംപ്ലോയി. അപ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് എംപ്ലോയിക്ക് എൻകാഷ്മെൻറ്റ് ഓഫ് ലീവ് കിട്ടി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫുള്ളി എക്സെപ്റ്റ് ആണ്. സോ ഇൻ കേസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയി ദ എമൗണ്ട് ഈസ് ഫുള്ളി എക്സെപ്റ്റ്, നോ നീഡ് ഫോർ എനി ഫർദർ കാൽക്കുലേഷൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഇനി ഹീസ് എ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആവുന്ന സമയത്ത് അതർ എംപ്ലോയീസിൻ്റെ കേസിൽ നമ്മൾ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആയിട്ട് 3 കമ്പ്യൂട്ടേഷൻ നടത്തണം. ഫസ്റ്റ് വൺ ലീവ് ക്രെഡിറ്റ് ഇൻറ്റു ആവറേജ് സാലറി പെർ മന്ത്. ആവറേജ് സാലറി പെർ മന്ത് എന്ന് പറയുമ്പോൾ സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് പേ പ്ലസ് DA പ്ലസ് കമ്മീഷൻ ബേസ്ഡ് ടേൺ ഓവർ ആവറേജ് സാലറി ഓഫ് ലാസ്റ്റ് 10 months എടുത്ത് വേണം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് വാട്ട് വി സേ, നമുക്ക് അതർ ലിമിറ്റ് നോക്കാം. ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് 5 lakh ആണ്. എമൗണ്ട് ഓഫ് 3 lakh അതും ഓക്കെയാണ്. ഇനി ആവറേജ് സാലറി പെർ മന്ത് 10 months സാലറി ബേസ്ഡ് ഓൺ ആവറേജ് സാലറി ഓഫ് ലാസ്റ്റ് 10 month. അപ്പോൾ ലാസ്റ്റ് 10 monthൻ്റെ ആവറേജ് സാലറി എടുക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ സാലറിക്ക് ഒരു ഇൻക്രിമെൻറ്റ് വന്നിട്ടുണ്ട് 1/4/2019. നമ്മൾ റിട്ടയർ ആയത് 1/12/2019 ആണ്. അപ്പോൾ നമ്മൾ ഡിസംബർ മുന്നല്ലേ ലാസ്റ്റ് നവംബർ മുതൽ പുറകോട്ട് 10 മാസം എടുക്കുന്നുണ്ട്. 10 മാസം എടുക്കുന്ന സമയത്ത് ഈ 5,000 ആയത് ഏപ്രിൽ മുതലാണ്. അപ്പോൾ ഏപ്രിലിന് മുന്നല്ല മാസങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് 5,000 മുന്നല്ലേ 1,000 ആണ് ഇൻക്രീസ് ചെയ്തതെന്ന് പറയുമ്പോൾ 5,000 മുന്നല്ല സാലറി എത്ര ആയിരിക്കും? 4,000 ആയിരിക്കും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. അതായത് DA നമുക്ക് ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് തന്ന ഫിഗർ ഒന്നായിട്ട് അങ്ങ് എടുത്ത് പോകരുത്. യു വിൽ ഗെറ്റ് മിസ്റ്റേക്ക്ഡ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആ ഫിഗർ മാറ്റിയിട്ട് എടുക്കണം. അപ്പോൾ അത് ഈസിയാണ്, ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നവംബർ ഒന്ന് പുറകോട്ട് ചെല്ലുമ്പോൾ നവംബർ, ഒക്ടോബർ, സെപ്റ്റംബർ, ഓഗസ്റ്റ്, ജൂലൈ, ദെൻ ജൂൺ, മെയ്,
ഏപ്രിൽ. അപ്പോൾ ഏപ്രിൽ വരെ ഈ 8 മാസം നമ്മൾ എടുക്കേണ്ടത് 5,000 ആണ്. പിന്നെ ഇല്ല 2 മാസം എന്ന് പറഞ്ഞാൽ മാർച്ച് ഫെബ്രുവരി നമ്മൾ 4,000 എടുക്കാം. പിന്നെ 60% 3,000 കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ ആണ് പറയേണ്ടില്ല, അപ്പോൾ അത് ഇഗ്നോർ ചെയ്യുക. ഇൻറ്റു 10/10 മന്ത്സ് 66,000. പിന്നെ ക്യാഷ് ഈക്വലൻ്റ് ഓഫ് ലീവ്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് കാൽക്കുലേഷൻ ഇതാണ് നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യം. ലീവ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 3 months ആണ്. കാരണം 120 days ഈസ് ഈക്വൽ ടു 3 അല്ല 4 months. അപ്പോൾ 4 months ഇൻറ്റു 4 months ഇൻറ്റു നമ്മുടെ ആ കാൽക്കുലേഷൻ ചെയ്താൽ മതി. 4 months ഇൻറ്റു ആവറേജ് സാലറി പെർ മന്ത് പറയുമ്പോൾ 6,600 ആണ് ഇവിടെ വരിക. കാരണം 66,000 ആണ് 10 month സാലറി. അപ്പോൾ ഡിവൈഡ് ബൈ 10 അടിക്കുമ്പോൾ ആവറേജ് സാലറി പെർ മന്ത് 66,000 ഡിവൈഡ് ബൈ 10 അടിക്കുമ്പോൾ 6,600 കിട്ടും. അപ്പോൾ 6,600 ഇൻറ്റു 4 അടിച്ചാൽ 26,400. അപ്പോൾ ഇതിൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എന്നാണ് കിട്ടുക. ഈ 5 lakh 3 lakh 66 26,400. അപ്പോൾ അതിൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് ഏതേക്കാരം കേസ് വരിക, നമ്മുടെ ഇതായിരിക്കും എക്സംഷൻ കിട്ടുക. 26,400 ആണ് എക്സംഷൻ കിട്ടുക ആ കേസിൽ. അപ്പോൾ ലീവ് സാലറി റിസീവ്ഡ് 5 lakh, എക്സംഷൻ 10 EIL 26,400. അപ്പോൾ ബാക്കി ടാക്സിബിൾ 4,73,600. ദിസ് ഈസ് ഹൗ ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ്. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയിക്ക് ഫുള്ളി എക്സംപ്റ്റ്, അതുപോലെ തന്നെ അതർ ദാൻ ഗവൺമെൻറ് എംപ്ലോയിക്ക് എക്സംഷൻ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ആ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്ങിൻ്റെ വർക്കിംഗ് എങ്ങനെ ചെയ്യുന്നില്ലാണ് നമ്മൾ പിന്നെ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഹോപ്പ് യു ആർ ഫൈൻ. Next we are going to discuss retrenchment compensation. Hope you are understanding. We are down discussing retirement benefit, pension, gratuity, encashment of earned leave. These things we discussed. The pending things are retrenchment compensation and compensation on VRS. റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എംപ്ലോയിനെ നമ്മൾ പിരിച്ചു വിടുമ്പോൾ, അറ്റ് ദ വിൽ ഓഫ് എംപ്ലോയർ പിരിച്ചു വിടുന്ന സമയത്ത് അയാൾക്ക് കൊടുക്കുന്ന കോമ്പൻസേഷനാണ് റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ. അത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസൊക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 വാട്ട് ഓർ ഇറ്റ് മേ ബി. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഹി വിൽ ഹാവ് എൻ എക്സംഷൻ ഓഫ് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഇപ്പോൾ 15 days എന്ന് പറഞ്ഞാൽ 15/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആൻഡ് പാർട്ട് ദെയർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 months. ഈ ഒരു സംഭവം നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്? നമ്മൾ ഗ്രാറ്റുവിറ്റിയിൽ നോട്ട് കവേർഡ് എംപ്ലോയിൻ്റെ കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓർ an amount of 5 lakh വിച്ച് എവർ ഈസ് ലോവർ. ആ കേസ് ആ എമൗണ്ട് ഇയാൾക്ക് എന്തായിട്ട് കിട്ടും? ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. പിന്നെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഗവൺമെൻറ് എംപ്ലോയീസിനൊന്നും അപ്ലിക്കബിൾ അല്ല, നോർമലി പ്രൈവറ്റ് സെക്ടറിലാണ് അപ്ലിക്കബിൾ. പിന്നെ ഇവിടെ സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂഷ്വലി HR സാലറി ബേസിക് പേ പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ടേൺ ഓവർ ബേസ്ഡ് ഓൺ കമ്മീഷനാണ്. ഇതിൽ പ്രോബ്ലം ഒന്നും വരുന്നില്ല. ജസ്റ്റ് യു മേക്ക് എൻ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ. വാട്ട് ഈസ് ദ എക്സംഷൻ ലിമിറ്റ് ആൾസോ. നെക്സ്റ്റ് വൺ, വോളണ്ടറി റിട്ടയർമെൻറ്റ് കോമ്പൻസേഷൻ. വോളണ്ടറി റിട്ടയർമെൻറ്റ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടോ. ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്കറിയാം ടെലികോം കമ്പനി, പബ്ലിക് സെക്ടർ കമ്പനി BSNL ഓഫേർഡ് VRS സ്കീം ടു ഇറ്റ്സ് എംപ്ലോയീസ് ആൻഡ് മെനി തൗസൻഡ്സ് ഓഫ് എംപ്ലോയീസ് റിട്ടയർഡ് ഫ്രം BSNL 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കോ എന്തോ കമ്പനി ലോസിലായതുകൊണ്ട് കമ്പനിയിൽ നിന്നും വോളണ്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത് പോകാനൊരു ഓപ്ഷൻ കൊടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ വോളണ്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത് പോകുന്ന സമയത്ത് കമ്പനി വലിയൊരു എമൗണ്ട് ഇവന്മാർക്ക് കോമ്പൻസേഷനായിട്ട് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവർ അത് റിട്ടയർ ചെയ്ത് പോവാണ്. ആ കോമ്പൻസേഷൻ അവർ കിട്ടിക്കഴിഞ്ഞാൽ ആ കോമ്പൻസേഷൻ അവർക്കൊരു ഇൻകമാണ്. ആ ഇൻകം ടാക്സ് ചെയ്യുമ്പോൾ അതിനൊരു എക്സംഷൻ ഉണ്ട്. ആ എക്സംഷൻ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആണ് ടാക്സബിൾ, എക്സംപ്റ്റഡ്. ഇവിടെ ഗവൺമെൻറ് എംപ്ലോയി നോൺ ഗവൺമെൻറ് എംപ്ലോയി ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. ഒരു എലിജിബിൾ എംപ്ലോയി അങ്ങനെ എലിജിബിൾ എൻ്റർപ്രൈസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ദാറ്റ് യു ക്യാൻ റീഡ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ്സെൽഫ്. ബട്ട് ജനറലി ഐ എം ഡിസ്കസിങ് ഈ വോളണ്ടറി റിട്ടയർമെൻറ്റ് കോമ്പൻസേഷൻ കിട്ടുന്ന സമയത്തും ദർ ഈസ് എ പോർഷൻ എക്സംപ്റ്റഡ്. ആ പോർഷൻ ഏതാണെന്നില്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3 months സാലറി ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് കംപ്ലീറ്റഡ് സർവീസ്. അവസാനത്തെ 3 മാസത്തെ സാലറി ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് കംപ്ലീറ്റഡ് സർവീസ് കേട്ടോ. ദെൻ ലാസ്റ്റ് മന്ത് സാലറി പെർ മന്ത് ഇൻറ്റു നമ്പർ ഓഫ് റിമൈനിങ് മന്ത്സ് ഓഫ് സർവീസ്. മേലെ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് കംപ്ലീറ്റഡ് സർവീസ് ആയിരുന്നു, ഇവിടെ താഴെ നമ്പർ ഓഫ് റിമൈനിങ് മന്ത്സ് ഓഫ് സർവീസ് ആണ്. പ്ലീസ് മേക്ക് ആൻ അണ്ടർസ്റ്റാൻഡിങ്. ദെൻ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്, യൂഷ്വലി എല്ലായിടത്തും ഉണ്ട് അവിടെ കേസ് തന്നെ. പിന്നെ അതുപോലെ തന്നെ എമൗണ്ട് ലിമിറ്റ് 5 lakh. ഇവിടെ മുകളിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് കംപ്ലീറ്റ് ആണ്, ഇവിടെ നമ്പർ ഓഫ് മന്ത്സ് ഓഫ് സർവീസാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ സാലറി എന്ന് പറയുമ്പോൾ ആവറേജ് ഒന്നും എടുക്കേണ്ട, ലാസ്റ്റ് റിട്ടയർ ആയ മന്തിലെ സാലറിയാണ്. അപ്പോൾ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ഈസ് ഈക്വൽ ടു ബേസിക് പേ പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ. ലെറ്റ്സ് ഡു ആൻ എക്സാമ്പിൾ. Illustration number 9. Datta received voluntary retirement compensation of 7 lakh after 30 years and 4 months of service. He still has 6 years of service left. At the time of voluntary retirement, he was drawing basic salary 20,000, dearness allowance which form part 5,000, compute taxable voluntary retirement compensation. Retirement compensation taxable എത്രയെന്നല്ല ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയാം ലിമിറ്റുകൾ നോക്കാം. ഒന്ന് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ഈസ് ഈക്വൽ ടു 7 lakh. രണ്ടാമത്തെ എമൗണ്ട് ലിമിറ്റ്
നമ്മുടെ 5 lakh. തേർഡ് വൺ ലാസ്റ്റ് മന്ത് സാലറി 3 months സാലറി ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് കംപ്ലീറ്റഡ് സർവീസ്. അപ്പോൾ 3 months സാലറി എന്ന് പറയുമ്പോൾ ലാസ്റ്റ് മന്ത് സാലറി 20,000 ആണ്. സാലറി ഈസ് ഈക്വൽ ടു ബേസിക് പേ പ്ലസ് DA ഫോമിംഗ് പാർട്ടാണ്. അപ്പോൾ 25,000 ആണ് സാലറി ഇൻറ്റു 3. അപ്പോൾ ഹൗ മച്ച് 75,000. ദെൻ അത് ഇൻറ്റു ഹൗ മച്ച് ഇയേഴ്സ് ഹി ഹാസ് കംപ്ലീറ്റഡ് 30. അപ്പോൾ 22,50,000. ഇനി നെക്സ്റ്റ് വണ് ഇയാൾക്ക് ഇനി ബാക്കി 6 years ലെഫ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ലാസ്റ്റ് സാലറി പെർ മന്തിന് നമ്പർ ഓഫ് റിമൈനിങ് മന്ത്സ് ഓഫ് സർവീസ് 6 years ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ ഓരോ ഇയറിലും 12 മാസം വെച്ച് 6 into 12 ഹൗ മച്ച് മന്ത് സ്പെൻഡിങ് 72 months സ്പെൻഡിങ്. ആൻഡ് വാട്ട് ഈസ് ദ സാലറി പെർ മന്ത്, ലാസ്റ്റ് സാലറി പെർ മന്ത് 20,000 ബേസിക് പേ ആൻഡ് 5,000 DA ഫോമിംഗ് പാർട്ട്. സോ 72 into 25,000 ഈസ് ഈക്വൽ ടു 18 lakh. അപ്പോൾ ഇതിൽ ഏറ്റവും ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 5 lakh ആണ്. അപ്പോൾ 7 lakhൽ 5 lakh എക്സംഷൻ കിട്ടും 10(10)(c) വോളണ്ടറി റിട്ടയർമെൻറ്റ് കോമ്പൻസേഷൻ എക്സംഷനിൽ. അപ്പോൾ ബാക്കി ടാക്സബിൾ വോളണ്ടറി റിട്ടയർമെൻറ്റ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓൺലി 7 lakh മൈനസ് 5 lakh 2 lakh. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ള റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ആംഗിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ആദ്യം ബേസിക് പേ അലവൻസുകൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് വാട്ട് മീൻസ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ആണ്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് നമ്മൾ കവർ ചെയ്തത് പെൻഷൻ, ഗ്രാറ്റുവിറ്റി, എൻകാഷ്മെൻറ്റ് ഓഫ് ഫണ്ട് ലീവ്, റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ ആൻഡ് VRS കോമ്പൻസേഷൻ. സോ ദ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് പാർട്ട് ഈസ് ആൾസോ ഓവർ. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു prerequisites, one of the major area of this chapter, covering a lot of provisions and rules and all these things. It has got a bulk area. So അതിന് മുമ്പ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കേസാണ് പ്രൊവിഡൻറ്റ് ഫണ്ട്. So next we are going to discuss provident fund. What are provident funds? Why provident fund? What is the tax treatment of provident fund? And all these things are going to be discussed. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് provident fund? സിമ്പിളായിട്ട് provident fund എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ആ എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് ഒരു certain എമൗണ്ട് എല്ലാ മന്തിലും എംപ്ലോയർ ഡിഡക്റ്റ് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ മൈ മന്ത്ലി സാലറി ഈസ് 20,000. അപ്പോൾ എൻ്റെ മന്ത്ലി സാലറി 20,000 ആണെങ്കിൽ എൻ്റെ എംപ്ലോയർ എല്ലാ മന്തും പേയ്മെൻറ്റ് തരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്നും ഒരു 12%, ദാറ്റ് വിൽ ബി ആസ് പെർ റൂൾസ് 12% സാലറി കട്ട് ചെയ്യും PF ആയിട്ട്. അപ്പോൾ ആ ഒരു കോൺട്രിബ്യൂഷന് അത് എംപ്ലോയിൻ്റെ കയ്യിൽ നിന്നുമുള്ള കോൺട്രിബ്യൂഷനാണ്. പക്ഷേ അത് എംപ്ലോയറാണ് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത് വാങ്ങുന്നത്. ആ കോൺട്രിബ്യൂഷൻ നമ്മൾ പറയുന്ന പേരാണ് എംപ്ലോയി കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഈ എംപ്ലോയി ആക്ച്വലി 20,000 ആണ് അവന് മന്ത്ലി സാലറി കിട്ടേണ്ടത്. പക്ഷേ PF അവൻ്റെ കയ്യിൽ നിന്നും ആര് പിടിക്കും? എംപ്ലോയി പിടിക്കും. അപ്പോൾ എംപ്ലോയി പിടിച്ച് കഴിഞ്ഞാൽ ബാക്കി 2,400 പോയി കഴിഞ്ഞാൽ ബാക്കി 17,600 ആര് കൊടുക്കുകയുള്ളൂ? എംപ്ലോയിക്ക് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് എംപ്ലോയി കോൺട്രിബ്യൂഷൻ. എത്രയാണോ എംപ്ലോയി PFൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതേ എമൗണ്ട് നമ്മൾ ആരും കോൺട്രിബ്യൂട്ട് ചെയ്യും? എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ എംപ്ലോയിൻ്റെ നിന്ന് കട്ട് ചെയ്ത എംപ്ലോയി കോൺട്രിബ്യൂഷൻ 2,400 അതുപോലെ തന്നെ എംപ്ലോയർ സ്വന്തമായിട്ട് എംപ്ലോയിൻ്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യണം 2,400. അങ്ങനെ ഒരു മന്തിൽ ടോട്ടലി ഈ എംപ്ലോയിൻ്റെ PFലോട്ട് പോകുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4,800 ആണ്. അപ്പോൾ ഈ 4,800 നമ്മൾ PF ഓർഗനൈസേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? മാൻഡേറ്ററി ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇതാരാ ചെയ്യുക? എംപ്ലോയറാണ് ചെയ്യുക. ഓൺ ബിഹാഫ് ഓഫ് എംപ്ലോയി. ഇങ്ങനെ എല്ലാ മന്തിലും ഒരു എംപ്ലോയി ഡ്യൂറിങ് സർവീസിലിരിക്കുന്ന സമയത്ത് ഇതെല്ലാം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ പൈസ ആരുടെ കയ്യിലല്ലത്? നമ്മുടെ PF ഓർഗനൈസേഷൻ്റെ കയ്യിലല്ലത്. PF ഓർഗനൈസേഷൻ ഇത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് PF കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ഒരു പോർഷൻ എല്ലാ വർഷവും ഈ എംപ്ലോയിൻ്റെ PF അക്കൗണ്ടിലോട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. PF അക്കൗണ്ട് ഈസ് ജസ്റ്റ് ലൈക്ക് യുവർ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ മാത്രമേ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുള്ളൂ. ഇവിടെ നമ്മൾ എംപ്ലോയിയും ഡെപ്പോസിറ്റ് ചെയ്യും, എംപ്ലോയറും ഡെപ്പോസിറ്റ് ചെയ്യും. അതുപോലെ ഈ PF അക്കൗണ്ട് സാധാരണ ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ? എംപ്ലോയീസിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ആനുവലി ആര് ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യും? നമ്മുടെ ബാങ്ക് ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യില്ലേ, അതേപോലെ നമുക്ക് PF നമുക്ക് എന്ത് ചെയ്യും? ഇൻട്രസ്റ്റും തരും. ഇതാണ് PFൻ്റെ ഒരു മെക്കാനിസം. അപ്പോൾ PFൽ എന്തൊക്കെയുള്ളത്? എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഉണ്ട്, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഉണ്ട്, ആനുവലി ക്രെഡിറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു എംപ്ലോയി റിട്ടയർ ആവുന്ന സമയത്ത് അവസാനം നമ്മൾ ഈ PF എന്ത് ചെയ്യും? വിഡ്രോ ചെയ്യും. അപ്പോൾ PF വിഡ്രോ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു PF നടക്കുന്ന കാര്യങ്ങൾ 4 കാര്യങ്ങളാണ്, അല്ലെങ്കിൽ 3 കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് പറയാം. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഉണ്ട്, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ആനുവലി PF അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്ന ഇൻട്രസ്റ്റ് ഉണ്ട്. ആൻഡ് ഫൈനലി നമ്മൾ എന്ത് ചെയ്യുക? ലംസമായിട്ട് PFലെ എമൗണ്ട് ബാലൻസ് എത്ര ഉള്ളത് ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക? വിഡ്രോ ചെയ്യുക.
ഇതൊക്കെയാണ് നമുക്ക് പി എഫിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇൻകം ടാക്സ് പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് പി എഫിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ട്രീറ്റ്മെൻറ്റിൻ്റെ ബേസിൽ പി എഫിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ എസ് പി എഫ്. എസ് പി എഫ് മീൻസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് പ്രകാരം എംപ്ലോയീസിന് വേണ്ടി ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്ത ഒരു പി എഫ് ആണ് ആക്ച്വലി നമ്മുടെ എസ് പി എഫ്. അപ്പോൾ എസ് പി എഫ് പറഞ്ഞാൽ നമ്മുടെ ആരുടെ പി എഫ്? ഗവൺമെൻറ്റിൻ്റെ പി എഫ്, സെറ്റപ്പ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. ഇ പി എഫ് എന്നൊക്കെ പറയും. അതാണ് എസ് പി എഫ്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്. നെക്സ്റ്റ് വൺ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ബാങ്കാണ്. എൻ്റെ ബാങ്കിൽ ഒരു 5000 എംപ്ലോയീസൊക്കെ ഉണ്ട്. അപ്പോൾ 5000 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഈ എംപ്ലോയീസിലെ പി എഫ് ആക്ട് പ്രകാരം 20 എംപ്ലോയീസിൽ കൂടുതൽ എവിടെ എംപ്ലോയീസ് ഉണ്ടോ അവിടെയൊക്കെ പി എഫ് അപ്ലിക്കബിൾ ആണ്. പി എഫ് വേണം അവിടുത്തെ എംപ്ലോയീസിനൊക്കെ എന്നൊക്കെ റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് പി എഫ് ആക്ട് പ്രകാരം. ഇനി എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു ഹാവ് പി എഫ് ഫോർ മൈ എംപ്ലോയീസ്. സോ സാധാരണ പി എഫ് ഒരു സ്ഥാപനം എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എഫ് എല്ലാം ആരുടെ പി എഫ് എടുക്കും? എസ് പി എഫ് എടുക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ പി എഫ് ആക്ട് പ്രകാരമല്ല ഇ പി എഫ് പോലാണ് എന്ത് ചെയ്യുക? പി എഫ് ചെയ്യുക. അപ്പോൾ അതിന് പകരമായിട്ട് ആർക്കും സ്വന്തമായിട്ട് പി എഫ് ഉണ്ടാക്കുക. നമുക്ക് നമ്മുടെ ബാങ്കിന് പി എഫ് എല്ലാവർക്കും ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റുന്നില്ല. അതിന് റൂളും റെസ്ട്രിക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. പ്രൈവറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യുക? പി എഫ് ഉണ്ടാക്കുക. ഇതുപോലെയെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഹോസ്പിറ്റൽസും അതുപോലെ തന്നെ സ്കൂൾസൊക്കെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ആരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്രൈവറ്റ് സെക്ടറും പ്രൊവൈഡ് ചെയ്യണില്ലേ? അപ്പോൾ പ്രൈവറ്റ് സെക്ടറിന് തോന്നിയ പോലെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഇറ്റ് വിൽ ബി റെഗുലേറ്റഡ് ബൈ ദ ഗവൺമെൻറ് അല്ലേ? ഗവൺമെൻറ് എപ്പോഴും എന്ത് ചെയ്യും? റെഗുലേറ്റ് ചെയ്യും. അപ്പോൾ അതുപോലെ പി എഫ് ആർക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിനും പി എഫ് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഐ മീൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിനല്ല, പ്രൈവറ്റ് പാർട്ടീസിനും പി എഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആ പി എഫിന് ഇൻകം ടാക്സിൻ്റെ അപ്രൂവൽ കിട്ടണം. അങ്ങനെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുള്ളൂ. ഇനി അപ്രൂവൽ കിട്ടിയിട്ടില്ലെങ്കിലോ ആ പി എഫിനെ പറയുന്ന പേരാണ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇപ്പോൾ എയ്ഡഡ് സ്കൂൾ, പ്രൈവറ്റ് സ്കൂൾ എന്നൊക്കെ പറയില്ലേ? അതേപോലെ. അപ്പോൾ ആർ പി എഫ് എന്ന് പറഞ്ഞാൽ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, പ്രൈവറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. പക്ഷേ അതിന് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇൻകം ടാക്സിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. യു ആർ പി എഫ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ അപ്രൂവൽ എന്ത് ചെയ്തിട്ടില്ല? കിട്ടിയിട്ടില്ല. അത്രേ ഉള്ളൂ. ഇനി ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസിനാണ് ഈ എസ് പി എഫിലും ആർ പി എഫിലും യു ആർ പി എഫിലും ഒക്കെ മെമ്പർഷിപ്പ്. അവരുടെ സേവിങ്സ് ഹാബിറ്റ് ഇമ്പ്രൂവ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പി എഫ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. എസ് പി എഫ്, ആർ പി എഫ്, യു ആർ പി എഫ്. ഇപ്പോൾ നാളെ നിങ്ങളൊരു ചാർട്ടർ അക്കൗണ്ടൻ്റൊക്കെ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്യുന്ന സമയത്ത് യു ആർ നോട്ട് ആൻ എംപ്ലോയി, യു ആർ എ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ. അപ്പോൾ ഇങ്ങനെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കാൻ പറ്റണം? പി എഫ് കൊടുക്കുക എന്നുള്ളൊരു ടാർഗറ്റോട് കൂടിയിട്ടാണ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് പി പി എഫ് നമ്മൾ ഫോം ചെയ്തത്. പി പി എഫ് എസ് പി എഫ് പോലെ തന്നെ ഗവൺമെൻറ് ഫോം ചെയ്ത പി എഫ് ആണ്. പക്ഷേ ദാറ്റ് ഈസ് മെൻറ്റ് ഫോർ ജനറൽ പബ്ലിക്, നോട്ട് ഓപ്പൺ വാട്ട് വി സേ നോട്ട് മെയിൻലി ഫോക്കസിങ് ഓൺ എംപ്ലോയീസിന് മാത്രമല്ല ജനറൽ പബ്ലിക്കിന് മെമ്പർഷിപ്പ് കൊടുക്കുക, പബ്ലിക്കിൻ്റെ കയ്യിലുള്ള സേവിങ്സ് ഹാബിറ്റ് ബൂസ്റ്റ് ചെയ്യുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് പി പി എഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ 4 പി എഫ് ആളിൽ പബ്ലിക്കിന് എല്ലാ റൈറ്റും കാര്യങ്ങളും ഇല്ല പി എഫ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അൺഡൗട്ടഡ്ലി പി പി എഫ്, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. അപ്പോൾ ഇതാണ് ഈ 4 പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇതൊന്നും ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു പി എഫിൽ 4 ഇവൻ്റാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. ഫസ്റ്റ് വൺ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, പിന്നെ എംപ്ലോയി കോൺട്രിബ്യൂഷൻ, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ആനുവലി ആൻഡ് അക്യുമുലേറ്റഡ് ബാലൻസ് റിസീവ്ഡ് ഓൺ റിട്ടയർമെൻറ്റ്. അപ്പോൾ ഈ 4 പി എഫിലും ഈ 4 കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പഠിച്ചാൽ മതി. ദാറ്റ്സ് അപ് ടു യു, ദാറ്റ്സ് ഓൺലി അവർ ടാസ്ക്. അത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ? പഠിക്കാനുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് എസ് പി എഫ്. എസ് പി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആരുടെ പ്രൊവിഡൻറ്റ് ഫണ്ടാണ്? ഗവൺമെൻറ്റിൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവുക ഏത് പ്രൊവിഡൻറ്റ് ഫണ്ടിനേക്കാരം? ഗവൺമെൻറ്റിൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ടിനായിരിക്കും. അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ നോക്കടാ, നിൻ്റെ ഒരു മന്തിലെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 ആണ്. നിൻ്റെ കയ്യിൽ നിന്ന് 1,200 കട്ട് ചെയ്തിട്ട് നിനക്ക് ആക്ച്വലി 1,200 അല്ല 2,400 കട്ട് ചെയ്തിട്ട് 17,600 നിനക്ക് കമ്പനി തരുന്നുള്ളൂ. അങ്ങനെ തന്നു കഴിഞ്ഞാലും നോക്കണം, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതേ 2,400 ആര് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്? കമ്പനി നിൻ്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിനക്ക് കിട്ടേണ്ട 17,600 അല്ല. നിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ 20,000 ആണ്. 20,000 എന്ന് പറഞ്ഞാൽ അതിൽ 2,400 നീ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാണ്. അപ്പോൾ സാലറി കിട്ടുന്നതിന് ശേഷമുള്ള ഒരു ചിലവ് പോലെയാണ്. പക്ഷേ നിൻ്റെ സാലറി എത്ര തന്നെയാണ്? 20,000 ആണ്. 20,000 മാത്രമല്ല, നിനക്ക് വേണ്ടിയിട്ട് നിൻ്റെ പേരിലാണ് എംപ്ലോയർ 2,400 ഡെപ്പോസിറ്റ് ചെയ്യണത്. അപ്പോൾ നിൻ്റെ കയ്യിൽ കാശായിട്ടൊരു പൈസ തരുന്നതും നിനക്ക് വേണ്ടിയിട്ടൊരു ചിലവ് നമ്മുടെ എംപ്ലോയർ മീറ്റ് ചെയ്യുന്നതും നിനക്ക് കാശ് തന്ന പോലെ തന്നെ അല്ലേ? അപ്പോൾ നിൻ്റെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കിട്ടേണ്ട 20,000 പ്ലസ് 2,400 12,400 ആണ്. 12,000 അല്ല 22,400 ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ നമ്മൾ എംപ്ലോയിൻ്റെ ഇൻകമാണ് ആക്ച്വലി. കാരണം എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എങ്ങനെ ഇൻകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എംപ്ലോയിക്ക് വേണ്ടിയിട്ടാണ് ഈ പി എഫിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി എംപ്ലോയി ഈസ് ഗെറ്റിംഗ് എ ബെനിഫിറ്റ്. അപ്പോൾ എംപ്ലോയിക്ക് എംപ്ലോയറെ കയ്യിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് കിട്ടിയാലും അതൊക്കെ ടാക്സബിൾ ഇൻകമാണ്. അപ്പോൾ ആ ലെവലിൽ അത് നോർമലി ഇൻകമാണ്. പക്ഷേ ആ ഇൻകം എന്താണ്, എക്സംപ്റ്റ് ആണ്. എസ് പി എഫിലോട്ട് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻകം എക്സംപ്റ്റ് ആണ്. അത് ഇൻകമായിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യൂല. ഇനി എംപ്ലോയി പി എഫിലോട്ട് എസ് പി എഫിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസ എന്ന് പറഞ്ഞാൽ എംപ്ലോയിക്ക് ഇൻകം അല്ല, അത് എംപ്ലോയിക്ക് എന്താണ്, എക്സ്പെൻസാണ്. ആ എക്സ്പെൻസിന് ഇൻകം ടാക്സിൽ ഡിഡക്ഷൻ കിട്ടും. നമ്മൾ ചാപ്റ്റർ 6 നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നില്ലതൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ചില എക്സ്പെൻസുകളൊക്കെ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ എക്സ്പെൻസുകൾക്ക് നമുക്ക് ഇൻകം ടാക്സിൽ എന്ത് കിട്ടും, ഡിഡക്ഷൻസ് കിട്ടും. ആ ഡിഡക്ഷൻസ് കിട്ടുന്ന ഏരിയയാണ് നമ്മുടെ 80C, സെക്ഷൻ 80C. അപ്പോൾ 80Cയിൽ ആർക്ക് ഡിഡക്ഷൻ കിട്ടും, എംപ്ലോയിക്ക് ഡിഡക്ഷൻ കിട്ടും, എസ് പി എഫിലോട്ട് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്താൽ. പിന്നെ ആനുവലി ഈ പി എഫിലോട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് പി എഫിലോട്ട് ക്രെഡിറ്റ് ചെയ്താൽ നമുക്കറിയാം അത് ഇൻകം ആണെന്നൊക്കെ നമുക്കറിയുന്ന കേസുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മറ്റേ ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യയിൽ ആനുവൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു പ്രൊവിഡൻറ്റ് ഫണ്ട്, ദാറ്റ് ഈസ് എൻ ഇൻകം. പക്ഷേ ആ ഇൻകം എന്താണ്, എക്സംപ്റ്റ് ആണെന്ന് പറയുന്നത്. ആ ഇൻകം എക്സംപ്റ്റ് ആണ്. പി എഫിലോട്ട് എസ് പി എഫിലോട്ടാണ് ഇൻകം ക്രെഡിറ്റ് ആവണമെങ്കിൽ ആ ഇൻകം എക്സംപ്റ്റ് ആണ്. ഇനി അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം എംപ്ലോയി റിട്ടയർ ആവുന്ന സമയത്ത് ഈ അക്യുമുലേറ്റഡ് ബാലൻസ് എംപ്ലോയി റിസീവ് ചെയ്യുകയാണെങ്കിൽ ആ റിസീവ് ചെയ്യുന്നതും എന്താണ്, എക്സംപ്റ്റ് ആണ്. അപ്പോൾ മനസ്സിലാക്കുക, എസ് പി എഫിലോട്ട് എസ് പി എഫിൻ്റെ കേസ് ഇത്രേ ഉള്ളൂ. എസ് പി എഫിൻ്റെ കേസിൽ ഇത്രേ ഉള്ളൂ. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എക്സംപ്റ്റ് ആണ്. എംപ്ലോയി കോൺട്രിബ്യൂഷന് 80Cയിൽ ഡിഡക്ഷൻ കിട്ടും. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ്, ആനുവലി ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്നത് എക്സംപ്റ്റ് ആണ്. അതുപോലെ തന്നെ അക്യുമുലേറ്റഡ് ബാലൻസ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഫൈനൽ റിസീവ് ചെയ്യുന്നതും എന്താണ്, എക്സംപ്റ്റ് ആണ്. മോസ്റ്റ് ടാക്സ് ബെനിഫിറ്റ് ഇല്ല പ്രൊവിഡൻറ്റ് ഫണ്ടാണ് ആക്ച്വലി ഇത് എസ് പി എഫ്. ദെൻ ആർ പി എഫ് പറഞ്ഞാൽ പ്രൈവറ്റ് ഫണ്ട് ബട്ട് അപ്രൂവൽ ഈസ് റിസീവ്ഡ് ഫ്രം ഇൻകം ടാക്സ്. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എക്സംപ്റ്റ് ആണ്. പക്ഷേ സാലറിൻ്റെ ഇവിടെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് പേ പ്ലസ് DA ഫോമിംഗ് പാർട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സാലറിൻ്റെ 12% വരെ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. 12%-നേക്കാളും കൂടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 20,000 ആണ് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ വിച്ച് ഈസ് ഈക്വൽ ടു 20% ഓഫ് എംപ്ലോയി സാലറി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എംപ്ലോയി സാലറിൻ്റെ 20% ആണ് 20,000 എങ്കിൽ 12% വരെ എക്സംഷൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ 12,000 വരെ എക്സംഷൻ കിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 8,000 എന്താണ്, ടാക്സബിൾ ആണ്. ഇനി എംപ്ലോയി കോൺട്രിബ്യൂഷൻ, എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എംപ്ലോയിക്ക് എക്സ്പെൻസാണ്. ആ എക്സ്പെൻസിന് നമുക്ക് എന്ത് കിട്ടും, 80Cയിൽ ഡിഡക്ഷൻ കിട്ടും. ഇനി ആനുവലി പി എഫിലോട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 9.5% വരെ നമുക്ക് എക്സംഷൻ കിട്ടും. അതിൻ്റെ അപ്പുറം എന്ത് കിട്ടില്ല, എക്സംഷൻ കിട്ടില്ല. ഇനി അക്യുമുലേറ്റഡ് ബാലൻസ് നമുക്ക് റിട്ടയർമെൻറ്റ് സമയത്ത് റിസീവ് ചെയ്യുന്ന സമയത്ത് എക്സംഷൻ കിട്ടും. പക്ഷേ ആ എക്സംഷന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ എംപ്ലോയി കണ്ടിന്യൂസ് ആയിട്ട് ആ കമ്പനിയിൽ മിനിമം 5 years എന്ത് കൊടുക്കണം, സർവീസ് ചെയ്യണം. ഇനി അതല്ല 5 വർഷത്തിന് മുന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, റിട്ടയർ ആയത്. ആ റിട്ടയർ ആയത് ഇൽ ഹെൽത്ത് കാരണമോ അതുപോലെ തന്നെ എംപ്ലോയറെ ബിസിനസ് പൂട്ടിയത് കാരണമോ അല്ലെങ്കിൽ എംപ്ലോയിൻ്റെ കൺട്രോളിലുള്ള ഒരു കാര്യത്തിൻ്റെ കൺട്രോളിലല്ലാത്ത ബിയോണ്ട് കൺട്രോളിലുള്ള ഒരു കാര്യം കൊണ്ടോ എന്ന് പറഞ്ഞാൽ എംപ്ലോയിൻ്റെ കൺട്രോളിലല്ലാത്ത ഒരു കാരണം കൊണ്ടോ ആണ് എംപ്ലോയി റിട്ടയർ ആയത് 5 വർഷത്തിന് മുന്നേ. അല്ലെങ്കിൽ റിട്ടയർ ആയ സമയത്ത് ഇയാളുടെ കംപ്ലീറ്റ് പൈസയും പി എഫത്തെ പൈസ ഇയാൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങി വേറെ കമ്പനിക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ പി എഫത്തെ ബാലൻസ് ആ കമ്പനിയിലൂടെ പി എഫിൻ്റെ ബാലൻസിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. ഇങ്ങനെ ഈ 4 കാര്യങ്ങൾ ചെയ്തിട്ട് 5 വർഷത്തിന് മുന്നേ നമ്മൾ റിട്ടയർ ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷമാണ് നമ്മൾ റിട്ടയർ ചെയ്തെങ്കിൽ മാത്രമേ ആർ പി എഫിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ, എക്സംഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആർ പി എഫിൽ എക്സംഷൻ കിട്ടില്ല. ദെൻ നെക്സ്റ്റ് വൺ പി പി എഫിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവമല്ല. കാരണം നിങ്ങൾ ആരാണ് പി പി എഫിൽ നമ്മൾ പറഞ്ഞാൽ അത് ആർക്കാണ്, സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ആണ്. നിങ്ങൾ എവിടെയെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇല്ല. യു ആർ നോട്ട് ഹാവിങ് എൻ എംപ്ലോയർ. സോ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എന്നൊരു കൺസെപ്റ്റ് എവിടെ അല്ല, പി പി എഫിലില്ല. എംപ്ലോയി കോൺട്രിബ്യൂഷൻ 80Cയിൽ ഡിഡക്ഷൻ കിട്ടും. ആനുവലി ക്രെഡിറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് പി പി എഫിൽ എക്സംപ്റ്റ് ആണ്. പിന്നെ ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ട് ആയതുകൊണ്ട് എസ് പി എഫിൻ്റെ പോലെ തന്നെയുള്ള ടാക്സ് ബെനിഫിറ്റ് ആർക്കും ഉണ്ടാവും, പി പി എഫിനും ഉണ്ടാവും. പിന്നെ അക്യുമുലേറ്റഡ് ബാലൻസ് റിസീവ്ഡും എന്താണ്, എക്സംപ്റ്റ് ആണ്. ലാസ്റ്റ് വൺ യു ആർ പി എഫിനാണ് ഏറ്റവും കുറവ് ടാക്സ് ബെനിഫിറ്റുകൾ ഉണ്ടാവുക, ഏറ്റവും കുറവ് ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവുക. കാരണം യു ആർ പി എഫ് പറഞ്ഞാൽ നമ്മൾ നോട്ട് വാട്ട് വി സേ റെക്കഗ്നൈസ്ഡ് ബൈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ആർക്കും ഉണ്ടാവും, യു ആർ പി എഫിനുണ്ടാവും. യു ആർ പി എഫിന് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സബിൾ അല്ല. എംപ്ലോയി കോൺട്രിബ്യൂഷന് ഡിഡക്ഷൻ കിട്ടില്ല. ഇൻട്രസ്റ്റ് ക്രെഡിറ്ററിനും എന്തല്ല, ടാക്സബിൾ അല്ല. ഇനിയാണ് യു ആർ പി എഫിൻ്റെ ക്ലൈമാക്സ് എപ്പോഴും എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ അക്യുമുലേറ്റഡ് ബാലൻസ് റിസീവ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനൽ ബാലൻസ് റിസീവ് ചെയ്യൂലേ, ആ സമയത്താണ് യു ആർ പി എഫിൻ്റെ എല്ലാ ഇഷ്യൂസും എന്നല്ല എല്ലാ കാര്യങ്ങളും ശരിക്ക് ക്ലൈമാക്സ് പോയിൻ്റ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ പറയും ഫോട്ടോ ഫിനിഷ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഏരിയ. അപ്പോൾ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ യു ആർ പി എഫിൽ ടാക്സ് ചെയ്യൂല.
അതുപോലെ തന്നെ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഡിഡക്ഷൻ കിട്ടില്ല, ഇൻട്രസ്റ്റും ടാക്സ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ്റെ കേസിലും ഇൻട്രസ്റ്റിൻ്റെ കേസിലും URPFന് നല്ലൊരു റിലാക്സേഷനൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നും. ആ തോന്നൽ വെറും തോന്നൽ മാത്രമാണ്. അത് അക്യുമുലേറ്റഡ് ബാലൻസ് എന്താ ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, പണി പാളും. അപ്പോൾ അക്യുമുലേറ്റഡ് ബാലൻസ് ഏതൊരു ഫണ്ടിലും PF, SPF, RPF, URPF എന്തും ആയിക്കോട്ടെ, നമുക്കറിയാം ഏതൊരു ഫണ്ടിലും 4 സാധനങ്ങളാണ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ വെൻ യു ടേക്ക് ആൻ അവിൽ മിൽക്ക്, ഇറ്റ് വിൽ ഹാവ് സം കോൺസ്റ്റിറ്റ്യുവൻസ്. ഏതൊക്കെ? മിൽക്ക്, അവിൽ, ദെൻ വഡൽസ്, ഷുഗർ, എക്സെട്ര അല്ലേ. അതിലെ കോൺസ്റ്റിറ്റ്യുവൻസ് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഏതൊരു പ്രൊവിഡൻറ്റ് ഫണ്ട് എടുത്താലും അതിൽ 4 കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ടാവുക പ്രധാനമായിട്ടും. ഒരു PFൽ ആദ്യം എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ഈ 4 കാര്യങ്ങളാണ് PFൽ എല്ലാ PF വിഡ്രോ ചെയ്യുമ്പോഴും. ഈ 4 കാര്യങ്ങളുടെ ഫോർ എക്സാമ്പിൾ നമ്മൾ ആനുവലി ഇട്ട എംപ്ലോയർ കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടും, എംപ്ലോയി കോൺട്രിബ്യൂഷൻ നമുക്ക് ആനുവലി ഇട്ടത് നമുക്ക് ടോട്ടൽ എമൗണ്ട് ഉണ്ടാവും, എല്ലാ വർഷവും ക്രെഡിറ്റ് ആയ ഇൻട്രസ്റ്റിൻ്റെ ടോട്ടൽ ഉണ്ടാവും. ഈ ഇൻട്രസ്റ്റ് രണ്ട് പേയ്മെൻറ്റാണ് PFലോട്ട് പോകുന്നത്. ഒന്ന് എംപ്ലോയർ കോൺട്രിബ്യൂഷനും ഒന്ന് എംപ്ലോയി കോൺട്രിബ്യൂഷനും. അപ്പോൾ ഈ 2 പേയ്മെൻറ്റും മേലെ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇൻട്രസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ 4 കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് നമുക്കൊരു PF വിഡ്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് ഉണ്ടാവുക. ഈ 4 കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, URPFൻ്റെ കേസിൽ ടാക്സ് ചെയ്യുക. അപ്പോൾ URPFൻ്റെ കേസിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടാക്സിബിൾ അല്ല, എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഡിഡക്ഷൻ കിട്ടില്ല, ഇൻട്രസ്റ്റും ടാക്സിബിൾ അല്ല. പക്ഷേ ഫൈനൽ എമൗണ്ട് കിട്ടുന്ന സമയത്ത് ഈ ഫൈനൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏത് PF ആണെങ്കിലും, URPFൻ്റെ കേസിലാണ് നമുക്ക് ഫൈനൽ എമൗണ്ട് ടാക്സ് ചെയ്യുന്നത്, ബാക്കി 3 PFും ഫൈനൽ എമൗണ്ട് ടാക്സ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഈ 4 എമൗണ്ടിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞാൽ സാലറി ആയിട്ട് ടാക്സ് ചെയ്യും. എംപ്ലോയി കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, നിങ്ങളെല്ലാ വർഷവും ഒരു എമൗണ്ട് അങ്ങനെ PF കിട്ടും. അവസാനം എടുത്തപ്പോൾ നിങ്ങളെ പോർഷൻ നിങ്ങൾക്ക് കിട്ടി. ഏതുപോലെ നിങ്ങളൊരു ഷെൽഫിലോട്ട് നിങ്ങളൊരു പൈസ മാറ്റി വെച്ചു, ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ആ ഷെൽഫിലത്തെ പൈസ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഇങ്കാണോ? ഒരിക്കലല്ല. നീ അത് മാറ്റി വെച്ച പൈസ അതേപോലെ എടുക്കണുള്ളൂ. ഒരു ഇൻക്രിമെൻ്റ് ഉണ്ടാവണില്ല, അല്ലെങ്കിൽ അത് എക്സ്ട്രാ ഒരു സംഭവം ഉണ്ടാവണമല്ല. അതുകൊണ്ട് എംപ്ലോയി കോൺട്രിബ്യൂഷൻ എന്തല്ല, ടാക്സബിൾ അല്ല. ഇനി ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, എംപ്ലോയർ എന്ന് പറഞ്ഞാൽ അത് റിലേറ്റഡ് ടു സാലറി അല്ലേ. അപ്പോൾ ആ എംപ്ലോയർ കോൺട്രിബ്യൂഷനിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് നമ്മൾ എന്തായിട്ടാണ് ടാക്സ് ചെയ്യുക, സാലറി ആയിട്ടാണ് ടാക്സ് ചെയ്യുക. ദെൻ ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയി കോൺട്രിബ്യൂഷൻ, നിങ്ങളിട്ട പൈസ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ അത് നമ്മൾ IFOs, ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ടാക്സ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. URPFൻ്റെ കേസിൽ നമ്മൾ 4 എമൗണ്ട് കിട്ടുന്ന സമയത്ത് ഒരു പോർഷൻ ടാക്സബിൾ അല്ല. അത് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ എംപ്ലോയി കോൺട്രിബ്യൂഷൻ, അവൻ്റെ തന്നെ കോൺട്രിബ്യൂഷൻ. ബാക്കി 3 എമൗണ്ടും ടാക്സബിൾ ആണ്. അതിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ നമ്മൾ സാലറി ടാക്സ് ചെയ്യും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയി കോൺട്രിബ്യൂഷൻ നമ്മൾ IFOs ആയിട്ട് എന്ത് ചെയ്യും, ടാക്സ് ചെയ്യും. സോ ദാറ്റ്സ് അബൌട്ട് PF. 4 ടൈപ്പ് PFിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താ കാര്യങ്ങളെന്നില്ല നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് യു ഹാവ് ഗോട്ട് ആൻ അണ്ടർസ്റ്റാൻഡിങ്. PFൽ ഐ തിങ്ക് വി ഹാവ് ടു ഡു പ്രോബ്ലംസ് ഓൺ PF. ലെറ്റ്സ് ട്രൈ. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഹാവ് എ ക്വസ്റ്റ്യൻ റിഗാർഡിങ് PFിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിൽ ഒരുപാട് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഞാനതൊന്നും വായിക്കാൻ പോകുന്നില്ല. ഇതിൽ ക്വസ്റ്റ്യനിൽ ആക്ച്വലി ഒരു എംപ്ലോയി റിട്ടയർ ആയി. എംപ്ലോയിയുടെ നമ്മളോട് പറയുന്നത് വാട്ട് ഈസ് ദ ടാക്സബിൾ പോർഷൻ ഓഫ് ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം URPF ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ എ. URPFൻ്റെ കേസിൽ നമുക്ക് ലംസമായിട്ട് പൈസ കിട്ടുന്ന സമയത്ത് വാട്ട് ഈസ് ദ എമൗണ്ട് ടാക്സബിൾ എന്നാണ് ചോദിച്ചത്. നമ്മൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്തോളൂ. തൊട്ട് മുന്നേ 4 പാർട്ട് കിട്ടും, അതിൽ ഏതൊക്കെ പാർട്ടി എന്തൊക്കെയായിട്ട് നമ്മൾ ടാക്സ് ചെയ്യുന്നില്ല നമ്മൾ പറഞ്ഞത്. അപ്പോൾ URPFൽ നമുക്ക് കിട്ടിയ പൈസ എന്ന് പറഞ്ഞാൽ ലെംസം പേയ്മെൻറ്റ് റിസീവ്ഡ് ഫ്രം ദ URPF ഈ 6 lakh. നമുക്ക് കിട്ടിയ ലെംസം പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 6 lakh ആണ്. അപ്പോൾ ആ 6 lakhൻ്റെ പാർട്ടീഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ എമൗണ്ട് റിസീവ്ഡ് URPF ദ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ 220,000. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ നമ്മൾ 220,000 ഉണ്ട്. ഇൻട്രസ്റ്റ് ദറോൺ 50,000. അപ്പോൾ നമ്മൾ പഠിച്ചു എംപ്ലോയർ കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ നമ്മൾ എന്തായിട്ട് ടാക്സ് ചെയ്യുക, ടാക്സബിൾ ആയ സാലറിയാണ്. അപ്പോൾ ഇവിടെ സാലറി ആയിട്ട് ടാക്സ് ചെയ്യുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ 220,000 + 50,000 270,000. പിന്നെ എംപ്ലോയി കോൺട്രിബ്യൂഷൻ നമ്മൾ ടാക്സ് ചെയ്യൂല. അപ്പോൾ 270,000 നോട്ട് ടാക്സബിൾ. ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയി കോൺട്രിബ്യൂഷൻ നമ്മൾ എന്തായിട്ട് ടാക്സ് ചെയ്യുക, IFOs ആയിട്ട് ടാക്സ് ചെയ്യും. അപ്പോൾ ഇവിടെ 60,000 IFOs ആയിട്ട് ടാക്സ് ചെയ്യും. 270,000 നമ്മളൊന്നും ചെയ്യൂല. 220,000 + 50 270,000 നമ്മൾ എന്തായാലും സാലറി ചെയ്യും, ടാക്സബിൾ ആയ സാലറി. അപ്പോൾ ഇത് മൊത്തം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 220,000 + 270,000 4,90,000 4,90,000 + 60 3,00,000 5,50,000 5,50,000 + 50 6 lakh. ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ URPF കിട്ടുമ്പോൾ എന്താണ് ടാക്സ് ട്രീറ്റ്മെൻറ്റ് എന്ന് അവർ ചോദിക്കുന്നത്. സിമ്പിൾ സില്ലി ക്വസ്റ്റ്യൻ. ബാക്കിയുള്ള സാധനങ്ങൾ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യേണ്ട, ഫോക്കസ് ചെയ്യേണ്ട. URPF കിട്ടുമ്പോൾ 4 പോർഷൻസ് ഉണ്ടാവുക. ആ 4 പോർഷൻസും എന്തൊക്കെയായിട്ട് എങ്ങനെയൊക്കെ ടാക്സ് ചെയ്യും. അപ്പോൾ ഇത്രയും ടാക്സ് ചെയ്യാൻ മാത്രം എഴുതിയാൽ പോരാ, ഏത് ഹെഡിൽ ടാക്സ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, യു ഷുഡ് മേക്ക് എ നോട്ട്. അപ്പോൾ ഈ ആൻസർ പ്രസൻറ്റ് ചെയ്ത രീതിയൊക്കെ നോക്കുക, ആ രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യണം. അല്ല ചുമ്മാ വർക്കിംഗ് ആയിട്ട് ചെയ്യരുത് കേട്ടോ.
ഇനി വിൽ യുവർ ആൻസർ ബി ഡിഫറെൻറ്റ് ഇഫ് ദ ഫണ്ട് മെൻഷൻഡ് എബോവ് വാസ് എ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. അപ്പോൾ ഇത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആണെങ്കിൽ ഇയാൾ വർക്ക് ചെയ്ത് റിട്ടയർ ആവണം നമുക്കറിയാം. നമുക്ക് ആകെ കണ്ടീഷനിൽ 5 വർഷത്തിന് മുന്നേ ആവരുത് റിട്ടയർമെൻറ്റ് എന്നുള്ളൂ. അല്ലെങ്കിൽ 5 വർഷത്തിന് മുന്നെയാണ് റിട്ടയർമെൻ്റ് എങ്കിൽ ഇൽ ഹെൽത്ത് കാരണോ, നമ്മൾ കുറച്ച് റീസൺസ് ഒക്കെ പറഞ്ഞായിരുന്നു, ഇൽ ഹെൽത്ത് കാരണോ അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് കാരണോ ബിയോണ്ട് കൺട്രോൾ ഓഫ് എംപ്ലോയി കാരണോ ട്രാൻസ്ഫർ ചെയ്യണം RPF വേറൊരു ഫണ്ടിക്കോ എങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത കേസിൽ 5 വർഷത്തിൽ താഴെ ഡ്യൂറേഷൻ എടുത്തിട്ട് ആവരുത് റിട്ടയർമെൻറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇയാൾ ഇവിടെ 25 വർഷമാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഇവിടെ ഫുള്ളി വല്ല എന്താ പറയുക ടാക്സബിൾ പോർഷൻസ് ഉണ്ടോ? ഇല്ല. കംപ്ലീറ്റ് പോർഷൻ എന്താണ്? ഫുള്ളി എക്സെംപ്റ്റ് ആണ്. അപ്പോൾ if it were RPF then the complete portion is exempt. Let's do one more question. Mr. B is working in XYZ Limited. It has given details of his income for the year previous year 2019-20. You are required to compute his gross salary from the details given below. Gross salary compute ചെയ്യാനാണ് പറയുന്നത്. ഗ്രോസ് സാലറി. അപ്പോൾ ബേസിക് പേ 10,000 പെർ മന്ത്. ബേസിക് പേ 10,000 പെർ മന്ത് പറയുമ്പോൾ നമുക്കറിയാം ബേസിക് പേ ഈസ് ഫുള്ളി ടാക്സബിൾ. അപ്പോൾ ബേസിക് പേ എന്ന് പറഞ്ഞാൽ 10,000 ഇൻറ്റു 12 1,20,000. ദെൻ ഡി എ 50% ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ആണ്. അപ്പോൾ അത് അവിടെ നോട്ട്. ഡി എ എന്തായാലും ഫോമിംഗ് പാർട്ടാണെങ്കിലും നോട്ട് ഫോമിംഗ് പാർട്ടാണെങ്കിലും ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പോൾ 8,000 ഇൻറ്റു 12 ദാറ്റ് ഈക്വൽ ടു 96,000 ഫുള്ളി ടാക്സബിൾ. കമ്മീഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ 50 ലാക്കാണ് നമ്മുടെ ടേൺ ഓവർ. 50 ലാക്കിൻ്റെ 1% എന്ന് പറയുമ്പോൾ 5,000. അപ്പോൾ കമ്മീഷൻ ഈസ് ഫുള്ളി ടാക്സബിൾ. ബോണസ് എന്താണ്? ഫുള്ളി ടാക്സബിൾ ആണ്. ഗ്രാറ്റുവിറ്റി 25,000. ഈ എംപ്ലോയി റിട്ടയർ ആയി എന്നില്ല നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, താഴെയും പറയുന്നില്ല. അപ്പോൾ ഇത് എപ്പോഴാണ് നമ്മൾ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നത്? ഗ്രാറ്റുവിറ്റി വി ആർ റിസീവിങ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് വാട്ട് ഈസ് എംപ്ലോയ്മെൻറ്റ്. റിട്ടയർമെൻറ്റ് സമയത്തല്ല, ഡ്യൂറിങ് സർവീസാണ്. അങ്ങനെ ഡ്യൂറിങ് സർവീസ് ഗ്രാറ്റുവിറ്റി നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. Gratuity received during service is fully taxable. During service is fully taxable. റിട്ടയർമെൻറ്റ് സമയത്ത് റിസീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമുക്ക് എക്സംഷൻ കിട്ടത്തുള്ളൂ. നമ്മൾ സെക്ഷൻ 10 എന്ന് പറഞ്ഞ എക്സംഷൻസ് ഉണ്ടല്ലോ. ഗവൺമെൻറ് എംപ്ലോയിക്ക് ഫുള്ളി എക്സംപ്റ്റഡ്, അതർ എംപ്ലോയീസ് ആണെങ്കിൽ കവേർഡ് ആണെങ്കിൽ എത്ര, നോൺ കവേർഡ് ആണെങ്കിൽ എത്ര. അപ്പോൾ നിങ്ങളത് പോയി ചെയ്യാൻ നിൽക്കരുത്. ദ എംപ്ലോയി ഹാസ് നോട്ട് റിട്ടയർ ചെയ്തിട്ടില്ല. സോ ദ ഗ്രാറ്റുവിറ്റി ഈസ് റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് അല്ലെങ്കിൽ ഡ്യൂറിങ് സർവീസിൻ്റെ കയ്യിൽ ഗ്രാറ്റുവിറ്റി കിട്ടി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. ദെൻ ഹിസ് ഓൺ കോൺട്രിബ്യൂഷൻ ടു RPF എംപ്ലോയിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരിക്കലും നമുക്ക് ഇൻകം അല്ല. ദാറ്റ് ഈസ് വാട്ട് വി സേ, നമുക്കറിയാം ചാപ്റ്റർ 6 നമുക്ക് 80C ഡിഡക്ഷൻ കിട്ടുന്ന എമൗണ്ട് ആണ്. അപ്പോൾ അത് നമ്മൾ ഡിഡക്ഷൻ ആയിട്ട് കാണിച്ചാൽ മതി, ഇൻകം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ആഡ് ചെയ്യരുത്. എംപ്ലോയി PF എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് എംപ്ലോയിക്ക് എന്താണ്? എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് ഇൻകം അല്ല. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു RPF എംപ്ലോയർ കോൺട്രിബ്യൂഷൻ 20% ഓഫ് ബേസിക് സാലറി എന്ന് പറയുന്നുണ്ട്. 20% ഓഫ് ബേസിക് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം RPF എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12% ഓഫ് സാലറി വരെ നമുക്ക് എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. ഇവിടെ സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ HRൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സാലറി ഈസ് ഈക്വൽ ടു ബേസിക് പേ പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് പ്ലസ് കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സാലറി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 10,000 പെർ മന്ത് 10,000 ഉണ്ട്. ഈ 8,000 50% ഫോമിംഗ് പാർട്ടാണ് 4,000 ഉണ്ട്. പിന്നെ കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ, അപ്പോൾ ഇവിടെ 5,000 കിട്ടും. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സാലറി വിൽ ബി ഈക്വൽ ടു 1,73,000. ആ 1,73,000 12% എന്ന് പറഞ്ഞാൽ 20,760 ആണ് വരിക. അപ്പോൾ ബേസിക് പേൻ്റെ 20% എന്ന് പറഞ്ഞത്. അപ്പോൾ ബാക്കി ആ ഒരു 8% നമ്മൾ എടുക്കാൻ നിൽക്കരുത്. 20% ബേസിക് പേൻ്റെ 20% എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1,20,000 20% 24,000 ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ. പക്ഷേ നമ്മൾ എക്സംഷൻ എന്ന് പറഞ്ഞാൽ 12% ഓഫ് സാലറി. ഒന്ന് ബേസിക് പേ, ഒന്ന് സാലറി എന്ന് പറഞ്ഞാൽ മീനിങ് ഉണ്ട്. അപ്പോൾ ആ മീനിങ് പ്രകാരം നമ്മൾ HRൻ്റെ അതേ സാലറിയാണ് ഇവിടെ സാലറി വരിക. അപ്പോൾ ആ സാലറി വിൽ ബി അല്ലെങ്കിൽ 12% ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ 20,760 ആണ്. അപ്പോൾ നമുക്ക് എക്സംഷൻ കിട്ടുക 20,760 ആണ്. 24,000 നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 3,240 നമുക്ക് എന്ത് ചെയ്യും? ടാക്സ് ചെയ്യും. പിന്നെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ ദ RPF 13%. അപ്പോൾ RPF ഇൻട്രസ്റ്റ് നമുക്കറിയാം 9.5% വരെ നമുക്ക് എന്തുള്ളൂ? എക്സംഷൻ ഉള്ളൂ. അപ്പോൾ 13,000 എന്ന് പറഞ്ഞാൽ 13% ആണെങ്കിൽ നമ്മുടെ 9.5% എത്രയാണ്? 9,500 ആണ്. അപ്പോൾ 9,500 വരെ എക്സംഷൻ കിട്ടും. അപ്പോൾ 13,000 9.5 വരെ എക്സംഷൻ കിട്ടണമെങ്കിൽ ബാക്കി എത്ര ഉണ്ട്? 3,500 ഉണ്ട്. ആ 3,500 ഫുള്ളി എന്തായിരിക്കും? ടാക്സിബിൾ ആയിരിക്കും. 3,500 നമുക്ക് എന്ത് ചെയ്യും? ടാക്സ് ചെയ്യും. ഇത് കംപ്ലീറ്റ് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ എന്ത് കിട്ടും? ഗ്രോസ് സാലറി കിട്ടും. അപ്പോൾ ഇതിൽ പുതിയതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യം ഗ്രാറ്റുവിറ്റി ഡ്യൂറിങ് സർവീസ് ഫുള്ളി ടാക്സിബിൾ ആണ്. പിന്നെ RPFയിലോട്ടുള്ള എംപ്ലോയർ കോൺട്രിബ്യൂഷനും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷനും എങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേക്കാണ് നമുക്ക് എന്ത് ചെയ്യാറുള്ളത്? ഡിസ്കസ് ചെയ്യാറുള്ളത്. ഹോപ്പ് യു ആർ അണ്ടർസ്റ്റുഡ്. മൂവിങ് ഓൺ.